Makala, good evening. Good evening, everybody. കഴിഞ്ഞ ഞായറാഴ്ച ഈ ലൈവ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ഗുഡ് ഈവനിങ് കേരളം എന്നാണ്. ഗുഡ് ഈവനിങ് കേരളം. ബട്ട് ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ റെസ്പോൺസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഡയമെൻഷൻ കൂട്ടി ഐ എം ഗോയിങ് ടു സേ ഗുഡ് ഈവനിങ് ഇന്ത്യ, ബിക്കോസ് വി ഹാവ് സ്റ്റുഡൻസ് റൈറ്റിംഗ് ദിസ് എക്സാമിനേഷൻ ഫ്രം അതർ പാർട്സ് ഓഫ് ഇന്ത്യ അതർ ദാൻ കേരള. കേരളത്തിൽ കൂടാതെ മറ്റ് സ്ഥലത്തൊന്നും ഈ എക്സാമിനേഷൻ എഴുതാൻ ഒരുപാട് കുട്ടികൾ കയറിയതുകൊണ്ട് ദിസ് ഹാസ് ബിക്കം എ പാൻ ഇന്ത്യ എക്സാമിനേഷൻ. സോ ഐ എം പ്രൗഡ്ലി സേയിങ് ഗുഡ് ഈവനിങ് ഇന്ത്യ. Good evening, India. Again. Good evening. This is the mighty war, the powerful war, the great Indian battle. The great Indian battle for NEET 2022. അടുത്ത മാസം നടക്കാവുന്ന എക്സാമിന്റെ ഒരു റിയൽ ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുകയാണ് Xylem. And I am RJ from Xylem. You can call me RJ Xylem. Good evening. How was physics? എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മെഷർമെന്റ് കഴിഞ്ഞ ഫിസിക്സ് എക്സാമിനേക്കാൾ കുറച്ച് ഈസിയാണ് ഈ എക്സാം എന്നാണ്. എ ബിറ്റ് ഈസിയർ ദാൻ ദ പ്രീവിയസ് വൺ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ എക്സാമിന്റെ അത്ര ടെൻഷൻ നിങ്ങൾക്ക് ഈ എക്സാം എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ഈ എക്സാമിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. നിങ്ങളുടെ ടെൻഷൻ കുറച്ച് നിങ്ങളെ വളരെ കൂൾ ഫ്രീ ബേർഡ് ആക്കിയിട്ട് ജൂലൈ 17 എക്സാം ഹോൾ എത്തിക്കുക. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ നീറ്റ് എക്സാമിനേഷൻ വിൽ ബി ജസ്റ്റ് അനദർ എക്സാമിനേഷൻ, നത്തിങ് ടു വറി അബൌട്ട്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ആങ്സൈറ്റി ആണ്, നിങ്ങളുടെ ടെൻഷനാണ്. നിങ്ങളുടെ മാത്രം ടെൻഷനല്ല, നാട്ടുകാരുടെ ഒക്കെ ടെൻഷനാണ്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിക്കും ഒക്കെ നിങ്ങൾക്ക് നീറ്റ് കിട്ടണം എന്നാണോ ആഗ്രഹം? എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് കിട്ടാതിരിക്കാനായിരിക്കും നാട്ടുകാർക്ക് പലർക്കും തോന്നുന്നുണ്ടാവുക. അവരെയൊക്കെ തോൽപ്പിക്കണം. അവരെയൊക്കെ തോൽപ്പിച്ച് നീറ്റ് കൈയടക്കി അവരുടെയൊക്കെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് തടസ്സമാവുന്നത് ടെൻഷനാണ്, നിങ്ങളുടെ ആങ്സൈറ്റി ആണ്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മൈറ്റി വാർ. അതിനോടാണ് നമ്മുടെ യുദ്ധം. ആ ടെൻഷനോട്, ആ പേടിയോട്, ആ നാട്ടുകാരോടാണ് നമ്മുടെ യുദ്ധം. വെൽക്കം ടു ദ ഫിസിക്സ് ഡിസ്കഷൻ ഓഫ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 2.0 second examination. The very first question on your screen is about dimensional formula of coefficient of viscosity. Coefficient of viscosity എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു ഇക്വേഷൻ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. F is eta A dV by dx. ഇതിൽ ഈറ്റ, അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈറ്റ. ഏട്ട എന്നൊന്നും വായിക്കണ്ട, ഈറ്റ. അതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഇനി ഏട്ട എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈറ്റയുടെ ഡയമെൻഷണൽ ഫോർമുല വേണമെങ്കിൽ ബാക്കിയുള്ള എല്ലാവരുടെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ന്യൂട്ടണിലാണ്, ഈറ്റ നമുക്ക് അറിയില്ല. എ ഏരിയ ആണ്, അത് മീറ്റർ സ്ക്വയർ ആണ്. ഡി വി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, അത് മീറ്റർ ആണ്. സോ നാച്ചുറലി മക്കൾ ഈ കളർ ഓക്കെ അല്ലേ? ഈ മീറ്ററും ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇതായിരിക്കും ഈറ്റയുടെ യൂണിറ്റ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്? അത് പാസ്കൽ ആണ്. പാസ്കൽ സെക്കൻഡ് ആണ് ഇതിൻ്റെ യൂണിറ്റ്. പക്ഷെ NCERT-യിൽ ഇതിന് മറ്റൊരു പേരുണ്ട്. പറയാവോ ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? വാട്ട് ഈസ് ദ അതർ നെയിം? ഇതിൻ്റെ അടുത്ത പേരെന്താ? ഇതിന് ശരിക്കുള്ള പേരുണ്ട് NCERT-യിൽ. അത് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാവോ ഇതിൻ്റെ ശരിക്കുള്ള പേര്? ഓക്കെ, ഓപ്ഷൻ 2 ആണ്. പക്ഷെ അതിന് മറ്റൊരു പേരുണ്ട് NCERT-യിൽ, മറ്റൊരു പേര്, ഒരു കടിച്ച പൊട്ടാത്ത പേര്. എനിവൺ ഓട്ടെ, സാരമില്ല. അതിൻ്റെ നൊട്ടേഷൻ P ക്യാപിറ്റൽ L ആണ്. PL
PL. Yeah, exactly. Fatima, you are right. Neat aspirant, you are right. It is posule. പോസ്യൂൾ വായിക്കുന്നത് പോയിസ് ഉള്ളി എന്നൊക്കെ തോന്നാം, പക്ഷെ വായിക്കേണ്ടത് പോസ്യൂൾ ആണ്. പോസ്യൂൾ. സോ മറക്കണ്ട, പോസ്യൂൾ പാസ്കൽ സെക്കൻഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആണ്. ആൻ അത്ലീറ്റ് കംപ്ലീറ്റ്സ് 1 round of a circular track of radius r in 40 seconds. ഒരു സർക്കുലർ ട്രാക്ക്, അതിൽ ഒരു റൗണ്ടിന് 40 സെക്കൻഡ് ആണ്. What be his displacement at the end of 3 minutes? 3 minutes is actually 3 into 60, 180 second. Split it up. അതിനെ അങ്ങ് മുറിച്ച് ചെറുതാക്ക്. 40 second plus 40 second plus 40 second plus 40 second. കഴിഞ്ഞില്ലേ? എത്ര 40 ആയി? 4 40 ആയി, 160 സെക്കൻഡ് ആയി. ബാക്കിയുള്ളത് 20 സെക്കൻഡ് ആണ്. ഇനി ആലോചിച്ച് നോക്ക്, ഒരു 40 സെക്കൻഡിൽ അത് ഒരു പ്രാവശ്യം ഇങ്ങനെ കവർ ചെയ്യും. തിരിച്ച് പഴയ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0. ആദ്യത്തെ 40 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 0, രണ്ടാമത്തെ 40 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 0, തേർഡ് 40 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 0, നാലാമത്തതിലും ഡിസ്പ്ലേസ്മെന്റ് 0. പക്ഷെ പണി കിട്ടിയത് എവിടെയാണ്? ലാസ്റ്റ് 20 സെക്കൻഡിൽ എവിടെ എത്തും? എവിടെയാണോ തുടങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തും. അതായത് ഇവിടെയാണ് തുടങ്ങിയതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എത്രയാണ് ഡിസ്റ്റൻസ്? അത് 2r ആണ്. അതാണ് ഡിസ്പ്ലേസ്മെന്റ് 2r ആണ്. ചുമ്മാ തമാശയ്ക്ക് അതിലെ ഡിസ്റ്റൻസ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാമോ? ഡിസ്റ്റൻസ് നോക്ക്. 1 2 3 4 4.5 സർക്കുലർ പാത്താണ്. 4.5 into 2πr ആണ് ഡിസ്റ്റൻസ്. The total distance traveled 4.5 into 2πr ആയിരിക്കും. ക്ലിയർ? യെസ് മക്കളെ. അടുത്തതിലോട്ട് പോട്ടെ. A particle is projected vertically upwards with velocity u from a point A. When it returns to the point of projection. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു. ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡഡ് ബൈ 2 എന്നൊരു ഷോർട്ട് കട്ട് പറഞ്ഞു. അത് ഇവിടെ ഉപയോഗിക്കാം. നോക്കിക്കോ. When you project it from the bottom, it goes to the top. വെലോസിറ്റി എത്രയാണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി 0. വി ആവറേജ് ചോദിച്ചാൽ u പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 u/2 കിട്ടും. ഇനി മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി തിരിച്ച് u തന്നെ ആയിരിക്കും. അവിടെയും ആവറേജ് വെലോസിറ്റി u/2 ആണ്. ഓവറോൾ മോഷന്റെ ആവറേജ് വെലോസിറ്റി u/2 ആണ്. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ്. ബട്ട് നിങ്ങളത് കൺവിൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൂടെ പറയാം. എന്താണെന്നറിയാമോ? ഇതിൽ ആ ഒരു സൊല്യൂഷനോടുകൂടെ നിങ്ങൾ ഒരുപാട് ഫിസിക്സ് പഠിക്കുകയും ചെയ്യും. ഒന്ന്, നമ്മളൊരു ബോഡിയെ ഇനീഷ്യൽ വെലോസിറ്റി യു ത്രോ ഇറ്റ് അപ്വേർഡ്, അത് റീച്ച് ചെയ്യുന്ന ഹൈറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എത്രയാണ് ഹൈറ്റ്? u² ഡിവൈഡ് ബൈ 2g. ഈ പാർട്ടിക്കിൾ മുകളിൽ പോയി തിരിച്ചു വരുമ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അത് 2h ആണ്. 2u² ബൈ 2g ആണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് u² ബൈ g ആണ്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ഇത് പോയി തിരിച്ചു വരാൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ 2u/g ആണ്. അപ്പോൾ നോക്കൂ, ഡിസ്റ്റൻസ് u² ബൈ g ആണ്, ടൈം 2u/g ആണ്. നിങ്ങൾക്ക് ആവറേജ് വെലോസിറ്റി വേണമെങ്കിൽ എസ് ഡിവൈഡ് ബൈ ടി ചെയ്യുക. u² ബൈ g യെ 2u/g കൊണ്ട് ഡിവൈഡ് ചെയ്താൽ g ആൻഡ് g ക്യാൻസൽസ്. u² ഒരു യുയും ഇവിടുത്തെ ഒരു u ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് u/2 ആണ്. സോ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഷോർട്ട് കട്ടും അത് തന്നെയാണ് ആൻസർ. സോ യു ക്യാൻ റോക്ക്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഈസ് അബൌട്ട് വെക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 4 വെക്ടർ ആണ്. വെക്ടർ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാം. ഇതിന് ഹെഡ് ടെയിൽ മെത്തേഡ് എന്നാണ് പറയുക. ഹെഡ് ടെയിൽ മെത്തേഡ്. ഒരു വെക്ടറിൻ്റെ ഹെഡാണിത്, ടെയിലാണിത്. എവിടെയാണോ അതിൻ്റെ ഹെഡ് എത്തുന്നത് അവിടെ വേണം അടുത്ത വെക്ടർ തുടങ്ങാൻ. അപ്പം ഞാനിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചാൽ ഈ വെക്ടർ എ ആണ്, ഈ വെക്ടർ ബി ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് a+b ആണ്. a+b എവിടെ നിന്ന് തുടങ്ങണം? ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കൂ. ഇതാണ് സ്റ്റാർട്ടിങ്, ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്, ഇതാണ് a+b എന്നുള്ള സം.
ഈ കോൺസെപ്റ്റ് അറിയുന്നവർക്ക് എളുപ്പം മനസ്സിലാക്കാം. യു ആർ ആഡിങ് സി ടു എ ആൻഡ് യു ആർ ഗെറ്റിംഗ് ബി. സി പ്ലസ് എ ഈക്വൽ ടു ബി ആണ്. ഇവിടെ സി പ്ലസ് എ ഈക്വൽ ടു ബി. ഒരു പോയിന്റ് കൂടെ പറയട്ടെ മക്കളെ, ഒരൊറ്റ പോയിന്റ് കൂടെ പറയട്ടെ. അതായത് ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരച്ച് എല്ലാ ആരോ മാർക്കുകളും ഒരേ സെൻസിലാണെങ്കിൽ ഇതിന്റെ സം എത്രയായിരിക്കും? 3 വെക്ടർ ഉണ്ട് ഇവിടെ. സേ കോൾ ഇറ്റ് ആസ് പി, ക്യൂ ആൻഡ് ആർ. വാട്ട് ഈസ് സം ഓഫ് പി, ക്യൂ ആൻഡ് ആർ? ഇതിന്റെ സമ്മ എത്രയാണ്? അതായത് ക്ലോസ് ഒരേപോലെയാണ്, ഒരേപോലെ ആണെങ്കിൽ ഇതിന്റെ സം എത്രയാണ്? ഇത് നെറ്റിന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇതേ കോൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് സം ഓഫ് ദിസ് തിങ്? അതൊരു ബിഗ് സീറോ ആയിരിക്കും. ദ സം വിൽ ബി എ ബിഗ് സീറോ. ഒരേ സെൻസിലാണെങ്കിൽ സം സീറോ ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കാണുന്നുണ്ട് സി കെ റൂഫ്, അസ്ന ഷെറിൻ, ഗായത്രി പ്രദീപ്, ഷിന, മിഥുൻ, കാവ്യ, ഒരുപാട് പേര് കറക്റ്റ് ആൻസർ തന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ദിസ് അപ്പ്. ആംഗിൾ മെയ്ഡ് ബൈ ദ വെക്ടർ എ ഐ പ്ലസ് ജെ വിത്ത് എക്സ് ആക്സിസ്. ഇത്തരം ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണ്ടത് മനസ്സിൽ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും. ഐ പ്ലസ് ജെ എന്ന് പറയുന്ന വെക്ടർ 1,1 എന്നുള്ള പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ഒരു വെക്ടറാണ്. ഇത് ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട്. വാട്ട് ഈസ് ദ ലോങ് കട്ട്? ലോങ് കട്ട് എളുപ്പമാണ്. ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ. ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് ആണ് ചോദിച്ചതെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു വൈ കമ്പോണന്റ് ബൈ എക്സ് കമ്പോണന്റ്. വൈ കമ്പോണന്റ് ബൈ എക്സ് ഇത് ഏത് വെക്ടർ ആണെങ്കിലും, ഫോഴ്സ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും എന്തായാലും ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ കമ്പോണന്റ് ബൈ എക്സ് കമ്പോണന്റ് ചെയ്യണം. ഇവിടെ വൈ കമ്പോണന്റ് 1 ആണ്, എക്സ് കമ്പോണന്റ് 1 ആണ്. ടാൻ തീറ്റ 1 ആവണമെങ്കിൽ തീറ്റ എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. സെറ്റല്ലേ? യാ, എക്സാക്ട്ലി. ആംഗിൾ ഈസ് 45 ഡിഗ്രി. 6th വൺ ഒരു ഇത്തിരി വേർപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ മൊമെന്റം തന്നിട്ട് സ്പീഡ്, ആക്സലേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് വല്ലതും അറിയാമോ? അല്ലേ? എന്തു പറയുന്നു ട്രിവാൻഡ്രംകാർ? എന്ത് പറയുന്നു ട്രിവാൻഡ്രം പീപ്പിൾ? ദോസ് ആർ ലിസണിങ് ടു ദിസ് പ്രോഗ്രാം ഫ്രം ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം എന്ത് പറയുന്നു? ഈ ക്വസ്റ്റ്യൻ ടഫ് ആണോ ഈസിയാണോ? ട്രിവാൻഡ്രം റെസ്പോൺസ് വരുന്നേ ഉള്ളൂ. യെസ് 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 യെസ്. യാ, പറയട്ടെ. ഇതിൽ മൊമെന്റം തന്നിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? 5t² പ്ലസ് t പ്ലസ് 5 ആണ്. മൊമെന്റം തന്നാൽ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp/dt. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. 5 × 2 10t പ്ലസ് 1 ഇത്രയും ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ആക്സലേഷൻ കണ്ടുപിടിക്കാം. ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്. 10t പ്ലസ് 1 ഡിവൈഡ് ബൈ 5 ആണ് ഇതിന്റെ ആക്സലേഷൻ. അറ്റ് t ഈക്വൽ ടു 0 വാട്ട് ഈസ് ആക്സലേഷൻ? അത് 1/5 ആണ്. അറ്റ് t ഈക്വൽ ടു 1 സെക്കൻഡ് വാട്ട് ഈസ് ആക്സലേഷൻ? 11/5 ആണ്. നോക്കൂ, 2 പോസിറ്റീവ് വാല്യൂ ആണ്, അത് ഇൻക്രീസിങ് ആണ്. അപ്പൊ ആക്സലേഷൻ കോൺസ്റ്റന്റ് അല്ല, മോർ ദാൻ ദാറ്റ് അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ഏതാണ്? വേരിയബിൾ ആക്സലേഷൻ ആണ്, വിച്ച് ഈസ് ഡിക്രീസിങ് അല്ല, വേരിയബിൾ ആക്സലേഷൻ വിച്ച് ഈസ് ഇൻക്രീസിങ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ്. ഓപ്ഷൻ 4. ഓക്കെ. തിരുവനന്തപുരംകാര് ഒന്നും പറഞ്ഞില്ല, എന്നാ വേണ്ട, നമുക്കിനി കൊല്ലംകാരോട് ചോദിക്കാം. 7th വൺ. A block of mass 10 kg suspended through 2 light spring balances. 2 സ്പ്രിംഗ് ബാലൻസസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ച് അതിന്റെ അറ്റത്തൊരു വെയിറ്റ് ഹാങ് ചെയ്യുന്നു. എന്താണ് പഠിക്കേണ്ട കോൺസെപ്റ്റ്? ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിന്റെ അകത്തൊരു സ്പ്രിംഗ് ഉണ്ട്, ഒരു വെയിറ്റ് കൊടുത്താൽ അത് ഇലോങ്ങേറ്റ് ആകും. ഇലോങ്ങേഷൻ ആണ് നമ്മൾ വെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 2 സ്പ്രിംഗ് ബാലൻസുകളുണ്ട്. 2 സ്പ്രിംഗും ഒരേപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നോക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചർ വിചാരിക്കാം. ഇതിൽ ഒരു ഇതിൽ ഒരെണ്ണം ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഇറ്റ്. ഇതിൽ ഒരു സ്പ്രിങ് നിങ്ങളുടെ പെന്നിന്റെ അകത്തുള്ള സ്പ്രിങ് ആണ്.
മറ്റൊന്ന് നിങ്ങളുടെ ബൈക്കിന്റെ ഷോക്ക് അബ്സോർബറുള്ള സ്പ്രിംഗ് ആണ്. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് അതിലൊരു മാസ് ഹാങ് ചെയ്താൽ രണ്ടും ഒരേപോലെ ഇലോങ്ങേറ്റ് ചെയ്യില്ലല്ലോ. സ്പ്രിങ്, പെന്നിലെ സ്പ്രിങ് ഒരുപാട് ഇലോങ്ങേഷൻ നടക്കും, ബൈക്കിലെ സ്പ്രിങ് ഒരു മാറ്റം പോലും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇതിനെ നമ്മൾ സീരീസ് കണക്ഷൻ എന്നാണ് പറയുന്നത്. സീരീസ് കണക്ഷനിൽ എന്താണ് സെയിം ആയിട്ടിരിക്കുന്നത്, എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് പറയട്ടെ. എന്താണ് സെയിം ആവുന്നത്? ഇതിൽ രണ്ടിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി ഡിഫറെൻ്റ് ഇലോങ്ങേഷൻ ആയിരിക്കും. ഈ കോൺസെപ്റ്റാണ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടത്. നിങ്ങളിവിടെ 10 കിലോഗ്രാം ആഡ് ചെയ്യുമ്പോൾ യു ആർ പുട്ടിംഗ് 10 കിലോഗ്രാം ഫോഴ്സ് അറ്റ് ദ ബോട്ടം സ്പ്രിംഗ്. സോ ദ സ്പ്രിംഗ് ഹിയർ വിൽ എക്സ്പീരിയൻസ് 10 കിലോഗ്രാം ഫോഴ്സ്. ദിസ് സ്പ്രിംഗ് വിൽ ആൾസോ എക്സ്പീരിയൻസ് 10 കിലോഗ്രാം ഫോഴ്സ്. രണ്ട് സ്പ്രിങ്ങിനും ഒരേ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെയിറ്റ് സെയിം ആയിരിക്കും. സോ ദ ആൻസർ ബോത്ത് ദ സ്കെയിൽസ് വിൽ റീഡ് 10 കിലോഗ്രാം ഈച്ച്. അല്ലാതെ അത് ഷെയർ ആയിട്ട് 5+5 ഒന്നും റീഡ് ചെയ്യില്ല, രണ്ടും ഈക്വൽ റീഡിങ്സ് കാണിക്കും. ഇനി താഴെ നിങ്ങൾ 20 കിലോഗ്രാം ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ രണ്ട് സ്പ്രിങ്ങും രണ്ട് ബാലൻസും 20 കിലോഗ്രാം കാണിക്കും. ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ക്യാൻ കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഓർത്ത് വെച്ചോളാം, എക്സാമിന് വന്ന് ആലോചിക്കാതെ ഡയറക്റ്റായിട്ട് ആൻസർ കുത്താൻ ഇത് നല്ലതാണ്. ഓക്കെ, ശരി. യെസ്, കൊല്ലം സ്പൈഡർമാൻ. ഓക്കെ, നൈസ്, ഗുഡ് ഗുഡ്. ആലപ്പുഴക്കാരെ വിളിക്കാം, കൊല്ലം കഴിഞ്ഞുള്ളൂ, ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് കയറാം. ശരി. 8th one, 3 masses are placed in the x-axis. x-axis വരയ്ക്കൂ. 3 masses വേണം. എവിടേക്കാണ്? 300 gram at origin, 500 gram at 40 centimeter, 400 gram at 70 centimeter. ലാല, അടിപൊളി, സെറ്റ്. എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് മാസ് ഫ്രം ദ ഒറിജിൻ. ഇക്വേഷൻ ഡയറക്റ്റ് ആണ്. XCM ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 പ്ലസ് M3 x3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. പഠിച്ചിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. M1 എത്രയാണ്? 300. x1 എത്രയാണ് മക്കളെ? 0 ആണ്. പ്ലസ് M2 എത്രയാ? 500. x2 40 പ്ലസ് 400 even to 70 whole divided by sum of all masses 300, 500, 400. എത്ര കിട്ടും? 300 into 0. ഇതിൽ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹൺഡ്രഡ്സ് എല്ലാം ക്യാൻസൽ ആക്കാം. എല്ലാ ഹൺഡ്രഡ്സും ക്യാൻസൽ, ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 100, ഓൾ 100 ഗെറ്റ്സ് ക്യാൻസൽ. സോ ദിസ് വിൽ ഗിവ് യു, ടോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 200 കിട്ടും, പിന്നെ 280 കിട്ടും. താഴെ കിട്ടുന്നത് 3 + 5 8 + 4 12 കിട്ടും. ദിസ് ഈസ് 480 by 12 വിച്ച് വിൽ ഗിവ് യു 40 സെൻറ്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 40 സെൻറ്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ. ആലപ്പുഴക്കാർക്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ, ആലപ്പുഴ റോക്ക്. 9th one, 3 identical point masses, each of mass 1 kilogram, lie in the XY plane. So XY plane വരയ്ക്കാം. ഒരെണ്ണം ഒറിജിനൽ ആണ്, അതിൻ്റെ മാസ് 1 കിലോഗ്രാം. ഒരെണ്ണം 0.2 എന്ന് പറഞ്ഞാൽ അത് y ആക്സിലാണ്, അതിൻ്റെ മാസ് 1 കിലോഗ്രാം. ആ ഡിസ്റ്റൻസ് 0.2 ആയിരിക്കില്ലേ? ആയിരിക്കുമല്ലോ അല്ലേ? യെസ്. ഇനി അടുത്തത് x ആക്സിലാണ്, അതിൻ്റെ മാസ് 1 കിലോഗ്രാം ആണ്, ആ ഡിസ്റ്റൻസും 0.2 ആണ്. നിങ്ങളോട് ചോദിക്കുന്നത് നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. So this mass will experience one force in this direction, another force in this direction. വേണമെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം, പക്ഷെ ഓപ്ഷൻ നോക്ക്, എല്ലാം I+J I-J ഫോമുല. ഇതിൽ ഏത് ഡയറക്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് ഡയഗ്രാം നോക്കിയാൽ തന്നെ പറയാം. ഒന്ന് പോസിറ്റീവ് I ഡയറക്ഷൻ ആണ്, ഒന്ന് പോസിറ്റീവ് J ഡയറക്ഷൻ ആണ്. I-J ഉള്ള രണ്ട് ഓപ്ഷനും നമുക്ക് ആവശ്യമില്ല. ശരിയല്ലേ? TBM കിട്ടിയോ? വെരി ഗുഡ്. TBM റോക്സ്. കൊല്ലം, ആലപ്പുഴ. യെസ്, ഓക്കെ. അപ്പൊ നോക്കൂ മക്കളെ, ഇതില് പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടതൊന്നുമില്ല. ഈ ഫോഴ്സ് കണ്ടുപിടിക്കുക, അതുപോലെ ഈ ഫോഴ്സ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ്? F
അത് ജി ഇൻറ്റു m1m2/r² ആണ്. ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10⁻11 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.2 സ്ക്വയർ. 0.2 മീറ്റർ ആണ്. അപ്പം കൺവേർഷൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. കാരണം നോക്കൂ, ഇവിടെ ഉള്ളത് 6.67 അല്ലേ, താഴെ വരുന്നത് ഒരു 2 കിടക്കുന്നുണ്ടല്ലോ, 0.2 ആയാലും അതൊരു 2 ഉണ്ടല്ലോ, അതിനെ സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടുന്നത്? 4 കിട്ടും. 6/4 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ. അപ്പോൾ 1.5നേക്കാൾ കുറച്ച് കൂടിയ ഒരു വാല്യൂ ആണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ 1.67 അവർ തന്നിരിക്കുന്നു. 3.34 അല്ല, 3.34 അല്ല, 1.67 ആണ്. അപ്പോൾ ഡയറക്ഷൻ നോക്കി, ഈ ഒരു ന്യൂമറിക്കൽ നോക്കി, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് എനിക്ക് മനസ്സിലായി. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 1.67 ക്ലിയർ ആക്കാം. 1.67 ഇൻറ്റു 10⁻⁻9 ആണെന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിച്ചു. അപ്പോൾ എപ്പോഴും നീറ്റ് എക്സാമിന് നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്, ഫുൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യരുത്. കഴിയുന്നത് ഇതുപോലെ എളുപ്പ വഴികൾ നോക്കണം, സമയം ലാഭിക്കണം. ഓക്കെ മക്കളെ, 10th one. Acceleration due to gravity on moon is 1/6 of the acceleration due to gravity on earth. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം, acceleration due to gravity on moon is 1/6 of acceleration due to gravity on earth. അടുത്ത പോയിന്റ് നോക്കണേ, ഡെൻസിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഡെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞ ഉടനെ പഠിച്ചു വയ്ക്കണം, G equal to 4/3 πgr into rho. 4/3 πgr into rho ആണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ, ഡെൻസിറ്റിയുടെ ടേമിൽ. ഓക്കെ, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 പൈ ജി ആർ ഓഫ് ദ മൂൺ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ മൂൺ ഈക്വൽ ടു 1/6 ഇൻറ്റു 4/3 പൈ ജി ആർ എർത്ത് ഇൻറ്റു റോ എർത്ത്. ക്ലിയർ? 4/3 പൈ ജി ക്യാൻസൽ ആവില്ലേ? പിന്നെ ബാക്കിയുള്ളത് എന്താ നോക്ക്, ആർ എം റോ എം ഈക്വൽ ടു 1/6 ഓഫ് ആർ ഇ ഇൻറ്റു റോ ഇ. ക്ലിയർ അല്ലേ? ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് മൂൺ ആണ് വേണ്ടത്. അപ്പോൾ റേഡിയസ് ഓഫ് മൂൺ ഈക്വൽ ടു 1/6 ഇൻറ്റു റോ ഓഫ് എർത്ത് ബൈ റോ ഓഫ് മൂൺ ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത്. ഈ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 5/3 തന്നിട്ടുണ്ട്. അപ്പോൾ 1/6 ഇൻറ്റു 5/3 ഇൻറ്റു ആർ ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 5/18. ആൻസർ എന്താ? 5/18 ആർ ഇ ആണ്. ദിസ് ഈസ് ഹൗ വി ഗെറ്റ് ആർ. ഓപ്ഷൻ 1 തന്നെ. ഓക്കെ മക്കളെ, യെസ്. എക്സാം വാസ് ജസ്റ്റ് ലിറ്റ്. അടിപൊളി, സൂപ്പർ. ഓ, ഈ പ്രൈസ് കണ്ണൂരിന് അടിച്ചെന്ന്. വെരി ഗുഡ്, കണ്ണൂരിന് അടിച്ചു. കണ്ണൂർ റോക്കറ്റ്. മക്കളെ, യങ്സ് മോഡുലസ് ഓഫ് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി. ഒരു ബോഡി പെർഫെക്റ്റ്ലി റിജിഡ് ആണെങ്കിൽ അതിന് ഇലോങ്ങേഷൻ ഉണ്ടാവില്ല. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ പറയട്ടെ, അത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ഇലോങ്ങേഷൻ ബൈ എൽ ആണ്. ഓർ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എഫ് എൽ ഡിവൈഡ് ബൈ എ ഡെൽറ്റ എൽ കിട്ടും. ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ആണെങ്കിൽ ഡെൽറ്റ എൽ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. വൈ എത്രയായിട്ട് മാറണം? അത് 10 ടു ബിക്കം ഇൻഫിനിറ്റി. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. പെർഫെക്റ്റ്ലി റിജിഡ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, യെസ്. ഷിനാന, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ 1. ദേവൻ, യാ കറക്റ്റ്. അസ്ന, ശ്രീലക്ഷ്മി, CK Roof, കൈലാസ്, രാജീവ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗായത്രി. അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ലല്ലോ, 0 ആവില്ലല്ലോ. ഇലോങ്ങേഷൻ ആണ് 0 ആവുന്നത്. സോ അതൊരു മിസ് പോയിന്റ് ആയിപ്പോയി. ഡോണ്ട് വറി, നോ പ്രോബ്ലം. മെസ്സേജ് ഒക്കെ അങ്ങനെ വന്നോട്ടെ. 12th one from fluids. Pressure at the bottom of a tank of water is 3p, where p is the atmospheric pressure. മക്കൾ നോക്കണേ, ഒരു വാട്ടർ ടാങ്ക്, അതിൽ കുറച്ച് വാട്ടർ, ഇതിൻ്റെ മുകളിൽ എയറിൻ്റെ പ്രഷർ പി ആണ്. ഇതിൻ്റെ താഴെയുള്ള പ്രഷർ എത്രയാണ് നോക്ക്? 3p ആണ്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലാവുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ അറ്റ് ദ ബോട്ടം, അതിനെ ഞാൻ P1 എന്ന് വിളിക്കാം. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് H rho g ആണ്. ഈ H എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്.
അപ്പം ഈ P1 തന്നിരിക്കുന്നു. P1 ഈസ് ഗിവൺ ആസ് 3P. സോ യു പുട്ട് 3P ഹിയർ. P പ്ലസ് H rho g തരുമ്പോൾ വാട്ട് ഈസ് H rho g? അത് 2P കിട്ടും. ക്ലിയർ? ഇനി അടുത്ത പോയിന്റ് പറയട്ടെ. വാട്ടർ ഈസ് ഡ്രോൺ ഔട്ട്. വാട്ടർ ഈസ് ഡ്രോൺ ഔട്ട് ടിൽ ദ ലെവൽ ഓഫ് വാട്ടർ ഈസ് ലോവേർഡ് ബൈ 1/5. ഇവിടെ പലപ്പോഴും ഒരു അബദ്ധം പറ്റുന്നത് എന്താണെന്നറിയാമോ? ഈ 1/5 എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ഇനി 1/5 ഉള്ളൂ വാട്ടർ എന്ന്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ വെള്ളത്തിലായി. ശരിക്കും എന്താണ്? വാട്ടർ കുറയ്ക്കുന്നു. എത്ര കുറയ്ക്കുന്നു? 1/5 കുറയ്ക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന H ആണെങ്കിൽ അതിന്ന് Hന്റെ 1/5 കുറയ്ക്കണം. അതായത് H/5 കുറയ്ക്കണം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും എന്ന് പറയാം? അത് 4H/5 ആയിരിക്കും. അപ്പം ഇനിയുള്ളത് 4H/5 ആണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ കിട്ടി. അപ്പോൾ ഞാനിവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. H rho g ഈക്വൽ ടു 2P കിട്ടി. ഇനി പുതിയ പ്രഷറിനെ ഞാൻ P2 എന്ന് വിളിക്കാം. അത് P പ്ലസ് H എത്രയാണ് മക്കളെ? 4H/5 ഇൻറ്റു റോ ജി ആണ്. ഇതിൽ H rho gക്ക് 2P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P പ്ലസ് 4/5 ഇൻറ്റു 2P. ദിസ് വിൽ ഗിവ് യു 4 ഇൻറ്റു 2 8. 8/5 ആണ്. 8/5ന് നിങ്ങൾക്ക് 13/5P എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് 13P/5. അടിപൊളി. ഓൾറൈറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പത്തനംതിട്ട ഉണ്ട്. പത്തനംതിട്ട നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. 13th one. A vessel of water is placed on the floor of an elevator. How does the pressure at the bottom of the vessel change if the elevator moves up with the uniform acceleration? മക്കളെ ഇപ്പം നമ്മൾ പഠിച്ചതാണ് പ്രഷർ ഈസ് ഗിവൺ ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് H rho g ആണ്. ഇത് ആ വെസൽ റെസ്റ്റിലായിരിക്കുമ്പോഴാണ്. പക്ഷേ ഇത് ആക്സലേഷൻ ഉണ്ട്. എങ്ങോട്ടാന്ന് നോക്ക്? മൂവിങ് അപ്പ് ആണ്. വെനെവർ സംതിങ് ഈസ് മൂവിങ് അപ്പ്, വാട്ട് ടു ഡു? നിങ്ങൾക്ക് ജിക്ക് പകരം എന്ത് എഴുതണമെന്ന് പഠിച്ചിട്ടുണ്ടോ? G+A എഴുതാം. ജിക്ക് പകരം G+A. മുകളിലേക്കാണെങ്കിൽ. താഴേക്കാണെങ്കിലോ G-A. ഫ്രീ ഫോൾ ആണെങ്കിലോ G-G. ഈ 3 പോയിന്റ് പഠിച്ചാൽ മതി. അപ്പം പുതിയ പ്രഷർ നമുക്ക് എഴുതാം. P' എന്ന് വിളിക്കാം അതിന്. P' ഈസ് ഈക്വൽ ടു PA പ്ലസ് H rho ഇൻറ്റു G. അപ്വേർഡ് ആക്സിലേഷൻ ആയതുകൊണ്ട് G+A. So this is actually PA plus H rho g plus H rho A ആണ്. അപ്പോൾ നോക്കൂ മക്കളെ, എക്സ്ട്രാ വരുന്ന ടേം എന്താണ്? H rho g അല്ല, H rho A. ദാറ്റ് ഈസ് H rho ഇൻറ്റു A. ഈ ടേം ആണ് അവിടെ അധികമായിട്ട് വരുന്നത്. ഇത്രയും പ്രഷർ. അപ്പം മുകളിലേക്ക് ആക്സലേഷൻ നടക്കുമ്പോൾ അതിൻ്റെ പ്രഷർ H rho A ഇൻക്രീസസ് ബൈ H rho. ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ്. ഓക്കെ. അടുത്തത് ഇതൊരു ഇത്തിരി കാൽക്കുലേഷൻ പണി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആൻ അയൺ റോഡ് ഓഫ് ലെങ്ത് 50 സെന്റിമീറ്റർ നടക്കുന്നില്ല ഈസ് ജോയിൻഡ് അറ്റ് ആൻ എൻഡ് ടു ആൻ അലൂമിനിയം റോഡ് ഓഫ് ലെങ്ത് 100 സെന്റിമീറ്റർ. അപ്പം ഞാൻ പറയട്ടെ, ഇവിടെ സംഭവിക്കുന്നത് അയൺ റോഡ് ഉണ്ട് ഇവിടെ, അത് 50 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ ഒരു അലൂമിനിയം റോഡ് കൂടെ ജോയിൻ ചെയ്തു. അയൺ റോഡിൻ്റെ ലെങ്ത്ത് 50 സെന്റിമീറ്റർ ആണ്. അയൺ റോഡിൻ്റെത് ഇത് അയൺ. അലൂമിനിയത്തിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആക്ച്വൽ ലെങ്ത്ത് 150 സെന്റിമീറ്റർ ആണ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങളോട് ചോദിക്കുന്നത് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അത് എത്രയായിരിക്കും? സോ ടെമ്പറേച്ചർ ഹാസ് ചേഞ്ച്ഡ് ഫ്രം 20 to 80. സോ ദർ ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഓഫ് 80. എന്ത് ചെയ്യണം? ഇവിടെ നോക്കാം, നമുക്ക് ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണം. തെർമൽ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എൽ ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി ആണ്. ആദ്യം നിങ്ങൾക്കിതിൽ അയണിൻ്റെത് കണ്ടുപിടിക്കാം. അയണിൻ്റെ ലെങ്ത് 50 ആണ്. അയണിൻ്റെ ആൽഫ തന്നിട്ടുണ്ട് 12 ഇൻറ്റു 10⁻⁻6. ഡെൽറ്റ ടി 8 ആണ്. സോ ദിസ് വിൽ ഗിവ് യു 10 will cut here this to -4, then 12 5s are 60,
This will give you 480 into 10 raised to minus 4. ഇത് 0.048 സെന്റിമീറ്റർ ആണ്. ഇത് അയണിന്റെ ഇലോങ്ങേഷൻ ആണ്. ഇതുപോലെ ഇനി അലൂമിനിയത്തിന്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെറ്റ് us do that. ഡെൽറ്റ ഓഫ് എൽ ഓഫ് അലൂമിനിയം, അലൂമിനിയത്തിന് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു അതിൻ്റെ ലെങ്ത് 100 സെൻറ്റിമീറ്റർ ആണ് ഇൻറ്റു അതിൻ്റെ തെർമൽ കോഎഫിഷ്യൻ്റ് 24 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6, ടെമ്പറേച്ചർ ചേഞ്ച് 8 ആണ്. ഓക്കെ, ദിസ് വിൽ ഗിവ് യു, കറക്റ്റ് അല്ലേ? യെസ്, 24 ചേഞ്ച് 80 ആണ്, ഒറിജിനൽ ലെങ്ത് 100 ആണ്. സോ യു ക്യാൻ സി 1 2 3 പോകും, ഇവിടെ -3 കിട്ടും. 8 ഇൻറ്റു 24 അത് 192 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ആണ്, വിച്ച് ഈസ് ആക്ച്വലി 0.192 സെൻറ്റിമീറ്റർ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഇലോങ്ങേഷൻ? അത് ഡെൽറ്റ എൽ ഓഫ് അയൺ പ്ലസ് ഡെൽറ്റ എൽ ഓഫ് അലൂമിനിയം. നമ്മൾ കണ്ടുപിടിച്ചത് 0.048ഉം 0.048 പ്ലസ് 0.192 ആണ്. ആഡ് ചെയ്താൽ 8 + 2 0. യു വിൽ ഗെറ്റ് 0.240 സെൻറ്റിമീറ്റർ. എന്താ സംഭവിച്ചത്? നേരത്തെ 150 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇപ്പോൾ അതിൽ 0.24ൻ്റെ അഡീഷൻ ഉണ്ടായിട്ടുണ്ട്, തെർമൽ എലോങ്ങേഷൻ ആണ്. സോ ദ ആൻസർ 150.24 ആണ്. ഇത്തിരി കാൽക്കുലേഷൻ ഉണ്ടെന്നല്ലാതെ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓപ്ഷൻ 4 ആണ്. 14th വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. അനന്ത് സാറിനെ കണ്ടു ഞങ്ങൾ ഇന്ന്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. അനന്ത് സാറിനെ കണ്ടല്ലോ, സന്തോഷം. അനന്ത് സാറിനും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ളത് അങ്ങനെ ആശംസിക്കുന്നു. ഗുഡ്. വേറെ ആരൊക്കെയാണ് കണ്ടത്? സൈലത്തിൻ്റെ ഒരു വലിയ ടീം ത്രൂ ഔട്ട് കേരളം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടവരും കണ്ടു പരിചയമില്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. ഹോപ്പ് യു ഹാവ് മെറ്റ് ദം ഓൾ. അടുത്ത പ്രാവശ്യം എക്സാമിന് വരുമ്പോൾ ഒരു പക്ഷേ നമുക്കും കാണാൻ പറ്റുമായിരിക്കും. മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 15. A thermally insulated vessel contain an ideal gas of molecular mass m and ratio of specific heat gamma. Thermodynamics ആണ്. It's moving with the speed v and it is suddenly brought to rest. ഒരു ബോക്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, പെട്ടെന്ന് അത് നിന്നു. അസ്യൂമിങ് നോ ഹീറ്റ് ഈസ് ലോസ്റ്റ് ടു ദ സറൗണ്ടിങ്സ്. ഇതിൽ നിന്ന് സാധാരണ ഒരു ബോക്സോ ഒരു വണ്ടിയൊക്കെ നമ്മൾ നിർത്തുമ്പം അവിടെ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, സറൗണ്ടിങ്ങിലേക്ക് പോകും. പക്ഷെ ഇത് സറൗണ്ടിങ്ങിലേക്ക് പോകാതെ ആ ഹീറ്റ് ഈ മെറ്റീരിയൽ തന്നെ അബ്സോർബ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അതായത് ഇതിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നില്ലേ, ഇതിൻ്റെ കൈനറ്റിക് എനർജി ½ m² ആണ്, വേറെ m is the mass of the whole gas. ഇതെന്തായിട്ടാണ് മാറുന്നതെന്ന് അറിയാമോ? ഇത് ചേഞ്ച് ഇൻ ദ ഇന്റേണൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, ഇനി മക്കൾ നോക്കണേ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രോസസ് ആണെങ്കിലും NCV ΔT ആണ്. നിങ്ങളോട് പറയുന്നത് ഈ ΔT കണ്ടുപിടിക്കണം. സോ ഹൗ ഡു വി ഡു ദാറ്റ് വൺ? അതിന് വേണ്ടത് ഈ ഗാമ എവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി CVക്ക് R/Γ-1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് പഠിക്കാം. അതാണ് ഓപ്ഷനിലൊക്കെ Γ-1 എന്ന് കിടക്കുന്നത്, R/Γ-1. അപ്പോൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ½ mv² = n ഇൻറ്റു R/Γ-1 ഇൻറ്റു ΔT. ഇതിന്ന് ΔT കണ്ടുപിടിക്കണം. ΔT = mv² ഇൻറ്റു Γ-1 ഡിവൈഡഡ് ബൈ 2nr കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഓപ്ഷനിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഓപ്ഷനിൽ മാസിൻ്റെ ടേം സ്മോൾ ലെറ്ററിന് പകരം ക്യാപിറ്റലായി മാറിയതാണോ? അല്ല. ഈ m എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ മാസ് അല്ല, മോളാർ മാസ് ആണ്. മക്കൾ ഇവിടെ നോക്ക്, ഈ m മാസ് ഓഫ് ഗ്യാസ് ആണ്, അതിന് n കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? മാസിനെ നമ്പർ ഓഫ് മോൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് എന്താണ്? അതാണ് മോളാർ മാസ്. മാസ് ഓഫ് ദ ഗ്യാസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മോളാർ മാസ്. നിങ്ങളുടെ മാസിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ മോളാർ മാസ് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്തായിട്ട് മാറും നോക്കൂ. ആൻസർ ഞാൻ ഇവിടെ എഴുതാം, mv² ഇൻറ്റു Γ-1 ഡിവൈഡ് ബൈ 2r എന്നുള്ള ആൻസർ കിട്ടും. അത് മാച്ച് ആവുന്ന ഏതായിട്ടാന്ന് പറയാം, അത് ഓപ്ഷൻ 3 ആയിട്ട് മാച്ച് ആവും.
പെരിന്തൽമണ്ണ കോഴിക്കോട് ഉണ്ടായിരുന്നു അനന്ത് സാർ. യെസ് യെസ്, ഞാൻ അവിടെ ആരും വന്നില്ല. എവിടെ ടീച്ചേഴ്സ് ആരും വന്നില്ലേ? അങ്ങനെ വരില്ലല്ലോ, എല്ലായിടത്തും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അശോക് സാർ, RRP സാർ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഗായത്രി, ഡോണ്ട് വറി, എല്ലാവരും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ വിട്ട് നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. സൈലം is for you. The temperature of a gas contained in closed vessel at constant volume increases by 1 degree Celsius when the pressure increases by 1%. കണ്ടോ, ഒരെണ്ണം 1 degree Celsius ആണ്, മറ്റൊന്ന് 1% ആണ്. മക്കളെ, തെർമോഡൈനാമിക്സിലെ ഇക്വേഷനുകളിൽ ഒന്നും ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഉപയോഗിക്കില്ല, കെൽവിനിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നോക്കണം, ഇവിടെ ഇൻക്രീസസ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് അല്ലേ. ഈ ചേഞ്ച് 1 degree Celsius എന്ന് പറഞ്ഞാൽ അത് 1 കെൽവിനുമാണ്. ചേഞ്ച് ആണെങ്കിൽ ഡിഗ്രി സെൽഷ്യസും കെൽവിനും വെക്കലാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കണം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കുക. PV = nRT അല്ലേ. ക്ലോസ്ഡ് വെസൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടോ? ക്ലോസ്ഡ് വെസൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വോളിയം കോൺസ്റ്റന്റ് ആണ്. പിന്നെ ചേഞ്ച് ചെയ്യുന്ന ആരൊക്കെയാണ്? പ്രഷറും ടെമ്പറേച്ചറുമാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ V കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ് ആണെങ്കിൽ P പ്രപ്പോർഷണൽ ടു T അല്ലേ. അല്ലേ, V കോൺസ്റ്റന്റ് ആണ്, N കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ്. ഇപ്പൊ Pയും Tയും പ്രപ്പോർഷണൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈക്വൽ ആണ്. ഡെൽറ്റ P/P എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡെൽറ്റ T/T ഈക്വൽ ആയിരിക്കണം. രണ്ടും പ്രപ്പോർഷണൽ ആണെങ്കിൽ അങ്ങനെയാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡും നിങ്ങളുടെ വെയിറ്റും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് കിട്ടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. 1% കൂടുതൽ കഴിച്ചാൽ 1% കൂടുതൽ വെയിറ്റ് വരും. സിമ്പിൾ ലോജിക്കാണ്. വോളിയം കോൺസ്റ്റന്റ്. ഉണ്ണി സാർ വന്നു കൊല്ലത്ത്, ദാറ്റ്സ് അഗെയിൻ ഗ്രേറ്റ്. ഡോക്ടർ ആനന്ദു സാർ വന്നു. അഫ്നാസ് ആൻഡ് ജെസിമോൻ സാർ വന്നു. ഗുഡ്, നൈസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഈ ഡെൽറ്റ P/P എന്താണ് നോക്കൂ? പെർസെൻറ്റേജ് എറർ ആണ് 1. അപ്പൊ ഡെൽറ്റ P/P എത്രയാ നോക്കൂ? അത് 1/100 ആണ്. ഡെൽറ്റ T/T, ഈ ഡെൽറ്റ T എത്രയാ നോക്കൂ? അത് 1/T ആണ്. സോ ഈ ക്രോസ് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് വേണ്ടത് T ആണ്. സോ T വിൽ ബി ഈക്വൽ ടു 100 കെൽവിൻ. T 100 കെൽവിൻ ആണ്, 100K ആണ്, 100K. ഓക്കെ, 100K. സൈലത്തിന്റെ ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സ് 300K ആയി, 300K ആയി. ബട്ട് നോട്ട് എ കെൽവിൻ K, ഇറ്റ് ഇസ് കിലോ K. മക്കളെ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോളിക്യൂൾസ് ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഹാവ് RMS വെലോസിറ്റി. RMS വെലോസിറ്റി എന്ന് പറയുമ്പോൾ ചാടിക്കേറി ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയേക്കാം. √3RT/m. ശരിയല്ലേ? ഇതാണ് ആ ഇക്വേഷൻ. ഇനി ഇതിൽ പ്രഷർ മാറ്റി യാതൊരു റിലേഷനും ഇല്ല. അപ്പൊ പ്രഷർ മാറിയത് കൊണ്ട് RMS വെലോസിറ്റി മാറുന്നില്ല. ടെമ്പറേച്ചർ മാറിയാൽ മാത്രമാണ് RMS വെലോസിറ്റി മാറുന്നത്. സോ ഐ ക്യാൻ സേ RMS വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ഫോർ എ ഗിവൺ ഗ്യാസ്. ജിംഗിലാല. ഓക്കെ, ഇവിടെ രണ്ട് വെലോസിറ്റിയാ ചോദിച്ചതെങ്കിൽ എപ്പോഴും V2/V1 ഈക്വൽ ടു റൂട്ട് ഓഫ് T2/T1 എന്ന് എഴുതാം. സോ വാട്ട് ഈസ് V2? V1 തന്നിരിക്കുന്നത് 200 ആണ്, ഇൻറ്റു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ഏത് യൂണിറ്റിൽ വേണം? കെൽവിനിൽ വേണം. സോ സെക്കൻഡ് ടെമ്പറേച്ചർ ആണ് T2. സെക്കൻഡ് ടെമ്പറേച്ചർ 127 + 273 ചെയ്യണം. ഫസ്റ്റ് ടെമ്പറേച്ചർ എത്രയായിരുന്നു? 27 + 273 ചെയ്യണം. സോ ദിസ് ഗിവ് യു 200 ഇൻറ്റു റൂട്ട് ഓഫ് 400/300. 4/3. റൂട്ട് ഓഫ് 4/3 എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 400/√3. ഓപ്ഷൻ ബി ആൻസർ കിട്ടും. നമുക്ക് മാർക്ക് കിട്ടി. ഹാപ്പി, ഒരെണ്ണം ശരിയായി അല്ലേ? ഒരെണ്ണം ശരിയായി. മാധവ് സാർ വന്നു പാലക്കാട്. വെരി ഗുഡ്. യു മസ്റ്റ് ബി ഹാപ്പി ടു സീ ഹിം അല്ലേ? യെസ്. അടുത്തത്, a spring with 10 coil has a spring constant K. It is exactly cut into 2 halves. Then the spring constant of each piece. മക്കൾ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അറിയാമല്ലോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത്. അപ്പം ലെങ്ത് പകുതിയാവുന്നു അല്ലേ? വലിയൊരു സ്പ്രിങ്ങിന്
എങ്ങനെയുണ്ട് മക്കളെ എൻ്റെ സ്പ്രിങ്? അടിപൊളിയല്ലേ സ്പ്രിങ്? ഇതിനെ നമ്മൾ രണ്ടായിട്ട്, അപ്പോൾ ചിലർ ചോദിക്കുക സാർ ഇതിൽ 10 കോയിൽസ് ആണ്, 1 2 3 4 5 6 7 8 9 ഉള്ളൂ, അപ്പോൾ അത് 10 ആക്കിയേക്കാം. ഞാൻ ഇവിടെ ഒരു 10. ഇതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് നോക്കൂ, അതിൻ്റെ ലെങ്ത് L ആണ്. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? L/2. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? L/2. ലെങ്ത് പകുതി ആയാൽ കോൺസ്റ്റന്റ് ഡബിൾ ആകണം. ഇതിൻ്റെ കോൺസ്റ്റന്റ് എത്രയായിരിക്കണം? 2K. ഇതിൻ്റെ കോൺസ്റ്റന്റ് എത്രയായിരിക്കണം? 2K. സോ ലെങ്ത് പകുതി ആയാൽ അത് ഡബിൾ ആകും. ലെങ്ത് 1/10 ആക്കിയാൽ, അതായത് ഒരു സ്പ്രിങ്ങിനെ നമ്മൾ 10 ഈക്വൽ പീസസ് ആക്കിയാൽ ഒരെണ്ണത്തിൻ്റെ കോൺസ്റ്റന്റ് 10K ആയിട്ട് മാറും. 19th വൺ, വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. മക്കൾ നോക്കണം, പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. ഒരു ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാറ്, A sin kx മൈനസ് ഒമേഗ ടി. ഇത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഇക്വേഷനാണ്, ട്രാവൽ ചെയ്യുന്ന വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പോസിറ്റീവ് എക്സ് ആവണം എങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ അകത്തൊരു മൈനസ് സൈൻ വേണം. നെഗറ്റീവ് എക്സ് ആണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് പോസിറ്റീവ് സൈൻ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യത്തത് വേണ്ട എന്ന് പറയാം, കാരണം അതിൻ്റെ ഉള്ളിൽ പ്ലസ് ആണ്. ഈ പ്ലസ് സൈൻ കാണിക്കുന്നത് ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. നിങ്ങൾക്ക് 2 3 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ആൻസർ. ഇനി ഇതിൽ എ എന്ന് വെച്ചാൽ എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ് അവിടെ തന്നിരിക്കുന്ന 1 മീറ്റർ. കെ എന്ന് പറയുന്നത് 2π ഡിവൈഡ് ബൈ വേവ് ലെങ്ത് ആണ്. അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്. അപ്പോൾ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2π ബൈ വേവ് ലെങ്ത് തന്നിട്ടുണ്ടോ നോക്കി, ഇവിടെ 2π മീറ്റർ ആണ്. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്? 1. ഇനി 2π ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ്? 1/π ആണ്. അപ്പം ഒമേഗയുടെ വാല്യൂ എത്രയാണ്? 2. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പൊരിച്ചേക്കാം. സോ ആംപ്ലിറ്റ്യൂഡ് 1, ഇക്വേഷൻ സൈൻ, കെയുടെ വാല്യൂ 1, അപ്പോൾ എക്സ് മൈനസ് ഒമേഗയുടെ വാല്യൂ 2t. ഇതാണ്. അപ്പോൾ 1 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 2t എന്നുള്ള ഓപ്ഷൻ 2 ആണ്. ഡയറക്റ്റ്ലി ഇക്വേഷൻ പഠിക്കുന്ന ആർക്കും ഇത് സോൾവ് ചെയ്യാം. നിങ്ങളും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. മക്കളെ ചെയ്തോ? നിങ്ങൾക്കിത് ചെയ്തോ? നിങ്ങൾക്കിത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ദ ആൻസർ? യാ, സോ മെനി ഓഫ് ദം. മുഹമ്മദ് ഷാനീജ്, ദേവാനം പ്രിയ, അൽഹംദുലില്ലാ, അൽസന, ചിക്കു, ഗോപിക, അക്ഷര, ഐശ്വര്യ. സോ ഹാപ്പി ദാറ്റ് യു ഗോട്ട് ദ റൈറ്റ് ആൻസർ. മക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? നിങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒന്ന് ഇതാണ്, പിന്നെ മറ്റൊന്ന് അറിയാമല്ലോ. എന്താണ്? what is special today? What is special today? പിന്നെ ഇപ്പൊ പല സാധനങ്ങളുണ്ട്, ഏതാണ്ട് സ്റ്റാമ്പ് പോലത്തെ സാധനങ്ങൾ, ആരും ഇങ്ങനെ കിറങ്ങി നടക്കാനുള്ള പല സാധനങ്ങളും അവൈലബിൾ ആണ്. ഇതിലൊന്നും വീഴാതെ നേരെ നടക്കണം എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഓക്കെ മക്കളെ? യാ, നോ ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ്. ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് നല്ല ശക്തമായിട്ട് പറയണം, അത് വിശ്വസിക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇങ്ങനെ വിചാരിക്കണം, ഞാനിത് ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കണം എന്ന് തോന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇത് ഉപയോഗിച്ച ആരും സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത്. എനിവേ, അൺചാർജ്ഡ് മെറ്റൽ ഒബ്ജക്റ്റ് എം, ഇതിൽ കാണുന്ന എം അൺചാർജ്ഡ് ആണ്, എസ് ചാർജ്ഡ് ആണ്. അടുത്ത് കൊണ്ടുവച്ച് എന്താ സംഭവിക്കുന്നത്? എസ് ചാർജ്ഡ് ആണ്, ഇത് നിറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ട്. എം അൺചാർജ്ഡ് ആണെങ്കിൽ പോളറൈസേഷൻ നടക്കും, ഇൻഡക്ഷൻ നടക്കും. ഇൻഡക്ഷൻ നടക്കുമ്പം നിയർ സൈഡിൽ നെഗറ്റീവും ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി അപ്പം എമ്മിന് മാറ്റം വരും. വാട്ട് എവർ എസ്, ഈ ചാർജസിൻ്റെ, കാരണം അതൊരു ഡൈപോൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ആ ഡൈപോളിന് ഇലക്ട്രിക് ഫീൽഡാണ് ഈ ബോഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചാർജിൻ്റെ ഇൻസൈഡിൽ ഒരു റീ അറേഞ്ച്മെൻറ്റ് നടന്ന് ഈ പോസിറ്റീവ് ചാർജസ് ഒക്കെ ഈ സൈഡിലേക്ക് വരാനും ഇവിടെ നെഗറ്റീവ് ചാർജസിൻ്റെ ഒരു അക്യുമുലേഷൻ ഉണ്ടാവാനും മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സാധിക്കാം. അതുകൊണ്ടാണ് ഓപ്ഷൻ 4 ആണ് ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. കറക്റ്റ് ആവാനാണെങ്കിൽ 4th വൺ മാത്രമാണ് കറക്റ്റ്. ഓക്കെ മക്കളെ, അടുത്തത് 21.
two electric charges 12 microcoulomb and minus 6 microcoulomb are placed 20 centimeter apart in air. നമ്മൾ നോക്കാം, രണ്ട് ചാർജുകൾ എടുക്കാം. ഇത് 12 മൈക്രോകൂലം, ഇത് -6 ആണ്. ഈ ലൈൻ ജോയിനിങ്ങിൽ there will be a point P. എവിടെയാണ് ആ പോയിന്റ്? ഇൻ ദ ലൈൻ ജോയിനിങ്. ഈ രണ്ട് ലൈനിന്, ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിലാണ് ആൻഡ് ഔട്ട്സൈഡ് ദ റീജിയൻ ആണ്. എന്താണ് ഔട്ട്സൈഡ് ദ റീജിയൻ എന്ന് പറയുന്നത്? ഇതിന്റെ ഇടയിലല്ല, പുറത്താണ്. ഇത് എവിടെയായിരിക്കും? എവിടെയാണ് പൊട്ടൻഷ്യൽ സീറോ ആവാൻ സാധ്യത? നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ this 12 has got a high potential, this -6 will have a low potential, they cannot cancel. പക്ഷേ ആ പോയിന്റ് ഇവിടെയാണെങ്കിൽ -6ന്റെ ചെറിയ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ 12ന്റെ പൊട്ടൻഷ്യലിനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. സോ പോയിന്റ് പി വി ഇവിടെ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി? അത് 0 ആണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് k into 12 ഡിവൈഡഡ് ബൈ 20 പ്ലസ് എക്സ്. മനസ്സിലായോ പറഞ്ഞത്? 12 മൈക്രോകൂലംബ്, ഇത് 20 ആണ്. അപ്പം 12ൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 20 പ്ലസ് എക്സ്, അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. പ്ലസ് കെ ഇൻറ്റു -6 മൈക്രോകൂലം ബൈ എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? 0ക്ക് ഈക്വൽ ആയിരിക്കണം. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടണമല്ലോ. ഇത് സിമിലറായ ടേംസ് ഒക്കെ നിങ്ങൾക്ക് കളയാം. 12 മൈക്രോകൂലം കെ ഒക്കെ കളയാം. This will give you 12 by 20 plus x on the left side and 6 by x on the other side. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഈ 6 12നെ 2 ടൈംസ് കട്ട് ചെയ്യുന്നു. സോ ദിസ് വിൽ ഗിവ് യു, ഞാൻ ഇവിടെ എഴുതാം, 2x ഈക്വൽ ടു 20 പ്ലസ് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടണം? 20 കിട്ടണം. ഓപ്ഷൻ 20 സെൻറ്റിമീറ്റർ ആണ്, പക്ഷെ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക 0.2 മീറ്റർ കിട്ടും. മക്കൾ ചെയ്തല്ലോ അല്ലേ? ജാബിർ സാർ, ഹായ്, ഗ്രേറ്റ്. ഓക്കെ മക്കളെ, ജാബിർ സാറുണ്ട്, ചാറ്റ് ചെയ്തോളൂ. ജാബിർ സാറോട് 1-2 ചോദ്യം ഞാൻ ചോദിക്കാം. ആൻ ഇലക്ട്രിക് സെൽ ഓഫ് EMF ഇ എന്നോ എപ്സിലോന്നോ വായിച്ചോളൂ, നോ ഇഷ്യൂ ഇൻ ദാറ്റ് വൺ. ഈസ് കണക്റ്റഡ് അക്രോസ് എ കോപ്പർ വയർ. ഓക്കെ, നമ്മുടെ കയ്യിലൊരു കോപ്പർ വയർ, ഇറ്റ് ഇസ് എ കോപ്പർ വയർ. ഇതിൽ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. ഈ കണക്റ്റഡ് സെൽ, definitely a current will flow. And the equation of current in terms of drift velocity is given by I is equal to number density, area, drift speed, charge of the electron. Clear അല്ലേ? ഇനി ഇതിലെ കോപ്പർ മെറ്റീരിയലിന് കോൺസ്റ്റന്റ് ആയ കാര്യമാണ്, നമ്പർ ഡെൻസിറ്റി കോപ്പറിന് കോൺസ്റ്റന്റ് ആയിരിക്കണം. ചോദ്യം എന്താണ്? ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് ചേഞ്ച് ടു 12. സാധാരണ സ്ട്രെച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് സ്ട്രെച്ചിങ് ഒന്നൊന്നുമില്ല, ആ ലെങ്ത് ഡബിൾ ആക്കി വേറൊരു കണ്ടക്ടർ അവിടെ കൊണ്ടുവച്ചു, റീപ്ലേസ് ചെയ്തു. എന്നിട്ട് സെയിം ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ കറണ്ട് എത്രയായിരിക്കണം? നിങ്ങൾ നോക്കണം, റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് റോ ഇൻറ്റു എൽ ബൈ എ. സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് അല്ലേ? അപ്പോൾ ലെങ്ത് ഡബിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡബിൾ ആയി. റെസിസ്റ്റൻസ് ഡബിൾ ചെയ്താൽ കറണ്ട് എന്തായിട്ട് മാറും? അപ്പം ഞാനിങ്ങനെ സൈഡിൽ എഴുതി തരാം, നോക്കൂ. ക്വിക്കായിട്ട് സോൾവ് ചെയ്തു പോകണം. ഇത് ഇക്വേഷൻ എഴുതി ചെയ്യാൻ നമുക്ക് സമയമില്ലല്ലോ. ഞാനിങ്ങനെ പറയാം, ലെങ്ത് 2L ആയി, റെസിസ്റ്റൻസ് എത്രയായിട്ട് മാറി? 2R ആയിട്ട് മാറി. I എത്രയായിട്ട് മാറി? I/2 ആയിട്ട് മാറി. ഇനി നോക്ക്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് മാറ്റമില്ല, നമ്പർ ഡെൻസിറ്റിക്ക് മാറ്റമില്ല, ചാർജ് ഓഫ് ദി ഇലക്ട്രോണിന് മാറ്റമില്ല, കറണ്ട് പകുതി ആവണം. I/2 ആവണമെങ്കിൽ അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തായിട്ട് മാറണം? ഡ്രിഫ്റ്റ് വെലോസിറ്റി /2 ആയിട്ട് മാറണം. സിമ്പിൾ ലോജിക്കാണ്. ലെങ്ത് ഡബിൾ, റെസിസ്റ്റൻസ് ഡബിൾ, കറണ്ട് ഹാഫ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഹാഫ്. വേറെ ഇക്വേഷൻ എഴുതി കഷ്ടപ്പെടണ്ട. ഓക്കെ മക്കൾ, അടുത്ത് നോക്കാം. A certain length of insulated wire can be bent to form either a single circular loop or a double loop of smaller radius. ഒരു വയർ എടുത്തിട്ട് ഒന്നുകിൽ ഒരു സിംഗിൾ സർക്കിൾ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ ലൂപ്പ് ആക്കാം. റേഡിയസ് എത്രയായിരിക്കും എന്ന് പറയാമോ? ആദ്യത്തതിൻ്റെ റേഡിയസ് R1 ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഈക്വൽ ടു 2πr1 എന്ന് പറയാം. പക്ഷെ രണ്ടാമത്തെ കേസിൽ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ 2 സർക്കംഫറൻസ് വരുന്നില്ലേ? അപ്പോൾ 2πr
പ്ലസ് 2πr 4πr2 വരാം. ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് 2πr1 ഈക്വൽ ടു 4πr2 ആണ്. സോ ദിസ് വിൽ ഗിവ് യു r1 ഈക്വൽ ടു 2r2 or r2 ഈക്വൽ ടു r1/2. സെയിം വയർ എടുത്ത് 2 ലൂപ്പ് ഉണ്ടാക്കിയാൽ റേഡിയസിന് എന്ത് പറ്റും? ഒരു ലൂപ്പിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അടുത്ത 2 ലൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് r/2 ആയിരിക്കും. 10 ലൂപ്പ് ഉണ്ടാക്കിയാൽ r/10 ആയിരിക്കും. ക്ലിയർ അല്ലേ? ചോദ്യം, റേഷ്യോ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ദ സെന്റർ ഇൻ കേസ് 1 ടു ദാറ്റ് ഇൻ കേസ് 2 ആണ്. P1 എന്ന് പറഞ്ഞാൽ μ0I ഡിവൈഡ് ബൈ 2r1 ആണ്. P2 ഈക്വൽ ടു 2 ടേൺ ഇല്ലേ, അപ്പോൾ 2 ടൈംസ് μ0I ഡിവൈഡ് ബൈ 2 ഇൻറ്റു r2 എന്ന് പറയുന്നത് r1/2 ആണ്. സോ ദിസ് വിൽ ഗിവ് യു 4 ഇൻറ്റു μ0I ഡിവൈഡഡ് ബൈ 2r1. സോ 2 ടേൺ വരുമ്പോൾ അത് 2 ടൈംസ് അല്ല ആവുന്നത്, അത് 4 ടൈംസ് ആവും. ദാറ്റ് മീൻസ് n ടേൺസ് ഉണ്ടാക്കിയാൽ n സ്ക്വയർ ടൈംസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അതുകൊണ്ട് റേഷ്യോ 1:4 ആണ്, 1:2 അല്ല. റേഡിയസ് പകുതിയാവുന്നത് പ്ലസ് നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആവുന്നത്. അങ്ങനെ 2 ഇഫക്റ്റ് ഉണ്ടാവുന്നു. സോ ആൻസർ 1:4. സെറ്റ് അല്ലേ? ജാബിർ സാറിനോട് പത്തനംതിട്ടയ്ക്ക് ചെല്ലാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് എക്സാമിന്. ശരി, അടുത്തത്. A steel wire of length L has a magnetic moment M. It is bent at its middle point at an angle of 60 degree. Then the magnetic moment of new shape of wire will be. എന്താ ചെയ്യേണ്ടത്? സാധാരണ ഒരു സ്റ്റീൽ വയർ എടുക്കൂ. ഇതിൻ്റെ 2 പോളുകളുണ്ടാവും. നോർത്ത് സൗത്ത് പോളുണ്ട്. 2 പോളിന് പോൾ സ്ട്രെങ്ത് ഉണ്ട്. ഇതിനൊരു ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് 2 മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. ഇതിന് ഒരു നോർത്ത് പോൾ, ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോളും, ഇവിടെ ഒരു നോർത്ത് പോൾ, ഇവിടെ ഒരു സൗത്ത് പോൾ, അങ്ങനെ 2 മൊമെന്റ് ആയിട്ട് മാറും. ക്ലിയർ? ഞാൻ അതിൻ്റെ പൊളാരിറ്റി ഒന്ന് മാറ്റി എഴുതിക്കോട്ടെ, എനിക്ക് വെക്റ്റർ വരയ്ക്കാനുള്ള എളുപ്പത്തിന്. സോ ദാറ്റ് ദിസ് വിൽ നോട്ട് കൺഫ്യൂസ് മീ. ഇത് സൗത്ത് നോർത്ത്, ഇതാണ് ഇതിൻ്റെ മൊമെന്റ് വെക്റ്റർ. ഇവിടെ സൗത്ത് കൊടുക്കാം, ഇവിടെ നോർത്ത് കൊടുക്കാം, ഇതൊരു മൊമെന്റ്. ഇവിടെ സൗത്ത് കൊടുക്കാം, ഇവിടെ നോർത്ത് കൊടുക്കാം, ഇത് അടുത്ത മൊമെന്റ്. ഈ മൊമെന്റ് എത്രയായിരിക്കണം? ലെങ്ത് L/2 അല്ലേ? അപ്പം പോൾ സ്ട്രെങ്ത്തിന് മാറ്റമില്ല, ലെങ്ത് L/2 ആവുന്നുണ്ട്. അപ്പോൾ ഒരു പീസിൻ്റെ മൊമെന്റ് എന്ന് പറയുന്നത് m/2 ആണ്. ഇത് m/2 ആയി, ഇതും m/2 ആയി. അപ്പം നിങ്ങളുടെ കയ്യിൽ 2 വെക്ടർ ഉണ്ട്, 2ന്റെ മാഗ്നിറ്റ്യൂഡ് m/2 ആണ്. ആൻഡ് വാട്ട് ഈസ് ആംഗിൾ ഹിയർ? ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് വെക്ടേഴ്സ്? ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്, ഇത് ആംഗിൾ ഇൻ ദെയർ ഫോർവേഡ് ഡിറക്ഷൻ ആണ്. ഈ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കില്ലേ? 120 ഡിഗ്രിയിൽ ഒരു m/2, ഇവിടെ ഒരു m/2 ഉണ്ട്. റിസൾട്ടൻറ്റും m/2 ആയിരിക്കണം. 120 ഡിഗ്രിയിൽ 2 വെക്ടർ എക്സ് ആൻഡ് എക്സ് ആണെങ്കിൽ റിസൾട്ടൻറ്റും, എൻ്റെ ഈ ഡയഗ്രത്തിൽ ഇത് 120 പോലെ തോന്നാത്തത് കൊണ്ടാണ് ഞാനത് 120 ഡിഗ്രി പോലെ വരയ്ക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഒരു വെക്ടർ, ഇതൊരു വെക്ടർ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് m/2 ആയിരിക്കും. ആൻസർ m/2 ആണ്. ഇത് സാധാരണ വയറിനെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ആർക്കാക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അത് കണ്ട് പേടിക്കണ്ട. ഇത് ആർക്കല്ല, 2 സ്ട്രെയിറ്റ് വയറാണ്. അപ്പോൾ വെക്ടർ സം എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. വെക്ടർ സം m/2 ആണ്. യെസ്. 25th, which of the following is responsible for Earth's magnetic field? എർത്തിൻ്റെ അകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് കൊണ്ട് എർത്ത് സ്പിൻ ചെയ്യുമ്പം ഇതും സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിൻ ചെയ്യുന്ന ചാർജാണ് എർത്തിന് മാഗ്നറ്റിസം തരുന്നത്. NCERT വായിച്ചു നോക്കണം. ഡൈനാമോ ഇഫക്റ്റ്. ഇതിന് കാരണം റൊട്ടേഷൻ അല്ല. കാരണം ഈ ചാർജസ് ഇല്ലെങ്കിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്താലും അവിടെ മാഗ്നറ്റിസം ഉണ്ടാവില്ല. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടായ കൺവെക്റ്റീവ് കറണ്ടാണ് മാഗ്നറ്റിസം ഉണ്ടാക്കുന്നത്. അപ്പോൾ റൊട്ടേഷൻ അല്ല, റൊട്ടേഷൻ ഇഫക്റ്റായ കൺവെക്റ്റീവ് കറണ്ടാണ് ആ മാഗ്നറ്റിസം ഉണ്ടാക്കുന്നത്. റൊട്ടേഷന് ഒരു റോൾ ഉണ്ടെന്നല്ലാതെ റൊട്ടേഷൻ കനോട്ട് ക്രിയേറ്റ്. അങ്ങനെ റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ക്രിക്കറ്റ് ബോളിനും ഫുട്ബോളിനും ഒക്കെ, എന്തിന്, എനിക്ക് പോലും റൊട്ടേറ്റ് ചെയ്യുമ്പം മാഗ്നറ്റിസം ഉണ്ടാവണ്ടേ? അത് പോസിബിൾ അല്ല. 26, കണ്ടക്റ്റിംഗ് ലൂപ്പ്. ഇത് മക്കളെ NCERTയിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റൈലിൽ മാറിയെന്ന് മാത്രം നോക്കൂ. കണ്ടക്റ്റിംഗ് ലൂപ്പ് ഹാവിങ് എ
കപ്പാസിറ്റർ ഈസ് മൂവിങ് ഔട്ട്വേർഡ്സ് ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നോക്കണം. ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയട്ടെ. ഈ ഒരു സെക്ഷൻ ഔട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡാണ്, അവിടെ ഇൻഡക്ഷൻ നടക്കില്ല. ക്ലിയർ? ഇനി ഇവിടെ ഇൻഡക്ഷൻ നടക്കില്ല, അതുപോലെ ഇവിടെയും ഇൻഡക്ഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ അപ്പർ എഡ്ജിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് വയർ മൂവിങ് വിത്ത് എ വെലോസിറ്റി വി പാരലൽ ടു ഇറ്റ്സ് ബോഡി. അവിടെ ഇൻഡക്ഷൻ 0 ആയിരിക്കും. പിന്നെ ഇവിടെ ഇൻഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഇൻഡക്ഷൻ നടക്കുന്നത് ഈ ഒരു സൈഡിൽ മാത്രമാണ്. ആ വയർ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ഇൻഡക്ഷൻ ഫിംഗർ. അത് ഈ പേജിന് പെർപെൻഡിക്കുലർ വയ്ക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിന് ഇങ്ങനെ കുത്തി വയ്ക്കുക, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ കാണിക്കുന്നത് ഈ ഡയറക്ഷനിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇൻഡക്ഷൻ നടക്കുന്ന ഏതൊരു വയറും ഒരു ഇ എം എഫിൻ്റെ സോഴ്സാണ്, സോഴ്സ് ഓഫ് ഇ എം എഫ് ആണ്. ഒരു ഇ എം എഫ് സോഴ്സിൽ കറണ്ടിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്? നിങ്ങൾ ഒരു ബാറ്ററി ഇമാജിൻ ചെയ്യുക, ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പറയുന്നത്? ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാന്ന് പറയാറുണ്ട് അല്ലേ? അത് എവിടെയാണ്? അത് ഔട്ട്സൈഡാണ്. ഇതേ കറണ്ട് ബാറ്ററിയുടെ അകത്ത് ഫ്ലോ ചെയ്യുന്നത് മൈനസ് നിന്ന് പ്ലസിലേക്കാണ്. സോഴ്സ് ഓഫ് ഇ എം എഫിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് തന്നെ ഈ വയറിലെ കറണ്ട്, സപ്പോസ് ഇതാ ഈ ലോവർ പോയിന്റിനെ ഞാൻ പി എന്നും അപ്പർ പോയിന്റിനെ ക്യൂ എന്നും വിളിച്ചാൽ കറണ്ട് പി ടു ക്യൂ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം പി നെഗറ്റീവും ക്യൂ പോസിറ്റീവുമാണ്. സോ ക്യൂ ഈസ് കണക്റ്റഡ് ടു ദ അപ്പർ പ്ലേറ്റ് എ, സോ എ ബിക്കം പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരെ പലർക്കും ശരിയാണ്, പക്ഷേ ആ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് എടുക്കുന്നത് തെറ്റിപ്പോകും. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോസ് ഫ്രം negative to positive in the circuit where it is induced. Okay, so answer plate A positive. NCERT il on the question answer undadile plus please go through that one. Xylem sensual drugs day. Xylem offline class enganundu? Flowers lover. Flowers lover, you will love our class. Sure. Yes. മക്കളെ 27th one, alternating EMF is given by equation തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചത് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പം അതിൽ RMS കറണ്ടാണ്. മക്കൾ പഠിക്കണം, ഇഫ് V equal to V0 sin omega t applied, then the current will be equal to V0 by R sin omega t. വേറെ വ്യത്യാസമൊന്നുമില്ല, സൈനും കോസും ഒന്നും മാറുന്നില്ല. സൈൻ തന്നെയാണ് ഇരിക്കുന്നു. കറണ്ടിന് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുക്കുക. ഇഫ് യു വാണ്ട് RMS കറണ്ട്, IRMS ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ VRMSനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. VRMS എന്ന് പറഞ്ഞത് V മാക്സിമം ബൈ √2 ബൈ റെസിസ്റ്റൻസ് ആണ്. സോ V മാക്സിമം ഇവിടെ 300 ആണ്. അതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് 3/√2 ആംപിയർ കിട്ടും. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. NCERTയിൽ വർക്കഡോട് എക്സാമ്പിളുണ്ട്, ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഓപ്ഷൻ 1 3/√2. ഓക്കെ, 27 ക്വസ്റ്റ്യൻസ് ആയി, ഓൾമോസ്റ്റ് 50% ആയല്ലോ. A point source of light is placed in front of a plane mirror. Then ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കണം. നിങ്ങളൊരു പ്ലെയിൻ മിററിന്റെ മുമ്പിൽ ഒരു പോയിന്റ് സോഴ്സ് വെച്ചാൽ ആ മിററിന്റെ അകത്ത് ആ പോയിന്റ് സോഴ്സിന്റെ ഇമേജ് കാണാമല്ലോ. പിക്ചർ കണ്ടില്ലേ? എന്താ അർത്ഥം? എല്ലാ ലൈറ്റ് റേസും ഈ മിററിന്റെ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. ആ പോയിന്റ് ആണ് അതിന്റെ ഇമേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓൾ റേസ്, ഓപ്ഷൻ വായിച്ചിട്ട് പറ. ഓൾ ദ റിഫ്ലക്ടർ മീറ്റ് അറ്റ് എ പോയിന്റ് വെൻ പ്രൊഡ്യൂസ്ഡ് ബാക്ക്വേർഡ്. വേറെ സംശയമൊന്നുമില്ല. ഒരു പെർട്ടിക്കുലർ റേ മാത്രമല്ല, എല്ലാ റേസും പോയിന്റ് സോഴ്സ് ആണ്, അങ്ങനെ റിവേഴ്സ് ആയിട്ട് പോകും. ഒരു വളരെ സിമ്പിളായ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. കുറേ പേര് കറക്കി കുത്തി ഓളെന്ന് അടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്, അങ്ങനെയാണ്. അതിനാണോ 1 എന്ന് തന്നിരിക്കുന്നത്? തെറ്റിപ്പോയോ? ഓക്കെ, അവിടെ തെറ്റിപ്പോയില്ല. ഓൺലി ദ റിഫ്ലക്ടർ ക്ലോസ് ടു ദ നോർമൽ മീറ്റ് അറ്റ് എ പോയിന്റ്. ഇല്ല, അങ്ങനെയല്ല. എല്ലാ റേസും അവിടെ ബാക്കോട്ട് വരും. ബാക്കോട്ട് വരില്ല, നമ്മുടെ സൗകര്യത്തിന് സന്തോഷത്തിന് നമ്മളങ്ങനെ വരയ്ക്കും. മിററിൻ്റെ പുറകിലേക്ക് പോവുമോ മക്കളെ? ഇല്ലല്ലോ, പോവില്ല.
എന്തായാലും അത് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചുമ്മാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മിററിനെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഐ റൈറ്റ് ഇറ്റ് ഓൺ ദ ബോർഡ്. ക്യാൻ വി സീ ലൈറ്റ്? ചലഞ്ച്. ക്യാൻ വി സീ ലൈറ്റ്? നിങ്ങൾക്ക് ലൈറ്റ് കാണാം? ഓർ ഈസ് ലൈറ്റ് വിസിബിൾ? അങ്ങനെയും ചോദിക്കാം. ഈസ് ലൈറ്റ് വിസിബിൾ? ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അതിൻ്റെ പുറകിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് അങ്ങനെ ചുമ്മാ ഒന്നും ചോദിക്കുന്ന ഒരു കാര്യമല്ല. ഈസ് ലൈറ്റ് വിസിബിൾ? ഈസ് ലൈറ്റ് വിസിബിൾ? തിരക്കൊന്നുമില്ല, ആലോചിച്ച് മെല്ലെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ലൈറ്റ് വിസിബിൾ ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. കാരണം ലൈറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. എനിക്ക് ഇത്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അറിയാം. ഈസ് ലൈറ്റ് വിസിബിൾ? യെസ് എന്ന ആൻസർ വരുന്നുണ്ട്, നോ എന്ന ആൻസർ വരുന്നുണ്ട്. ഫ്യൂ പീപ്പിൾ ആർ സെയിങ് നോ, ഫ്യൂ പീപ്പിൾ ആർ സെയിങ് യെസ്. കുറച്ച് കഴിയട്ടെ, പറഞ്ഞുതരാം. ഫോർ എ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ മീഡിയം, ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. മക്കളെ, ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കൈ ത്രോട്ടിൽ പിടിക്കുക, എന്നിട്ട് സംസാരിക്കുക. ഹലോ, ഹായ്, ഹലോ. യു ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ ഓഫ് യുവർ വോക്കൽ കോഡ്സ്. ആ വൈബ്രേഷൻ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയാണ് എൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി. ഇനി ഈ സൗണ്ട് എയറിലൂടെ, പിന്നെ വാട്ടറിലൂടെ, ഗ്ലാസ്സിലൂടെ ഏതിലെ പോയാലും ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. ബാക്കി വെലോസിറ്റി മാറാം, വേവ് ലെങ്ത് മാറും, പക്ഷെ ഫ്രീക്വൻസി ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ സൗണ്ടിന് എന്തൊക്കെ ചെയ്താൽ, ഇപ്പം അമേരിക്കയിൽ നിന്ന് ഒരാൾ നിങ്ങളെ വിളിക്കുമ്പം അമേരിക്കയിൽ ആളുണ്ടാക്കിയ അതേ ഫ്രീക്വൻസിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കേൾക്കുന്നത്. ആ ഒരു സാധനം മാത്രം മാറുന്നില്ല. വോള്യം കൂടാം, ഇൻറ്റൻസിറ്റി കൂടാം, അതിൻ്റെ സ്പീഡ് മാറാം, പക്ഷേ ഫ്രീക്വൻസി ഒരിക്കലും മാറില്ല. വെരി ഗുഡ്. ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച്. ആർക്കെങ്കിലും പീറ്റി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? പിന്നെന്താണ് ഫ്രീക്വൻസി? Path of light can't be seen in air. Okay. മക്കളെ, ലൈറ്റ് ഇൻവിസിബിൾ ആണ്. യു കനോട്ട് സീ ലൈറ്റ്. ലൈറ്റ് ഒരു ഇൻവിസിബിൾ ആയ സാധനമാണ്. ലൈറ്റിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. ലൈറ്റ് ഓരോ സർഫസിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ലൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് മറ്റു ഒബ്ജക്റ്റുകൾ കാണാൻ സാധിക്കുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് ലൈറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ആസ് സച്ച് ഈസ് നോട്ട് വിസിബിൾ. ഇപ്പോൾ ഈ പെണ്ണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ലൈറ്റ് ഉണ്ടെന്നാണ്. അത് മാത്രമല്ല, പെണ്ണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പെണ്ണുണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ പെണ്ണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അവിടെ എന്താ നിങ്ങൾ കാണുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ലൈറ്റ് അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. ലൈറ്റിന് ഇഫക്റ്റ് ചുറ്റും കാണാം. ലൈറ്റ് ഇൻവിസിബിൾ ആണ്. ഈ ലൈറ്റിന്റെ പ്രത്യേകത നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് വേവ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഈസ് 180 ഡിഗ്രി വെൻ ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യുമ്പം 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ആവും. എവിടെയാണ്? ഡെൻസറായ ഒരു മീഡിയത്തിൽ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പം ഗ്ലാസ് ഒരു ഡെൻസർ മീഡിയമാണ്, അവിടെ ലൈറ്റിന്റെ സ്പീഡ് കുറവാണ്. അപ്പം വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ഗ്ലാസ് ഫ്രം എയർ there is a 180 degree phase reversal. Otherwise there is no phase reversal. For example, enters air from water. Rarer മീഡിയത്തിലേക്ക് വരുമ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ല. പക്ഷേ അതൊരു ഡെൻസർ മീഡിയത്തിലേക്ക്, എയർന്ന് ഗ്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ അത് റിഫ്ലക്ട് ചെയ്യും. അവിടെ അതിനൊരു 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ ഉണ്ട്. മക്കളെ, 31 ഡയറക്റ്റ് ഇക്വേഷൻ പറയാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല. An electron of charge E and mass m is accelerated from rest. de Broglie wavelength. de Broglie അല്ല, de Broglie ആണ്. NCERT വായിക്കുക. It should be read as de Broglie. de Broglie എന്നാ പേര്. ഓക്കെ. de Broglie wavelengthന്റെ ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു h by root 2m into q into v ആണ്. സോ ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റൂട്ട് v ആണ്. ഡയറക്റ്റ് ഓപ്ഷൻ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണല്ലോ. കഴിഞ്ഞ എക്സാമിൻ്റെ ഡിസ്കഷനിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കൂ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇല്ല, ലേസർ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഈ ലേസർ പോകുന്ന പാത്തിൽ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് ആ ഒരു പാത്ത് കാണുന്നത്. അതിപ്പം സ്മോക്കുള്ള ഒരു റൂമിൽ ഒരു ടോർച്ച് അടിച്ചാൽ ബീം കാണുന്നത് എന്തുകൊണ്ടാണ്?
ലൈറ്റ് അല്ല കാണുന്നത്, ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് ആ പാർട്ടിക്കിൾസ് ആണ് കാണുന്നത്. ആരും ഒരാൾ കറക്റ്റ്ലി പറഞ്ഞു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലേ പാത്ത് കാണാൻ സാധിക്കുള്ളൂ. ഈ റൂമിൽ ക്ലീൻ എയർ ആണെങ്കിൽ ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചാൽ ബീം കാണില്ല. ഈ മഞ്ഞുള്ള സമയത്ത് സൺലൈറ്റ് ബീമായിട്ട് കാണാൻ എന്താണ് കാരണം? മഞ്ഞാണ് കാരണം. ഓക്കെ മക്കളെ, അടുത്തത് there are n1 photons of frequency nu1 in a beam of light in an equally energetic beam. എന്ന് വെച്ചാൽ എനർജി സെയിം ആണ് മറ്റൊരു ബീമിന്റെ, ഈക്വലി എനർജറ്റിക്. there are n2 photons of frequency nu2. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം n1, അതായത് എനർജി ഈക്വൽ ആണ്, അതാണ് കോൺസെപ്റ്റ്. എനർജി ഈക്വൽ ആണ്, എനർജി ഓഫ് ദ ഫസ്റ്റ് വൺ ഈക്വൽ ടു എനർജി ഓഫ് ദ സെക്കൻഡ് വൺ. n1 ഫോട്ടോൺ ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ഫ്രീക്വൻസി h nu, nu1 ആണ് ഫ്രീക്വൻസി, ഒരെണ്ണത്തിൻ്റെ എനർജി h nu ആണ്. ഇത് തന്നെ ആയിരിക്കണം n2 h nu2. h ക്യാൻസൽ ആയാൽ നിങ്ങൾക്ക് ഓപ്ഷൻ 4 എഴുതാം, n1 by n2 ഈക്വൽ ടു nu2 by nu1. n into nu is a constant. ഈ എക്സാമിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്, ഇത് പിന്നെ റിസൾട്ട് കമ്പൈലേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്താൽ ഈ റിസൾട്ട് കിട്ടും. ഓൾറെഡി കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് സൈറ്റിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രോംപ്റ്റ് ആയിട്ട് നടക്കും. റേഡിയസ് ഓഫ് ജെർമേനിയം ന്യൂക്ലൈഡ് ഈസ് മെഷേർഡ് ടു ബി ട്വൈസ് ദ റേഡിയസ് ഓഫ് ബെറിലിയം. ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഓഫ് ജെർമേനിയം, ഇതാണ് ചോദിച്ചത്. ഈ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പർ എ ആണ്. എ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആരുടെ എ ആണ്? ജെർമേനിയത്തിൻ്റെ എ. എന്താണ് റിലേഷൻ? റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 1/3. സോ എ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ടു ദ പവർ 3. നിങ്ങൾക്ക് വേണ്ടത് എ ഓഫ് ജെർമേനിയം ബൈ എ ഓഫ് beryllium is equal to radius of germanium by radius of beryllium whole cube. Okay, ഇതിൽ നിന്ന് a of germanium equal to a of beryllium, അത് എത്രയാന്ന് നോക്കുക, 9 into r germanium എത്രയാന്ന് പറ, radius of germanium ട്വൈസ് ദ റേഡിയസ് ഓഫ് ബെറിലിയം ആണെങ്കിൽ ഈ റേഷ്യോ എത്രയായിരിക്കണം? 2 ആയിരിക്കണം. 2q ആയിരിക്കണം. 8 into 9 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടണം? 72 കിട്ടണം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് സെറ്റ്. അടുത്ത് പറയട്ടെ. ദ ഡയഗ്രാം ഷോസ് ദ പാത്ത് ഓഫ് 4 ആൽഫ പാർട്ടിക്കിൾസ് of the same energy being scattered by nucleus. മക്കളെ, ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, അതുപോലെ ഈ ന്യൂക്ലിയസിന്റെ ചാർജും പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവും ആണെങ്കിൽ എന്ത് തരം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യാന്ന് ആലോചിച്ചാൽ ഇതിന് ആൻസർ കിട്ടില്ലേ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു, ഇത് ന്യൂക്ലിയസും പോസിറ്റീവാണ്, റിപ്പൽഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും അടുത്തേക്ക് വരുന്നില്ല, ആ ന്യൂക്ലിയസിന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകാനേ അതിന് ശ്രമിക്കുള്ളൂ. അപ്പോൾ അത് ഈ പാർട്ടിക്കിൾ പാത്ത് 1 പോസിബിൾ ആണ്, പാത്ത് 2 പോസിബിൾ ആണ്, പാത്ത് 3 പോസിബിൾ ആണ്. പക്ഷെ ഇങ്ങനെ അട്രാക്ഷൻ വരില്ലല്ലോ. അപ്പോൾ ഏതാണ് നോട്ട് പോസിബിൾ, വിച്ച് ഈസ് നോട്ട് ഫിസിക്കലി പോസിബിൾ? അത് ഓപ്ഷൻ പാത്ത് നമ്പർ 4 ആണ്. ബാക്കി 3ഉം കറക്റ്റ്. നിങ്ങളുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ അവിടെ ഡയഗ്രാം ഉണ്ട്, ഒന്ന് നോക്കണം. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ, NCERT ഫിസിക്സ്. ഓക്കെ ഗൈസ്, ഓക്കെ. അടുത്തത്, ഇൻ എ സെമി കണ്ടക്ടർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് 8 into 10⁻14 ആൻഡ് ദാറ്റ് ഓഫ് ഹോൾ ഈസ് 5 into 10⁻12. നമുക്ക് പറയാം നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾ. അപ്പോൾ ഇത് ഏത് മെറ്റീരിയലാണ്? ഏതാ അത്? ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലും ഹോളിൻ്റെ എണ്ണം കുറവുമാണ്. അപ്പോൾ അതൊരു N ടൈപ്പ് മെറ്റീരിയലാണ്. 36 സെക്കൻഡ് പാർട്ട്. ഓക്കെ, കുറച്ച് ടഫ് ആവാൻ നമ്മൾ പ്രിപ്പയർഡ് ആണ് അല്ലേ. എ കോഡ് ഈസ് യൂസ് ടു ലോവർ വെർട്ടിക്കലി എ ബ്ലോക്ക് ഓഫ് മാസ് M. അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് വരയ്ക്കാം, മാസ് M, ബ്ലോക്ക് മാസ്. ഇറ്റ് ഈസ് ലോവേർഡ് ബൈ എ സ്ട്രിങ്. ഇത് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ലോവർ, താഴേക്കാണ് മൂവ് ചെയ്യുന്നത്, വിത്ത് എ ഡൗൺവേർഡ് ആക്സിലേഷൻ ഓഫ് G/4. അപ്പോൾ ഇതിന് താഴേക്ക് ഒരു ആക്സിലേഷൻ കൊടുത്തിട്ടുണ്ട്, അത് എത്രയാണ്? G/4 ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ വേണം.
Now we know that tension will be equal to apparent weight. That is m into g minus a. This will give you m into g minus g by 4. So this tension will be 3 mg by 4. This is tension. We will apply the tension 3 mg by 4. Displacement നോക്കൂ ആ ബോഡി താഴേക്ക് ഒരു ഡിസ്റ്റൻസ് d ട്രാവൽ ചെയ്യണം. ഫോഴ്സ് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ വരും. ഇത് മൈനസ് 3 mg മൈനസ് 3/4 mg ആണ് ഫോഴ്സ്, ഡിസ്റ്റൻസ് d ആണ്. മൈനസ് സൈൻ വരാൻ കാരണം 180 ഡിഗ്രി കോസ് ആണ്. കോസ് 180. സോ ആൻസർ എത്രയാണ്? മൈനസ് 3 mg d/4. മക്കളെ ഇത് അപ്വേർഡ് ആയിരുന്നുവെങ്കിൽ m ഇൻറ്റു ജി പ്ലസ് എ ഉപയോഗിക്കണം. പിന്നെ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓ, ഇതും വർക്ക് ഡൺ ആണല്ലോ. A particle of mass 6 കിലോഗ്രാം. മക്കളെ ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഉപയോഗിച്ച് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ രണ്ടാമത്തേൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇവിടെ ഒരു പൊസിഷൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എക്സ് എത്രയാണ്? 0.2 t² പ്ലസ് 0.02 t³ ആണ്. നമുക്കിത് കാണുന്നതേ കലിയാണ്. ഈ ക്യൂവും സ്ക്വയറും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ കലിപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വലിച്ചു കയറി ഇറങ്ങി ഓടണമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ dx/dt ചെയ്താൽ മതി. dx/dt ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന 0.4 t പ്ലസ് 0.06 t² ആണ്. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വർക്ക് ഡൺ ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് നോക്കൂ. യു എന്ന് പറയുന്നത് 0 അറ്റ് t ഈക്വൽ ടു 0. At t equal to 0, what is velocity? അത് 0 ആണ്. At t equal to 4 സെക്കൻഡ് തന്നിട്ടുണ്ട്. 4 സെക്കൻഡ് വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. 0.4 into 4 plus 0.06 into 4². ഇത് 1.6 തരും പ്ലസ് 16 into 6. This will give you 0.96. Yeah, 0.96 കിട്ടും. സോ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഗെറ്റ് 2.56 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി അറ്റ് 4 സെക്കൻഡ്. സോ വർക്ക് ഡണ്ണിലേക്ക് വരാം. വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, സെക്കൻഡ് ടേം 0 ആയിട്ട് മാറും. ഹാഫ് ഇൻറ്റു മാസ് 6 ആണ്, ഇൻറ്റു 6 ഇൻറ്റു 2.56 സ്ക്വയർ. ഇത് ചെയ്യാൻ എളുപ്പമാണ്. 3 ഇൻറ്റു മക്കളെ 2.5 സ്ക്വയർ 6.25 അല്ലേ. അപ്പോൾ ഇതൊരു 3 ഇൻറ്റു 6.5 സംതിങ് ആയിരിക്കണം. സോ അപ്രോക്സിമേറ്റ്ലി എനിക്കറിയാം അത് ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ശരിയാവാൻ ചാൻസ് ഉള്ളത്. ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റഫ് ഐഡിയ കിട്ടിയാൽ മതി. എന്തായാലും ഓപ്ഷൻ 1, 2, 3 അല്ല ആൻസർ. ക്ലോസസ്റ്റ് വൺ 4 ആണ്. ഇത്രയും ചെയ്താൽ മതി. അറൗണ്ട് ഒരു 18-19 ആയിരിക്കും ആൻസർ എന്ന് മനസ്സിലാവും. ഓക്കെ, യെസ്. അടുത്തത് 38. 1 mole of a diatomic ideal gas undergoes cyclic process ABC as shown in the figure. ഇത് PV ഡയഗ്രാം ആണ്, തെർമോഡൈനമിക്സ് ആണ്. ചോദിച്ചിരിക്കുന്നതിൽ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ എല്ലാ ഓപ്ഷനിലും ചോദിക്കുന്നത് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കണം. ഇന്റേണൽ എനർജി എവിടെയാണെങ്കിലും ഒരു ഒറ്റ ഇക്വേഷനിൽ തീർക്കാം. അത് NCV ഡെൽറ്റ ടി ആണ്. മക്കളെ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? NCV ഡെൽറ്റ ടി. ഡെൽറ്റ യു ഈക്വൽ ടു NCV ഡെൽറ്റ ടി. N 1 മോൾ ആണ്. ഡയാറ്റോമിക് ഗ്യാസ് അല്ലേ. ഡയാറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ CV എത്രയാണെന്ന് അറിയാമോ? CVക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് F/2R ആണ്. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം F എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5/2R ആണ്. സോ ദിസ് വിൽ ഗിവ് യു 5/2R ഡെൽറ്റ ടി. സോ എല്ലാ പ്രോസസ്സിലും ഡെൽറ്റ യു എന്ന് പറയുന്നത് 5/2R ഡെൽറ്റ ടി ആണ്. ഇതാണ് നിങ്ങൾ ഓരോ പ്രോസസ്സിലും അപ്ലൈ ചെയ്യേണ്ടത്. പ്രോസസ്സ് ഞാൻ ഓർഡറിലെടുക്കാം. AB പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ യു എത്രയാണ്? അത് 5/2R ഇൻറ്റു ഡെൽറ്റ ടി. AB 800 - 400 എത്ര കിട്ടും?
അത് 4/2 1000 ആണ് എ ബി എന്നുള്ള പ്രോസസ്സിൽ ഡെൽറ്റ യു. ഇനി വേണ്ടത് ബി സി ചെയ്യാം. ബി സിയിൽ ഡെൽറ്റ യു ഈക്വൽ ടു 5/2 ആർ ഇൻറ്റു 600 മൈനസ് 800 ആണ്. എത്ര കിട്ടും? അത് -500 കിട്ടും. ക്ലിയർ? ഇനി അതുപോലെ സി എയിൽ ഡെൽറ്റ യു ഈക്വൽ ടു, ഞാൻ ചെറുതായിട്ട് എഴുതുന്നത് 5/2 ആർ ഇൻറ്റു 400 മൈനസ് 600, അതും കിട്ടുന്നത് -500 ആണ്. അപ്പം ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. ഇവിടെ 3 പ്രോസസ്സുകളിൽ എ ബിയിൽ അത് 1000 ആറാണ്, ബി സിയിൽ അത് -500 ആറാണ്, സി എയിലും -500 ആറാണ്. ടോട്ടൽ എത്രയാണെന്ന് നോക്കൂ. ഒരു സൈക്ലിക് പ്രോസസ്സ് അല്ലേ, ടോട്ടൽ ചെയ്താൽ 0 കിട്ടണം. ഇനി ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 2 തെറ്റാണ്, ഓപ്ഷൻ 3 തെറ്റാണ്. ഓപ്ഷൻ 4ൽ അവർ 500 ആർ എന്ന് എഴുതിയിട്ടുണ്ട്, മൈനസ് സൈൻ തന്നിട്ടില്ല. ഡസൻ മാറ്റർ. ക്ലോസസ്റ്റ് ഓപ്ഷൻ അതാണ് ഓപ്ഷൻ 4. ഇന്ന് പഠിച്ച പോയിന്റ് എന്താണെന്ന് പറയാം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണ്? ഡെൽറ്റ യു ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഈ സി വി എന്ന് പറയുന്നത് എത്രയാണ്? F/2 ആർ ആണ്. ഡയാറ്റോമിക് ആയതുകൊണ്ട് എഫിന് 5 എന്നെടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. തെർമോഡൈനാമിക്സ് പൊതുവെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. 39 കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ പഠിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് സമയം വേണം ചെയ്തെടുക്കാമെന്ന് മാത്രം. ഓക്കെ. ഫിഗർ ഷോസ് ദ സർക്കുലർ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. റേഡിയസ്, പീരിയഡ്, സെൻസ് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ആർ ഇൻഡിക്കേറ്റഡ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ദ എക്സ് പ്രൊജക്ഷൻ. അതിൻ്റെ എക്സ് പ്രൊജക്ഷൻ ആണ് വേണ്ടത്. നോക്കൂ, നമുക്കൊരു പുതിയ പേജിൽ ഇത് ചെയ്യാം. അപ്പം മനസ്സിലാവും ഇത്ര എളുപ്പമാണെന്നുള്ളത്. ആദ്യം നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കണം. ഈ ഡയഗ്രത്തിൽ പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുന്നു. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവണം y ഈക്വൾ അല്ലെങ്കിൽ x ഈക്വൾ ടു a sin ഒമേഗ ടി പ്ലസ് 5 എന്ന് പഠിച്ചിട്ട്. a sin ഒമേഗ ടി പ്ലസ് 5 എന്ന് ഇക്വേഷൻ പഠിക്കാറില്ലേ? ഇതിൽ 5 എന്ന് പറയുന്നതും ഒമേഗ ടി എന്ന് പറയുന്നതും ഒക്കെ ആംഗിളാണ്. ഇതെല്ലാം മെഷർ ചെയ്യേണ്ടത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിലാണ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. പോസിറ്റീവ് എക്സ് ആക്സിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ 5 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗിളാണ്. 5 എന്ന് പറഞ്ഞാൽ ആംഗിൾ അറ്റ് ടി ഈക്വൾ ടു 0. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ടി ഈക്വൾ ടു 0യിൽ പാർട്ടിക്കിൾ എവിടെയാണ്? ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ടി ഈക്വൾ ടു 0. ഈ ലൈൻ നോക്കുക. ഇത് എത്ര ആംഗിളാണ്? അത് π/2 അല്ലേ? ഇതാണ് 5യുടെ വാല്യൂ, ഇനീഷ്യലി ഉണ്ടാക്കിയ ആംഗിൾ. ഇനി ഇത് കറങ്ങുന്നത് എങ്ങോട്ടാണ്? ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ പാർട്ടിക്കിൾ ഇന്ന് ഇവിടേക്ക് വരില്ലേ? ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഇല്ലേ? ഈ ആംഗിൾ, ഇതാണ് ഒമേഗ ടി. സോ വാട്ട് ഈസ് ഒമേഗ ടി? ഒമേഗ ടി ഈക്വൾ ടു, ഒമേഗ എന്ന് പറയുന്നത് 2π ടൈം പീരിയഡ് ആണ്, 30 × t ആണ്. സോ ദിസ് ഇസ് π/15t ആണ് ഒമേഗ. ഒമേഗ ടി π/15t ആണ്. ഇനി ഈ ആംഗിളില്ലേ, ദിസ് റിമൈനിങ് ആംഗിൾ തീറ്റ, ആ തീറ്റ എത്രയാണ്? തീറ്റ എന്ന് പറയുന്നത് π/2 മൈനസ് π/15t അല്ലേ? പുതിയ ആംഗിൾ കുറഞ്ഞു. ഇനി പ്രൊജക്ഷൻ എടുക്കുക എന്ന് പറയുന്നത്, നോക്കൂ, ഇതിൻ്റെ റേഡിയസ് ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ് പ്രൊജക്ഷൻ എക്സ് ഈക്വൾ ടു ബി കോസ് തീറ്റ എന്നറിയാമല്ലോ. എക്സ് പ്രൊജക്ഷൻ ബി കോസ് തീറ്റ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി കോസ് ബ്രാക്കറ്റിൽ π/2 മൈനസ് π/15t ആണ്. ഇതാണ് നിങ്ങളുടെ ആൻസർ, ബി കോസ് π/2. അയ്യോ, അങ്ങനെ ഒരു ആൻസറേ ഇല്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് കോസ് 90 മൈനസ് തീറ്റയെ നിങ്ങൾക്ക് സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ബി സൈൻ π/15t എന്ന് എഴുതാം. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെയും ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? വേണ്ട. ഈ π/15 ആക്ച്വലി എത്രയാണ്? 2π/30 അല്ലേ? ഓപ്ഷൻ 2 നോക്ക്, എക്സ് ഈക്വൾ ടു ബി സൈൻ 2πt/30 അല്ലേ? മക്കൾ വീട്ടിൽ പോയിട്ട്, അല്ല വീട്ടിലാണല്ലോ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കാം. അതിൽ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരത്തെ എനിക്കൊന്ന് 2016 മറ്റോ ഇത് നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് വേറൊരു വർഷം JEE മെയിൻസിനും ചോദിച്ചിട്ടുണ്ട്.
ഇങ്ങനെ രണ്ട് എക്സാമ്പിൾ NCERT-യിലുണ്ട്. ഇതിൻ്റെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സസൈസ് അല്ല, ഇതിൻ്റെ ഒരു എക്സസൈസ് ടു ബി വർക്ക്ഡ് ഔട്ട് അത് എൻഡിലും ഉണ്ട്, ചെയ്ത് പഠിക്കാം. ഓക്കെ. 40th one, block of mass m hangs from the lowest end of the string of mass m and length L. ഓക്കെ, നോക്കാം. നമുക്കൊരു ബ്ലോക്ക് വെക്കാം, ഒരു സ്ട്രിങ്, ഇതിൻ്റെ അറ്റത്തൊരു ബ്ലോക്ക്, ഇതിവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ നിന്ന് ഒരു വേവ് ഇങ്ങനെ മുകളിലേക്ക് ട്രാവൽ ചെയ്ത് പോകും. ഇത് പോകുമ്പോൾ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്പീഡ് ആയിരിക്കും. നിങ്ങളോട് ചോദിക്കുന്നത് വേവ് ലെങ്ത് ആണ്, അത് പ്രൊപ്പോർഷൻ ടു വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പീഡാണ്. ഇനി ഒരു സ്ട്രിങ്ങിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ, ഒരു സ്ട്രിങ്ങിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത് നോക്കാം. സ്ട്രിങ്ങിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ v ഈക്വൽ ടു റൂട്ട് t ബൈ മ്യൂ. ഇതിൽ മ്യൂ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ മാസ് ഡെൻസിറ്റി, ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്. അതിവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് v എന്തിന് പ്രൊപ്പോർഷനിലാണ്? റൂട്ട് ടിക്ക് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ പ്രൊപ്പോർഷൻ ടു v പ്രൊപ്പോർഷൻ ടു റൂട്ട് ഓഫ് ടെൻഷൻ എന്ന് എഴുതാം. ലോവർ പോയിന്റിലെ വേവ് ലെങ്ത്തിനെ ലാംഡ 1 എന്നും അപ്പർ പോയിന്റിലെ വേവ് ലെങ്ത്തിനെ ലാംഡ 2 എന്നും വിളിച്ചാൽ ലാംഡ 2 ബൈ ലാംഡ 1 വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ബൈ T1. ഇനി നോക്കാം, ഇതിൽ ബ്ലോക്കിൻ്റെ മാസ് m ആണ്, സ്ട്രിങ്ങിൻ്റെ മാസ് m ആണ്. അപ്പോൾ ലോവർ പോയിന്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. അപ്പർ പോയിന്റിൽ എന്ന് വെച്ചാൽ അത് m പ്ലസ് m ഇൻറ്റു g ആണ്. ഇതാണ് അവിടുത്തെ ഫോഴ്സ്. ടെൻഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പം m2 എന്ന് പറയുന്നത് m പ്ലസ് m ഇൻറ്റു ജിയും ഇത് m ഇൻറ്റു ജിയുമാണ്. ജി ആൻഡ് ജി ക്യാൻസൽ. സോ യു വിൽ ഗെറ്റ് ലാംഡ 2 ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു റൂട്ട് ഓഫ് m പ്ലസ് m ബൈ m. ഇതാണ് ശരിക്കും അതിൻ്റെ ആൻസർ വരേണ്ടത്. പക്ഷെ ഓപ്ഷനിലൊന്നും അങ്ങനെയില്ല. എല്ലാത്തിലും ലാംഡ 2 ലാംഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം m ആൻഡ് m ഷുഡ് ഹാവ് എ റിലേഷൻ. അതിവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് സംഭവിച്ചത്. ഇതും ക്യാപിറ്റൽ M ആയിരിക്കണം. അത് ക്യാപിറ്റൽ M ആണെങ്കിൽ ഈ റേഷ്യോ റൂട്ട് 2m ബൈ m വരില്ലേ? അപ്പോൾ അത് റൂട്ട് 2 ആയിരിക്കും. ഓപ്ഷൻ 2 ആൻസർ കിട്ടണം. ആ സ്മോൾ m എന്നുള്ളത് ക്യാപിറ്റൽ M ആണ്. അത് ടൈപ്പിങ്ങിലൊന്നും ഇഷ്യൂ ആണ്, എല്ലാ സെറ്റിലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിന് ആൻസർ ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ പോസിബിൾ. ഓക്കെ മക്കളെ, 41. Two positive ions each carrying a charge q are separated by a distance d. If F is the force of repulsion between the ions, the number of electrons missing. രണ്ട് അയണുകൾ ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരെണ്ണം, ഇതാ ഇവിടെയുണ്ട്. ഒരു അയണിൻ്റെ ചാർജ് n ഇൻറ്റു ഇ ആണ്, അടുത്തതിൻ്റെ ചാർജ് n ഇൻറ്റു ഇ ആണ്, ഡിസ്റ്റൻസ് d ആണ്, ഫോഴ്സ് F ആണ്. ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്? കൂളംസിൽ അപ്ലൈ ചെയ്യാം. F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. ഇവിടെ F ഈക്വൽ ടു 1 by 4 pi epsilon 0 NE സ്ക്വയർ വരും. കാരണം Q1ഉം Q2ഉം ഈക്വൽ ആണ്, രണ്ടും NE ആണ്. NE സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് N സ്ക്വയർ E സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. നിങ്ങളോട് ചോദിക്കുന്നത് n-ന്റെ വാല്യൂ ആണ്. സോ വാട്ട് ടു റൈറ്റ്? n സ്ക്വയർ ഈക്വൽ ടു 4 pi epsilon 0 എഫ് ഡി സ്ക്വയർ. എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ കിട്ടും. സോ n എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 4 pi epsilon 0 എഫ് ഡി സ്ക്വയർ ബൈ ഇ സ്ക്വയർ, ഓപ്ഷൻ 4. ബുദ്ധിമുട്ടില്ലല്ലോ. റിസൾട്ട് ഏത് സൈറ്റിലാണ് കിട്ടുന്നത്? സൈലത്തിന് ഒരു സൈറ്റ് ഉണ്ട്, സൈലം ലേണിങ്ങിൻ്റെ സൈറ്റിൽ കയറുക, നിങ്ങൾക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. മക്കളെ, 42 മാത്തമാറ്റിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ കൺസെപ്ച്വലി അത് എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ തന്നിട്ട് ഇലക്ട്രിക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എപ്പോഴും ചെയ്യേണ്ടത് E ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. മൈനസ് ഡി വി ബൈ ഡി എക്സ്. So we can try that one. മൈനസ് ബ്രാക്കറ്റ്. ഇവിടെ വിയുടെ ഇക്വേഷൻ നോക്ക്. 20 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4ൽ 20 ഒരു കോൺസ്റ്റന്റ് ആണ്,
20 ഇൻറ്റു ബാക്കിയുള്ളത് 1/x ഫോർമാറ്റിലാണ്. 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. സോ ദിസ് ഇസ് -1/xന് പകരം എഴുതേണ്ടത് x² - 4 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു x² - 4ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് 2x കിട്ടും. ഇത് മാത്തമാറ്റിക്സ് ആണ്, പഠിക്കാതെ ഒരു രക്ഷയില്ല. ഓക്കെ, തല ഇങ്ങനെ കറങ്ങുന്നുണ്ടാ? ഞങ്ങൾ ബയോളജിക്കാരാണ്, ഞങ്ങൾക്ക് മാത്സ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ബേസിക് ഡിഫറൻസിയേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. നൗ ഇത് മൈനസ് പോയാൽ ഇത് കിട്ടുന്ന 20 ഇൻറ്റു 2 കിട്ടുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി 40x/x² - 4 ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇവിടെ എക്സിന് 4 മൈക്രോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈക്രോയെ കൺവേർട്ട് ചെയ്യേണ്ട ഓപ്ഷനിലൊക്കെ മൈക്രോ തന്നെയുണ്ട്. അപ്പോൾ ചുമ്മാ 40യുടെ അല്ല എക്സിൻ്റെ അവിടെ 4 കൊടുക്കുക, ഡിവൈഡ് ബൈ 4² എത്രയാണ്? 16 - 4². ദിസ് ഇസ് 40 ഇൻറ്റു 4 ഡിവൈഡ് ബൈ, ഞാൻ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ ഒരിക്കലും 40 ഇൻറ്റു 4 160 എന്നൊന്നും എഴുതില്ല. കഴിയുന്നത് കട്ട് ചെയ്യാൻ എളുപ്പം ചെറിയ നമ്പറുകളാകുമ്പോഴാണ്. 40 ഇൻറ്റു 4 ബൈ 16 - 4 എത്രയാണ്? 12 ആണ്. 12ൻ്റെ സ്ക്വയർ 12 ഇൻറ്റു 12 എന്ന് എഴുതുന്നതാണ് നല്ലത്. കാരണം 4 and 12 ക്യാൻസൽസ് ടു 3, 4 and 12 ക്യാൻസൽ ടു 3. ഇവിടെ ഒരു 10 ഉണ്ടാകണം. 10/9 മൈക്രോമീറ്റർ, അത് വോൾട്ട് പെർ മൈക്രോമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇത് പോസിറ്റീവ് വാല്യൂ അല്ലേ? ഇത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ ഇലക്ട്രിക്കൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഒരു ഇത്തിരി ബുദ്ധിമുട്ടായ കുറച്ച് അല്ലേ മാത്തമാറ്റിക്കലി. ഹൗ മെനി ഓഫ് യു ഡിഡ് ദിസ് കറക്റ്റ് ഇൻ ദ എക്സാമിനേഷൻ? എത്ര പേർക്ക് അത് കറക്റ്റ് കിട്ടി മക്കളെ? എത്ര പേർക്ക് ഈ ക്വസ്റ്റ്യൻ നമ്പർ 42 ഓപ്ഷൻ 2 കിട്ടി എത്ര പേരുണ്ട്? അല്ല, ഓപ്ഷൻ 3 കിട്ടി എത്ര പേരുണ്ട്? 42 ഓപ്ഷൻ 3 കിട്ടി എത്ര പേര്? കിട്ടിയില്ല. ഇത്തിരി പണിപ്പെട്ടല്ലേ? ഒരുപക്ഷെ അവിടെ വന്ന് എത്തിയിട്ടുണ്ടാവില്ല, പലരും സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അതൊരു പ്രശ്നമുണ്ട്. മക്കൾ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് നോക്കണം. പലപ്പോഴും അവസാനമൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഓൾറൈറ്റ്, an equilateral triangle is made by uniform wire ABBCCA. കറണ്ട് ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഏകദേശമായി ഇല്ലേ? ഈ പോയിന്റ് അപ്പർ പോയിന്റിനെ എ എന്ന് വിളിച്ചോളൂ, ഇതിനെ ബി, ഇതിനെ സി എന്ന് വിളിക്കാം. ഓക്കെ, എനിക്ക് വിശക്കുന്നു മക്കളെ, സമയം 8:30 ആയില്ലേ? വിശക്കുന്നു. എനിക്കൊരു 8 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുന്ന ശീലമുണ്ട്. എനിക്ക് വിശക്കുന്നു. എഡ്വിൻ വിനോദ് തെറ്റി, സാരമില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ ഒറിജിനൽ എക്സാമിന് കറക്റ്റ് ചെയ്യും, ഒരു സംശയം വേണ്ട. ഇതുവരെ എല്ലാം ശരിയാണ്. മുഹമ്മദ് ആഷിഖ്, വെരി ഗുഡ് ആഷിഖ്. ഡോണ്ട് വറി ആഷിഖ്, ഡെഫിനറ്റ്ലി നീറ്റ് എക്സാമിനേഷൻ വിൽ ബി മച്ച് ഈസിയർ ദാൻ ദിസ്. യു വിൽ ബി ഏബിൾ ടു സ്കോർ അറ്റ്ലീസ്റ്റ് ഒരു 45, ഒരു 40 ക്വസ്റ്റ്യൻ എങ്കിലും സ്കോർ ചെയ്യാൻ ശ്രമിക്കും. മക്കളെ ഇവിടേക്ക് വരാം. ഒരു കറണ്ട് എ എന്നുള്ള പോയിന്റിൽ എൻ്റർ ചെയ്തിട്ട് ബി സിയുടെ മിഡ് പോയിന്റിലൂടെ പുറത്തേക്ക് വരുന്നു. ഈ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന പിക്ചർ കണ്ട കേട്ടോ, മനസ്സിലായ? ഈ ടോപ്പ് പോയിന്റ് എ, എൻ്റെ തമ്പുകൾ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ വേണേൽ ഡി എന്ന് വിളിക്കാം. ഇവിടെ ഒരു സൈഡിൽ ഒരു എലമെന്റ്, ഒരു വയർ, ഇപ്പുറത്തൊരു വയർ. ഈ 2 വയറിലും ഈക്വൽ കറണ്ട് ഫ്ലോ ചെയ്യും, കാരണം റെസിസ്റ്റൻസ് ഒരേപോലെ ആയിരിക്കും, സിമെട്രിക്കൽ അല്ലേ? അപ്പം ഇവിടെ വരുന്ന കറണ്ട് ഇതിലൂടെ ഡിവൈഡ് ചെയ്തു വരും. I/2 ആകും, ഇവിടെ I/2 ആകും. ഒരെണ്ണം ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസും മറ്റൊന്ന് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും ആയതുകൊണ്ട് തന്നെ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. കണ്ട? So the net field will become how much? Net field will be 0. ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു സാർ, അടിപൊളി. എൻ്റെ ഐശ്വര്യ, ഇതൊന്നും പറഞ്ഞ് കൊതിപ്പിക്കല്ലേ. നീ ഫ്രൈഡ് റൈസ് കഴിച്ച് വിഷമിക്കുന്നു, ഞാൻ റൈസ് കഴിക്കാതെ ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ആൻസർ കിട്ടിയല്ലോ. 2 ഫീൽഡ് ഉണ്ട്, ഒന്ന് ക്ലോക്ക് വൈസ് കറണ്ട് കൊണ്ട്, ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കൊണ്ട്. 2 ഫീൽഡ് ഈക്വൽ ആൻഡ് സൈസ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. 44, a thin circular ring of area A. ആദ്യം സർക്കുലർ റിംഗ് വരയ്ക്കാം. there is a circular ring of area A. ഇതിന് ഒരു ഇതിനൊരു ചെറിയ കട്ട്, ഇവിടെ ഒരു ചെറിയ കട്ട് വെച്ചു.
എന്നിട്ട് അവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് വെച്ചു. വെച്ച ഗാൽവനോമീറ്റർ. ഓക്കെ. Now there is a magnetic field B acting perpendicular to this. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നു. ഇനി യൂസിങ് സം, അപ്പോൾ നോക്കൂ മക്കളെ, ഇതിന് ഏരിയ എ ആണ്, ഫീൽഡിൻ്റെ വാല്യൂ ബി ആണ്, അതുകൊണ്ട് ഫ്ലക്സ് എത്രയായിരിക്കണം? ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഇൻറ്റു എ ആയിരിക്കണം. ഇനി നമ്മൾ ഈ ലൂപ്പിനെ അങ്ങ് ചെറുതാക്കുന്നു. അത് ചെറുതാക്കാനുള്ള ടെക്നിക്ക് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ചെറുതാക്കാൻ ടെക്നിക്കുകളൊന്നും ഇല്ല. ഈ ലൂപ്പ് അങ്ങ് ചെറുതായിട്ട് അതിൻ്റെ ഏരിയ 0 ആക്കി മാറ്റിയാൽ ഇതിൻ്റെ ഇനീഷ്യൽ ഫ്ലക്സ് ബി എ ആണെങ്കിൽ ഫൈനൽ ഫ്ലക്സ് എത്രയാണ്? 0. സോ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ്? അത് ബി എ ആണ്. നിങ്ങളോട് ചോദിക്കുന്നത് ചാർജ് ഫ്ലോയിങ് ത്രൂ ഗാൽവനോമീറ്റർ. NCERTയിൽ ഇക്വേഷൻ ഉണ്ട്, ചാർജ് ട്രാൻസ്ഫേർഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ബി ഇൻറ്റു എ ബൈ ആർ. മാച്ചിങ് ഓപ്ഷൻ AB/R. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ചേഞ്ച് ഇൻ ഫ്ലക്സും ചാർജും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ചാർജ് ട്രാൻസ്ഫേർഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ റെസിസ്റ്റൻസ് ഡെൽറ്റ φ/R. NCERTയിലുണ്ട്, ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. Instantaneous value of current in an AC circuit is given. Current will be maximum for the first time. ഇത് പ്യുവർ മാത്തമാറ്റിക്കലി ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നിങ്ങളുടെ കറണ്ട് തന്നിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആണ്, 2 അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്, അറിയാം. സൈൻ ഓഫ് 100πt പ്ലസ് π/3. ഇതാണ് കറണ്ട്. ഇത് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ I ഈക്വൽ ടു 2 ആവണം. Substituting in the previous equation, so 2 equal to 2 sin bracket 100πt plus π/3. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. So what will happen now? This 2 and 2 cancel, this will give you 1. This will give you sin bracket 100πt പ്ലസ് π/3 എന്തിന് ഈക്വൽ ആണ്? 1. എപ്പോഴാണ് മക്കളെ സൈൻ തീറ്റ 1 ആവുന്നത്? തീറ്റ എന്തായിരിക്കണം അപ്പോൾ? പിന്നെയും തീറ്റയെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ 100πt പ്ലസ് π/3 എന്തിന് ഈക്വൽ ആവണം? π/2 ഈക്വൽ ആവണം. സോ 100πt വിൽ ബി π/2 മൈനസ് π/3. അത് എത്ര കിട്ടുന്നത്? 3 minus 2 1/6. This will give you π/6. So pi and pi cancel. So this will give you 100t equal to 1/6. So t will be equal to 1/600. Option 1. Pure mathematical. Just maximum condition apply ചെയ്യാം, solve ചെയ്യാം. 46. രണ്ട് മിററിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾ കാണുന്ന ഇമേജിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് റെഡ് ദിസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളയുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ. അപ്പോൾ രണ്ട് മിറർ നമ്മൾ സലൂണിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഫ്രണ്ടിലൊരു മിറർ, പുറകിലൊരു മിറർ. അവിടെ നിന്ന് ഒരുപാട് ഇമേജസ് ഇങ്ങനെ ഉള്ളിൽ കാണാം. ചോദിക്കുന്നത് ദ സെക്കൻഡ് നിയറസ്റ്റ് ഇമേജ് ഇൻ ദ റൈറ്റ് മിറർ. റൈറ്റ് മിററിൽ രണ്ടാമത്തെ ഇമേജ്, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അയാൾ നിൽക്കുന്നു റൈറ്റ് സൈഡിലെ മിററിൽ. രണ്ട് ഇമേജിൻ്റെ ഒന്നാമത്തത് ഇവിടെ, രണ്ടാമത്തെ ഇവിടെ. അയാളും രണ്ടാമത്തെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? ഇതാണ് ആ പിക്ചർ. ഇവിടെ ഒരു ഗേൾ ഒരു മിററിനെ ഫേസ് ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം കാണുന്നത് ഫസ്റ്റ് ഇമേജാണ്. പക്ഷെ ഗേളിൻ്റെ ബാക്കിൽ ഒരു മിററിൽ ഗേളിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഇമേജ് കാണാം. അതിൻ്റെ ഇമേജ് വീണ്ടും ഫ്രണ്ട് സൈഡിൽ കാണാം. അപ്പോൾ ആ ഇമേജ് നോക്കൂ, ഞാൻ മാർക്ക് ചെയ്യാം. ദിസ് വൺ, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഗേളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രണ്ട് മിറർ വരയ്ക്കട്ടെ. ഇതൊരു മിറർ, ഇതൊരു മിറർ. ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2. ഫസ്റ്റ് ഇമേജ് നോക്കൂ. ഈ മിററിൽ L2 ആദ്യത്തെ ഇമേജ് ഇവിടെ ഉണ്ടാവും. അത് 1 മീറ്ററിലായിരിക്കും. അതിന് I1 എന്ന് വിളിക്കാം. ഇനി ഈ പേഴ്സൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടാവും 2 മീറ്ററിൽ. കണ്ടില്ലേ? നൗ ദിസ് വിൽ, ഞാൻ കളറൊന്ന് മാറ്റട്ടെ. ഇത് ഒബ്ജക്റ്റായിട്ട് കണ്ടോ? ഈ ദൂരം എത്രയാണ്?
5 ആണ്. ക്ലിയർ? ഇപ്പോൾ സൈസ് സ്ഥലം തികയുന്നില്ല എനിക്ക്. ഐ തിങ്ക് ഐ വിൽ ബെറ്റർ ടേക്ക് എ ന്യൂ പേജ്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആവാമല്ലോ. അപ്പോൾ നോക്കിക്കോളൂ. 1 മിറർ ആൻഡ് ദ സെക്കൻഡ് മിറർ. ഒബ്ജക്റ്റ് ഈ ദൂരം 1 മീറ്റർ, ഈ ദൂരം 2 മീറ്റർ. ഫസ്റ്റ് ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നു 1 മീറ്ററിൽ. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നു, അത് ഇവിടെ 2 മീറ്റർ. ഇനി ഞാൻ പറഞ്ഞു ദിസ് വിൽ ആക്ട് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ അതർ മിറർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്ക്, ഇത് 2 + 2 + 1 എത്രയാണ്? 5 മീറ്റർ അല്ലേ? അപ്പോൾ 5 മീറ്റർ പുറകിലായിരിക്കും ഇതിൻ്റെ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫസ്റ്റ് ഇമേജ് ഇവിടെ, സെക്കൻഡ് ഇമേജ് ഇവിടെ. പേഴ്സണും സെക്കൻഡ് ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ + 5 മീറ്റർ ആയ 6 മീറ്റർ ആയിരിക്കും. ഒന്ന് സമാധാനമായിട്ട് വരച്ച് നോക്കുക. ഡെഫിനറ്റ്ലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ആൻസർ 6 മീറ്റർ ഫ്രം ദ പേഴ്സൺ ആണ്. അപ്പോൾ ആദ്യത്തെ ഇമേജ് അല്ല, ബാക്ക് സൈഡിൽ മിററിൽ ഉണ്ടാവുന്ന ഇമേജിൻ്റെ ഇമേജ് അത് ഫ്രണ്ടിലുണ്ടാവും. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഇറ്റ്. മക്കളെ അടുത്തത് ഇതിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ എക്സ്ട്രാ ഇവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇമേജസ് ഉണ്ടാകുന്നതെന്ന്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇവിടെ നിങ്ങളോട് പറഞ്ഞത് പേഴ്സൺ ഇവിടെയുണ്ട്, ഫസ്റ്റ് ഇമേജ് അല്ല സെക്കൻഡ് ഇമേജ്. ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഓക്കെ. 47 ലെറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഇത് ചാപ്റ്റർ ആറ്റമാണ്, ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബി 0. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 0 അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കെമിസ്ട്രിയിലും ഫിസിക്സിലും നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് n = 1, ഇത് n = 2, ഇത് ഗ്രൗണ്ട് ആണ്, ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇതിൻ്റെ എനർജി പറയട്ടെ, -13.6 അതിൻ്റെ ടോട്ടൽ എനർജിയാണ്, +13.6 അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്, -27.2 അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇത് -3.4 +3.4 -6.8. ഇതാണ് സാധാരണ. പക്ഷെ ഇവിടെ പറയുന്നത് ഗ്രൗണ്ടിൽ അത് 0 ആവണം. ഗ്രൗണ്ടിൽ എത്രയാണ്? -27.2 ആണ്. അത് 0 ആക്കാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? അത് 0 ആക്കാൻ യു ഷുഡ് ആഡ് 27.2 ഹിയർ. ഇവിടെ 27.2 ആഡ് ചെയ്യുമ്പം ഇവിടെയും നിങ്ങൾ 27.2 ആഡ് ചെയ്യണം. ഇവിടെ 27.2 ആഡ് ചെയ്താൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര കിട്ടുന്നത്? അത് 20.4 കിട്ടും. പോസിറ്റീവ് 20.4 ആവും അല്ലേ? നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ പ്ലസ് കൈനറ്റിക് ആണ്. രണ്ടും പോസിറ്റീവാണ്. ഒന്ന് 20.4 പൊട്ടൻഷ്യൽ പ്ലസ് 3.4 കൈനറ്റിക്, 23.8 ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ എനർജിയുടെ കൂടെയാണ് നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നത് 27.2. എന്തിനാണ് ആഡ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി 0 ആക്കാൻ. 0 ആക്കാൻ ആഡ് ചെയ്യുന്നു. അത് എല്ലാ ലെവലിലും ആഡ് ചെയ്യണം. So you'll get a new potential energy and new kinetic energy. Add them to get the new total energy. 47. 48. In a closed circuit, current I in ampere at an instant is given by. നോക്കൂ മക്കളെ, ഇവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് I = 4 - 0.08 t ആണ്. ഇത് സ്റ്റഡി കറണ്ട് അല്ലല്ലോ, ഇതൊരു വേരിയിങ് കറണ്ട് അല്ലേ? ഇതൊരു വേരിയിങ് കറണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വേരിയിങ് കറണ്ട് ആണെങ്കിൽ ചാർജ് ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ IDT ആൻഡ് ആൾസോ ചാർജ് ഈസ് ഈക്വൽ ടു N × E. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ കാൽക്കുലേറ്റ് ദ ചാർജ് ട്രാൻസ്ഫർ. ഇൻ്റഗ്രൽ നോക്കൂ, ഫ്ലോയിങ് ഇൻ 50 സെക്കൻഡ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 0 to 50 ആണ് വേണ്ടത്. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ 4 - 0.08 t dt. So this will give you 4t - 0.08 t² by 2 from 0 to 50. So this will give you 50 second 4 into 50 minus 0.04, കാരണം ഇവിടെ 2 ഇത് ക്യാൻസൽ ചെയ്ത് 4 ആവില്ലേ, ഇൻറ്റു 50 സ്ക്വയർ.
This is 200 minus 0.04 into 2500 ആണ്. അത് 25 into 4 ആയിട്ട് മാറും. Plus 200 minus 100 ആണ്. This will give you 100 കൂളം. 100 കൂളം ആണ് അതിൽ ചാർജ് ട്രാൻസ്ഫർ ആവുന്നത്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 100 കൂളമ്പിനെ ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. When you divide that one, you will get option 2. Okay. ഒരു ലെങ്തി ആണ്, പക്ഷേ ഹിസ്റ്ററി ഉണ്ട്. നീറ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആ ലെവലിലൊക്കെ എന്തായാലും പഠിച്ചേ പറ്റൂ. ഒരു വർഷം ചോദിച്ചത് ചാർജ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഹീറ്റ് എനർജി ഉണ്ടായത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ്. അടുത്തത്, മാസ് ഡിഫക്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ന്യൂക്ലിയർ റിയാക്ഷൻ ഈസ് 0.3 gram. ഗ്രാം ആണ് amount of energy liberated in kilowatt hour. ഇത് യൂണിറ്റ് കൊണ്ടുള്ള ഒരു കളിയാണ് മക്കളെ. ഇതിൽ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട് 3.6 into 10⁶ ആണ്. ഓക്കെ, ഇനി E=mc² ഉപയോഗിക്കാം. എം എത്രയാണ്? 0.3 ഗ്രാം ആയതുകൊണ്ട് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിലോഗ്രാം ആക്കണം. ഇൻറ്റു സിയുടെ സ്ക്വയർ. C 3 into 10⁸ അല്ലേ? 3 into 10⁸ square 9 into 10⁻16 ആണ്. So this will give you 9 into 2.7 into 10⁻13 കിട്ടും. ഇത്രയും ജൂളാണ് എനർജി. ഇനി കിലോവാട്ട് അവർ വേണമെങ്കിൽ 2.7 into 10⁻13 3.6 into 10⁻6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2.7 by 3.6 divisible by 9. So this will give you 3/4 into 10⁻7. This will give you 0.75 in a 7.5 into 10⁻6 ആക്കാം. ഓപ്ഷൻ 4 ആണ് ആൻസർ. അതായിരിക്കും ആ എനർജി ഇൻ കിലോവാട്ട് അവർ. കൺവേർഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ഇക്വേഷൻ നേരത്തെ നീറ്റ് എക്സാമിന് എനിക്ക് തോന്നുന്നു 2019 ചോദിച്ചിട്ടുണ്ട്. E=mc². അത് യൂണിറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോവിങ് ഫിഗർ ദ ഡയോഡ്സ് ആർ ഈദർ ഫോർവേഡ് ബയസ്ഡ് ഓർ റിവേഴ്സ് ബയസ്ഡ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാം. 2 ആവണേ എന്നോ? 2 ആവണേ. ഓക്കെ, പോട്ടെ. ഇവിടെ നോക്കണം മക്കളെ, പി എൻ ജംഗ്ഷന്റെ പ്രത്യേകത ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണല്ലോ പി എൻ ജംഗ്ഷൻ ഉണ്ടാകുന്നത്. പഠിക്കുക, പി ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കണം, എൻ ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കണം. അല്ലാതെ പോസിറ്റീവ് ആകണം നെഗറ്റീവ് ആകണം എന്നല്ല. ഹയർ ആൻഡ് ലോവർ. ഒരു പക്ഷേ രണ്ടും പോസിറ്റീവ് ആകാം, പക്ഷെ ഒന്ന് ഹയർ ആയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് വൺ +8 -2 പി ഹയർ ആണ്. സെക്കൻഡ് വൺ -8 +2 പി ലോവർ ആണ്. അപ്പം ഈ ഫസ്റ്റ് വണ്ണിൽ പി ഹയർ ആണ്, സെക്കൻഡ് വണ്ണിൽ പി ലോവർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരെണ്ണം ഫോർവേഡ് ബയസ്ഡ് ആണ്, മറ്റേത് റിവേഴ്സ് ബയസ്ഡ് ആണ്. പി ഫോർവേഡ് ബയസ്ഡ്, ക്യൂ റിവേഴ്സ് ബയസ്ഡ്. എന്തായാലും ഈ ഒരു എക്സാമിനേഷനോടുകൂടെ നിങ്ങളൊക്കെ ഒന്ന് ഫോർവേഡ് ബയസ്ഡ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ നിർത്തുന്നു. നിങ്ങളെ എൻലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേൽമുരുകൻ സാറ് ഓൺ സ്പോട്ട് റെഡിയാണ്. സോ താങ്ക് യു ഫോർ യുവർ ടൈം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ. ഗുഡ് നൈറ്റ്.
പലർക്കും പല ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും കാണുന്നുണ്ടല്ലോ? ഓക്കെ, തുടങ്ങാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. 112 ആറ്റോമിക് നമ്പർ വരുന്നത് ഏതെന്നാണ്. ആറ്റോമിക് നമ്പർ 112 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആറ്റോമിക് നമ്പർ 104 കടന്നാൽ അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. 104 അതിൻ്റെ മേലെ 118 വരെ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? നമ്മൾ നേരിട്ട് 100 കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ 112 100 കുറച്ചാൽ നിങ്ങൾക്കറിയാം 12ആണ്. ഇത് 12ാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണെന്ന് മനസ്സിലായി. 12ാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയുള്ളത്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അതിൻ്റെ താഴെ ആരാ? കോപ്പർനീഷ്യമാണ് അല്ലേ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 52. ക്വസ്റ്റ്യൻ നമ്പർ 52-ൽ എന്താ കൊടുത്തിരിക്കുന്നത്? പൊളാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ബെൻസീൻ പോളാർ ആണോ? അല്ലല്ലോ, ബെൻസീൻ നോൺ പോളാർ ആണ്. അമോണിയ പോളാറാണ്. അമോണിയയിൽ നിങ്ങൾക്കറിയാം അവൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള NH ബോണ്ട് ഉണ്ട് എന്നൊക്കെ. PCl3F2 പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? PCl3F2 എങ്ങനെ വരയ്ക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും അല്ലേ? അതിൽ ഫ്ലൂറിൻ എവിടെ വെക്കണം? നിർബന്ധമായും മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തെ ആക്സിയൽ പൊസിഷനിൽ വെക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എങ്കിൽ 2 ഫ്ലൂറിൻ മേലെയും താഴെയായിരിക്കും. പിന്നെയുള്ളത് 3 ക്ലോറിനാണുള്ളത്. ഈ 3 ക്ലോറിൻ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിലായിട്ടാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട് 2 ഈക്വൽ വെക്റ്റേഴ്സ് 120 ഡിഗ്രിയിൽ പ്രയോഗിച്ചാൽ അത് രണ്ടും കൂടി ചേർന്നുണ്ടാവുന്ന റിസൾട്ടൻ്റ് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും 3ാമത്തെ PCl ബോണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മൊത്തമായിട്ട് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. പിന്നെ PF മേലേക്കും താഴേക്കും വലിക്കുന്നു. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കോയിൻസൈഡ് ചെയ്യും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അതുകൊണ്ട് തന്നെ 0 ആണ്. അതേസമയം PCl3F2 ആയിരുന്നുവെങ്കിലോ? PCl3F2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൽ തീർച്ചയായിട്ടും ഹൈലി PCl2F3 ആണെങ്കിൽ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം നമ്മൾ എന്തായാലും മേലെയും താഴെ ആദ്യം വെക്കുമല്ലോ. ഇനിയൊരു ഫ്ലൂറിൻ ബാക്കിയുണ്ട്. ആ ഒരു ഫ്ലൂറിൻ ഇക്വിറ്റോറിയൽ ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം അവിടെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്ത് പോവില്ല എന്ന്. കാരണം ഇവിടെ 2 PClൻ്റെ ഡൈപോളും ഇവിടെ ഒരു PFൻ്റെ ഡൈപോളുമാണ്. അത് ക്യാൻസൽ ചെയ്ത് പോവില്ലല്ലോ. അതുകൊണ്ട് റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് അതിനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങളെ തീരുമാനം? ബെൻസീന് നോൺ പോളാറാണ്, അമോണിയ പോളാറാണ്. അപ്പം നോൺ പോളാർ, പോളാർ, നോൺ പോളാർ, പോളാർ. ശരിയല്ലേ എഴുതിയത്? അടുത്തതിലേക്ക് പോവാം. ഇവിടെ എന്താ സ്ഥിതി? N2ൻ്റെ ബോണ്ട് ഓർഡർ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. N2ന് ടോട്ടൽ ഇലക്ട്രോൺ എത്രയാണ്? 14 ഇലക്ട്രോൺ ആണ്. 14 ഇലക്ട്രോൺ വന്ന ബോണ്ട് ഓർഡർ എത്രയാ? 3. N2+ എന്ന് പറഞ്ഞാലോ? N2+ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ 13 ഉള്ളൂ. ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 2.5. നിങ്ങൾക്കറിയാം 15 ഇലക്ട്രോൺ ഉണ്ടായിരുന്നുവെങ്കിലോ O2+ന് എത്രയാ? O2+ന് ടോട്ടൽ ഇലക്ട്രോൺ 15 ആണ്. 15 ഇലക്ട്രോൺ വന്നാൽ എത്രയാ ബോണ്ട് ഓർഡർ പഠിച്ചേ? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം 15 ഇലക്ട്രോൺ വന്നാലും 2.5 അല്ലേ? എന്നാൽ O2നോ ആകെ 16 ഇലക്ട്രോൺ ആണ്. ബോണ്ട് ഓർഡർ എത്രയാ? 2. അപ്പോൾ O2+ ആയി എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ അര കൂടുക ചെയ്തേ. എന്നാൽ N2+ ആയി എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ അര കുറയുക ചെയ്തത് അല്ലേ? 3ൽ നിന്ന് 2.5 ആവുക ചെയ്തത്. അപ്പോൾ N2+ ആയപ്പോൾ ബോണ്ട് ഓർഡർ കുറഞ്ഞു. അപ്പോൾ ഡിക്രീസസ് ഇൻ 1 ബട്ട് ഇൻക്രീസസ് ഇൻ 2 എന്നല്ലേ നിങ്ങൾ എഴുതിയത്? അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കൂ. ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ? ഒരു പാത്രത്തിൽ വാട്ടർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. രണ്ടിനും ഒരേ ടെമ്പറേച്ചറാണ് വിചാരിക്കുക. തീർച്ചയായും ലിക്വിഡ് വാട്ടറിനേക്കാൾ എനർജി കൂടുതൽ തന്നെയാണ് അതേ ടെമ്പറേച്ചറിലുള്ള വേപ്പർ ഫോമിന്. എന്താ കാരണം? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടി വാങ്ങിയാലല്ലേ അതിന് വേപ്പർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ വരുന്നത് വേപ്പർ സ്റ്റേറ്റിൽ തന്നെയാണ്. അടുത്ത നോക്കാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഫോർ എ 5% ഡിക്രീസ് ഇൻ വോളിയം. തന്നിരിക്കുന്നത് 5% ഡിക്രീസ് ഇൻ വോളിയം എന്ന് വെച്ചാൽ എന്താ? ആദ്യം 100 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 95 ഉള്ളൂ എന്ന് അല്ലേ? പിന്നെ കാണേണ്ടത് എന്താണെന്നറിയോ? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പ്രഷറാണ്. ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1 അല്ലേ? റിലേറ്റീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? P2 മൈനസ് P1/P1 ആണ്. പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാലോ ഇൻറ്റു 100. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P2 മൈനസ് P1/P1 ഇൻറ്റു 100 ആണ്. അതായത് P2/P1 മൈനസ് 1 ഇൻറ്റു 100 ആണ്. എന്താണ് ഈ P2/P1? P2/P1 എന്ന് പറഞ്ഞാൽ P1 V1 ഈക്വൽ ടു P2 V2 ആയതുകൊണ്ട് P2/P1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം V1/V2 ആണ് എന്ന്. ശരിയല്ലേ? എത്രയായിരുന്നു V1? V1 100 ആണെങ്കിൽ V2 95 ആണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 5/95 ഇൻറ്റു 100.
500/95 എന്ന് പറഞ്ഞാൽ 5.26 അല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കൂ, തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയോ? ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ പെർ ഗ്രാം ഓഫ് ഗ്ലൂക്കോസ്. ഒരു മോൾ ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് നിങ്ങൾക്ക് അറിയാം, C6H12O6 180 ആണ് അല്ലേ? ഗ്ലൂക്കോസ് കത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ആവുന്നു വിചാരിക്കുക. നമ്മൾ ബാലൻസ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? എത്ര ഓക്സിജൻ വേണ്ടി വരും? RO2. അതില്ലേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാരണം ഓക്സിജന്റെ എൻതാൽപ്പി ഫോർമേഷൻ 0 ആണല്ലോ. എൻതാൽപ്പി ഓഫ് ദിസ് റിയാക്ഷൻ എങ്ങനെ കാണും? എൻതാൽപ്പി ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ റിയാക്ടന്റ് അല്ലേ വേണ്ടത്? എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് 6 എണ്ണം. സോ 6 × -400 പ്ലസ് 6 × വെള്ളം -300 മൈനസ് ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി ഫോർമേഷൻ എത്രയാണ്? -1300. ഇത് ചെയ്ത ആൻസർ കിട്ടുന്ന ധരിക്കരുത്. ഇതിപ്പോൾ 180 ഗ്രാം ഗ്ലൂക്കോസിന്റെ കാര്യമാണ് ചെയ്യുന്നത്. 1 ഗ്രാമിന് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കിട്ടിയതിനെ നിങ്ങൾ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ചെയ്തവരുണ്ടോ? എന്തായാലും പോസിറ്റീവ് അല്ല ആൻസർ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നെഗറ്റീവ് ആണ്, കാരണം ഹീറ്റ് ലിബറേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്കറിയാലോ. പോസിബിൾ ആൻസർ ഒന്നല്ലേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 57 എന്ന് നോക്കൂ. KP ആണ് കണ്ടുപിടിക്കേണ്ടത്. KC തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ? KP = KC × RT⁻⁴n. KC എത്രയാ തന്നെ? 3.75 × 10⁻⁻6. R എത്ര എടുക്കണം? 0.082 എന്ന് എടുക്കണം. ATMലാണ് കേട്ടോ. ബാറിലാണെങ്കിൽ 0.083 എടുത്തേനെ. ടെമ്പറേച്ചർ എത്രയാ തന്നെ? 1069. (Δn). പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? 3 എണ്ണം. റിയാക്ടന്റിലോ 2. 3 - 2 1 അല്ലേ? അപ്പോൾ 3.75 × 10⁻⁻6 1069 വേണമെങ്കിൽ നിങ്ങൾ 1000 നിങ്ങൾ എടുത്തോ. ഇത് 1000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഏകദേശം 82 എന്ന് കിട്ടും. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ 3.75 × 10⁻⁻6 × 82. എന്തായാലും ചെയ്ത് കിട്ടുന്നതൊക്കെ 3.3 ആണെന്ന് അറിയാലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 3.3 × 10⁻⁻4 അല്ലേ കിട്ടുള്ളൂ അല്ലേ? ശരിയല്ലേ പറയാ? 2 അല്ലേ കിട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ. ഏതിലേക്ക് തെറ്റിയോ ആൻസർ? നമുക്ക് ഏതെങ്കിലും ആൻസർ തെറ്റിയതായിട്ട് തോന്നുന്നുണ്ടോ? 180 ഗ്രാമിനാണത് കേട്ടോ. അപ്പോൾ 1 ഗ്രാമിന് കാണാം 180 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അടുത്തതിലേക്ക് പോയി. ക്വസ്റ്റ്യൻ നമ്പർ 58ലേക്ക് പോട്ടെ. ഞാൻ സംശയമുണ്ടോ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 58 ഒന്ന് നോക്കൂ. റെഡ്യൂസിങ് പവറാണ്. ഹയസ്റ്റ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് മെറ്റലാണ് ഹയസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. ഇപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആരാ? ബി ആ. ബി കഴിഞ്ഞാൽ ആരാ? സി ആ. ആൻസർ 4 അല്ലേ കിട്ടിയേ. അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കൂ. റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ആൽക്കലി മെറ്റൽ ഫോളോസ്. ആർക്കാത് സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ലല്ലോ. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വൈഷ്ണവിക്ക് എന്താ സംശയം വന്നേ? പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പ്രശ്നമുണ്ടോ? വിഷ്ണുപ്രിയ 3 അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഏതാണാവോ അത്? ഏതിലാണ് ഞാൻ പറയുന്ന ആൻസറിൽ ഡിഫറൻസ് വന്നത്? ആർക്കെങ്കിലും സംശയം ഉണ്ടായോ? ഇല്ലല്ലോ. ഓക്കെ, നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതെങ്കിലും ഹാർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 59 നോക്കൂ. റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ആൽക്കലി മെറ്റൽ ഫോളോസ്. ഇത് വളരെ ട്രിക്കിയായ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ വളരെ വേഗത്തിൽ ആൻസർ അടിച്ചിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. 57-ന് 2 അല്ലേ എന്ന് ചോദിക്കുന്ന ആരാണ്? രഹനയാണ്. 57-ന് 2 അല്ലേ? 2 ആണോ കിട്ടിയത്? നമുക്ക് 82 ആണ് ഞാനിവിടെ കാണുന്നത്. ഇത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പിന്നെ എന്തായാലും 2 ആണോ വരിക? 2 ആണോ എല്ലാവർക്കും കിട്ടിയേ? 3 ആണോ എന്നൊന്ന് നോക്കാവോ? ഐമറിനും എല്ലാവർക്കും ഡൗട്ട് വന്നിട്ടുണ്ടല്ലോ. 10⁻³ അടുത്ത് എത്തും എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടി ചെയ്യണോ? എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കൂ. നമുക്ക് തന്നിരിക്കുന്നത് KC തന്നിട്ടുണ്ട്. എത്രയാ? 3.75 × 10⁻⁻6 KC × RT⁻⁴n. R എത്രയാ? 0.082. ഡെൽറ്റ ടെമ്പറേച്ചർ എത്രയാ? 1069 അല്ലേ? ശരിയല്ലേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇതിന് നമ്മൾ എത്രയുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 1000 എടുത്തു എന്നല്ലേ ഞാൻ പറഞ്ഞേ? ഏകദേശം 1000 എടുക്കാന്നല്ലേ പറഞ്ഞേ? അപ്പം അങ്ങനെയാണെങ്കിൽ 82 അല്ലേ മക്കളെ കിട്ടുക? അപ്പം 3.75 × 82 ആണ് ഞാൻ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ? ഇത് ചെയ്യുമ്പോൾ ഏകദേശം എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഇത് ചെയ്ത ഏകദേശം 330 എന്ന് എടുത്തോ. 330. ഇവിടെ ഒരു 10ന്റെ പവർ എന്തുണ്ട്? -6 ഉണ്ട്.
അപ്പം അങ്ങനെയാണ് എങ്കിൽ 10⁻⁻6 വരുമ്പോൾ 3.3 തന്നെയല്ലേ കിട്ടിയത്? ശരിയല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ അതല്ലേ? എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണല്ലോടാ. എന്താ എല്ലാവരും ഇങ്ങനെ സംശയം പറയുന്നത്? 330 × 10⁻⁻6 2 ഡെസിമൽ അല്ലേ മാറ്റാനുള്ളൂ? സംശയമില്ലല്ലോ അല്ലേ? ഞാൻ അടുത്തതിലേക്ക് പോകാം. എൻ്റെ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, കാരണം അയാൾക്ക് ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു സിലിക്കേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലേ? ഓക്കെ, ഹാഫിസ് കറക്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. 58 ഓക്കെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 59 മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ലിഥിയം ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ആൽക്കലി മെറ്റൽ വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് സോഡിയം ആണെന്ന് അറിയാം. എന്നാൽ ഇത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യനാണ്. ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൽക്കലി മെറ്റലിൽ നോക്കിയാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ലിഥിയം കഴിഞ്ഞാൽ പിന്നെ സി എടുക്കണം എന്ന്. പക്ഷേ സീസിയത്തിനേക്കാൾ റിഡ്യൂസിങ് പവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിൽ റുബീഡിയം ആണ്. ഇപ്പം തന്നെ എല്ലാവരും ആൽക്കലി മെറ്റൽസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഒന്ന് നോക്കണം കേട്ടോ. അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 60 നോക്കൂ. ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് സിലിക്കേറ്റ്സിൽ നമുക്കറിയാം SiO4 4- ടെട്രാഹീഡ്രയാണ് ഉള്ളത് എന്ന് അല്ലേ? അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബൈഡോൺ, ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഈ വർഷത്തെ നീറ്റ് ചോദ്യം ഞാൻ തന്നേക്കാം. നിങ്ങൾക്കറിയാം 2 കാർബൈഡുകളാണ് വെള്ളത്തിലിട്ടാൽ മീഥേൻ ഉണ്ടാക്കുന്നത്. അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡും വെള്ളത്തിലിട്ടാൽ മീഥേൻ ഗ്യാസ് വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി കാർബൈഡുകളൊക്കെ അറിയാലോ. ഇത് ഏതായാലും നോർബൈഡ് ആണ്, കോവാലന്റ് ആണ്, ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതും ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല. കാൽസ്യം കാർബൈഡ് വെള്ളത്തിലിട്ടാൽ ഈത്തൈൻ ഗ്യാസാ വരിക എന്നറിയാലോ. അടുത്തതിലേക്ക് പോവാം. IUPAC പേരെന്ന് പറഞ്ഞേ എന്തായിരിക്കും? 1 2 3 4 5 ഇങ്ങനെയല്ലേ കൗണ്ട് ചെയ്യുക? അങ്ങനെ ആവുമ്പോൾ ആദ്യം രണ്ടാമത്തെ തന്നെ ലോക്കൻ്റ് കിട്ടും. ആൽഫബറ്റിക് ഓർഡർ പറയണ്ടേ? 3 ഈത്തൈൽ വേണ്ടേ? ഇപ്പം 3 ഈത്തൈലും 2 ഈത്തൈലും ശരിയാണോ ഏട്ടെ? അടുത്തതിലേക്ക് പോവാം. ഇതിൽ കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയാണ്. ആദ്യം തന്നെ നിങ്ങൾ നോക്കിയത് എന്തായിരിക്കും? എവിടെയെങ്കിലും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കാണും. അങ്ങനെ ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ല, കാരണം പോസിറ്റീവ് കഴിഞ്ഞ് സിംഗിൾ ഡബിൾ ബോണ്ട് എവിടെയും കാണുന്നില്ല. പിന്നെ നിങ്ങൾ നോക്കിയത് എന്താ? ഹൈപ്പർ കോഞ്ചുഗേഷനാണ്. ഹൈപ്പർ കോഞ്ചുഗേഷൻ നോക്കുമ്പോൾ ടെർഷറി കാർബോകാറ്റയോൺ ആണ് മോസ്റ്റ് സ്റ്റേബിൾ. എത്ര ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ട്? 8 ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ട് അവിടെ. ഹൈപ്പർ കോഞ്ചുഗേഷൻ കൗണ്ട് ചെയ്യാൻ അറിയാത്ത ആരും ഇല്ലല്ലോ. ഇവിടെ 3ഉം 3 6ഉം 2ഉം 8 ആൽഫ CH ഉണ്ട്. മോസ്റ്റ് സ്റ്റേബിൾ 3. അപ്പം തന്നെ നിങ്ങൾ ആൻസർ തീരുമാനിച്ചു അല്ലേ? ബാക്കി ഓർഡറിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടോ? ഹൈപ്പർ കോഞ്ചുഗേഷൻ കൗണ്ട് ചെയ്യാൻ അറിയാത്തവരില്ലല്ലോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത നോക്കൂ. ഏതാ മെത്തേഡ്? ജെൽഡാൾസ് മെത്തേഡ് എന്ന് കേട്ടതും നമ്മളെ മനസ്സിൽ വന്ന പെർസെൻറ്റേജ് ഓഫ് നൈട്രജന്റെ ഫോർമുല എന്താ? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 NV/W. ഓർത്തുവോ? എത്രയാത്? നോർമാലിറ്റി ഓഫ് ദ ആസിഡ് ടേക്കൺ 1/10 എന്ന് വെച്ചാൽ 0.1 നോർമൽ. വോള്യൂം ഓഫ് HCl കൺസ്യൂംഡ് അത് തന്നിട്ടില്ല. പകരം HCl എടുത്തത് 50 ml ആണ്. 50 ml മുഴുവൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ എത്ര എടുക്കുക? എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ അമോണിയ പാസ് ചെയ്തപ്പോൾ കൺസ്യൂം ചെയ്ത വോള്യൂം ഓഫ് HCl കിട്ടേണ്ടത്. അമോണിയ പാസ് ചെയ്തതിന് ശേഷം മിച്ചം വന്ന HCl കിട്ടാൻ നമുക്ക് ടൈട്രേഷൻ ഫോർമുല യൂസ് ചെയ്യാം. എന്താ ഫോർമുല? N1V1 = N2V2 അല്ലേ? എത്രയാ? നോർമാലിറ്റി ഓഫ് ദ ആസിഡ് 0.1. വോള്യൂം ഓഫ് ദ ആസിഡ് കൺസ്യൂംഡ് ബൈ NaOH ആണ് കാണുന്നത്. നോർമാലിറ്റി ഓഫ് NaOH 0.1, വോള്യൂം ഓഫ് ദ NaOH 23.2. അങ്ങനെയാണെങ്കിൽ V1 = 23.2. ഈ 23.2 എന്ന് പറയുന്നത് നിങ്ങൾ 50 ml HCl എടുത്തതിൽ 23.2 ml NaOH ന്യൂട്രലൈസേഷൻ വേണ്ടി വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ അമോണിയ കൺസ്യൂം ചെയ്ത വോള്യൂം എത്രയാണ്? നിങ്ങൾ ആകെ എടുത്തത് 50 ml, അതിൽ നിന്ന് 23.2 പോയി. ഡിവൈഡഡ് ബൈ W എത്രയാണ്? മാസ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് 0.257 ആണ് അല്ലേ? ഇപ്പോൾ 1.4 × 0.1 × 50 - 23.2 എന്ന് വെച്ചാൽ 26.8 ആണോ? 26.8 അല്ലേ കിട്ടിയത്? ഡിവൈഡഡ് ബൈ 0.257. നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു 100 എന്ന് എടുത്താൽ തെറ്റൊന്നുമില്ല. ഏകദേശം 100 വരിക. അപ്പം ഏകദേശം 14 അടുത്തുള്ള ആൻസർ നോക്കിയാൽ മതി. 14 അടുത്തൊരു ആൻസർ അല്ലേ ഉള്ളൂ. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിലെന്താ വേണ്ടേ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡറാണ്.
നിങ്ങൾക്കറിയാം ക്ലോറിൻ സ്ലൈറ്റ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്, എന്നാൽ മീത്തൈൽ ഗ്രൂപ്പോ ആക്ടിവേറ്റിംഗ് ആണ്. സ്ലൈറ്റ്ലി ആക്ടിവേറ്റിംഗ് ആണ് മീത്തൈൽ. അപ്പോൾ ഏറ്റവും ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് സെക്കൻഡ് വൺ ആണ്. അത് കഴിഞ്ഞാൽ ബെൻസീനാണ്. സെക്കൻഡ് കഴിഞ്ഞാൽ വണ്ണ് വരണം. നിങ്ങൾക്കറിയാം മോസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് നാലാമത്തെ ആളാണ്. NO2 ഗ്രൂപ്പ് എന്താ? -R ആൻഡ് -I കാരണം ഇലക്ട്രോൺ ക്ലൗഡിനെ പുറത്തേക്ക് വലിക്കുന്നയാളാണ്. അടുത്തതിലേക്ക് പോയാലോ, CO ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ആകും. അപ്പോൾ റെസ്പിറേഷൻ, ഹീമോഗ്ലോബിൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല എന്നൊക്കെ അറിയാം. അടുത്ത് നോക്കിയാലോ, മോളാർ മാസ് ഓഫ് ദ സോളിഡ് കിട്ടിയായിരുന്നോ? ഡെൻസിറ്റി ഓഫ് ദ സോളിഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞേ D = ZM/A³ അവഗാഡ്രോ നമ്പർ. എത്രയാ ഡെൻസിറ്റി? ഡെൻസിറ്റി 9 × 10⁻³ kg/m³ ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണേ. സെഡ് എത്രയാ? FCC ആണ്. ഫേസ് സെന്റേഡ് ക്രിസ്റ്റലിന്റെ സെഡ് എത്രയാ? 4. സംശയം ഉണ്ടോ? മോളാർ മാസ് കണ്ടുപിടിക്കണം. A³ 200 × 10⁻²⁻12 അല്ലേ? മീറ്റർ ക്യൂബിലേക്ക് കൊണ്ടുപോകണം. SI യൂണിറ്റിലേക്ക് വേണം എനിക്ക്. ഹോൾ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6 × 10⁻23. ഇത്രയേ ചെയ്യേണ്ടു. സോ M = എന്തായിരിക്കും? 9 × 10⁻³ ഇൻറ്റു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 200 √2 × 10⁻−12 ഈ 2 0 എടുത്ത് ഇവിടെ കൊടുത്തിട്ട് 10⁻−10 ആക്കാം. അപ്പം പിന്നെ 2³ എത്രയാ? 8. √2 ക്യൂബോ? 2 √2. ഇപ്പം ഞാനത് എവിടെ എഴുതാം? 2³ 8ഉം √2 ക്യൂബ് 2 √2ഉം 10⁻−10ന്റെ ക്യൂബ് 10⁻−30 ഇൻറ്റു 6 × 10⁻23 / 4. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ? എന്തായിരിക്കും കിട്ടുക? ഈ 4 എടുത്ത് ഇവിടെ കട്ട് ചെയ്തേക്കാം 2 ടൈംസ്. പിന്നെയോ 10⁻−30 23 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഇപ്പം 26 10⁻−4 കിട്ടി. ആൻസർ ആർക്കെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കാം കേട്ടോ. എന്താ കിട്ടുക? 2 × 1.414 ഇൻറ്റു 6 ഇൻറ്റു 10⁻, എത്രയാണ് പറഞ്ഞ നമ്മളെ? -30 23 3 26 പോയാൽ -4 കിട്ടും. അപ്പം പിന്നെ ഏകദേശം എത്രയായിരിക്കും വരിക? ഇത് ചെയ്താൽ വരാൻ സാധ്യതയുള്ളതെന്ന് പറയാമോ? എന്തായിരിക്കും? 2 18 18 × 6 6 48 1 6 4 10 108 അല്ലേ? നിങ്ങളതങ്ങനെ ഒരു 100 എന്നങ്ങ് എടുത്തോ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട സംഖ്യ ഏതായിരിക്കും ഏകദേശം? അങ്ങനെയാണ് എങ്കിൽ 1.4 ഒരു 2 √2ന്റെ എല്ലാം ചെയ്തോ നമ്മളിപ്പോൾ? നിങ്ങൾ ഇവിടെയുള്ള 2 എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയവരുണ്ടോ? ആൻസർ ഏതെങ്കിലും ഒന്ന് കിട്ടുമോ? എല്ലാവരും ഒന്നാണ് ആൻസർ അടിക്കുന്നത് ആണോ? ഓക്കെ, എന്നാൽ അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 68ലേക്ക് ഒന്ന് പോയാലോ? ഞാൻ ചെയ്ത ഐഡിയ പിടികിട്ടിയോ നിങ്ങൾക്ക്? ഞാനത് ഒന്നുകൂടി ചെയ്യണം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്തതിലേക്ക് പോയിക്കോട്ടെ എന്നാലേ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ഓഫ് സിൽവർ നൈട്രേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സിൽവർ നൈട്രേറ്റിന്റെ ഡിസോസിയേഷൻ എത്ര വരുന്നതാണ്? ഇത് ഏത് ടൈപ്പാ? സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് AB ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണ്. AB ടൈപ്പ് ഇലക്ട്രോലൈറ്റിന്റെ വാണ്ടോ ഫാക്ടർ എങ്ങനെയാണ് കാണുക? വാണ്ടോ ഫാക്ടർ I = 1 + ആൽഫയാണ്. AB ടൈപ്പ് ആണെങ്കിൽ വാണ്ടോ ഫാക്ടർ 1 + ആൽഫയാണെന്നും AB2 ആണെങ്കിൽ 1 + 2 ആൽഫയാണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വാണ്ടോ ഫാക്ടർ 1 + ആൽഫയാണ്. വേറൊരു ഡെഫിനിഷൻ എന്താ വാണ്ടോ ഫാക്ടറിന്? അതിൻ്റെ ഒറിജിനൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് കാൽക്കുലേറ്റഡ് യൂസിങ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ 1 + ആൽഫ = 170/92.4. അപ്പോൾ ആൽഫ എത്രയായിരിക്കും? 170/92.4 - 1. ഇത് ചെയ്താൽ ആൽഫ കിട്ടും അല്ലേ? അതായത് 170 - 92.4 / 92.4. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? എന്തായാലും ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾക്കറിയാം മോർ ദാൻ എന്ത് വരും? 70% എന്തായാലും വരും. മോർ ദാൻ 70% ഒരു ആൻസറേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് ആൻസർ അപ്പോൾ 2 എന്ന് കിട്ടിക്കാണും. ഞാൻ ഇനി ചെയ്യണമെന്നുണ്ടോ? ഇത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഇത് നല്ല ടഫായിരുന്നു എന്നാണല്ലോ റോയൽ കാർസ് ഒക്കെ പറയുന്നത്. അത്രയൊക്കെ ടഫ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഒരു ടിപ്പിക്കൽ പേപ്പർ ആയിരുന്നു ഇന്ന് സാർ ഇട്ടിരുന്നത്. പേപ്പർ ആരാണ് ഇട്ടതെങ്കിലും നല്ലൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു അല്ലേ? ഏതാടോ ഒന്നുകൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചത്? ഈ ക്വസ്റ്റ്യൻ ആണോ ചെയ്യാൻ പറയുന്നത്? ഞാൻ ഒന്നുകൂടി പറയാം. എടോ AgNO3 വെള്ളത്തിലിട്ടു. AgNO3 വെള്ളത്തിലിട്ടാൽ എന്താവും? Ag + NO3- ഉണ്ടാവും. നീ 1 മോൾ വെള്ളത്തിലിട്ടു വിചാരിക്കുക. അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആൽഫ Ag+ ഉണ്ടാവും, ആൽഫ NO3- ഉണ്ടാവും. വാണ്ടോ ഫാക്ടറിന്റെ ഡെഫിനിഷൻ എന്താ പഠിച്ചേ? വാണ്ടോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ പാർട്ടിക്കിൾസ് ആഡഡ്. ശരിക്കും വെള്ളത്തിൽ ഇപ്പം എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഇത്രയും പാർട്ടിക്കിൾ ഉണ്ട്. നീ ആഡ് ചെയ്തതോ 1.
അപ്പോൾ 1 ഫാക്ടർ എത്രയാ? 1 പ്ലസ് ആൽഫ. ഈ 1 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ശരിക്കും അതിൻ്റെ മോളാർ മാസ് എത്രയോ അത് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അതിനല്ലേ നമ്മൾ 1 ഫാക്ടർ എന്നും പറയാം. ശരിക്കും മോളാർ മാസ് ബൈ മോളാർ മാസ് കാൽക്കുലേറ്റഡ് യൂസിങ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതാണ് 1 ഫാക്ടർ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? 170 ഡിവൈഡഡ് ബൈ 92.464 മൈനസ് 1. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏതാ കിട്ടുക? 83.5 അല്ലേ കിട്ടുക? അടുത്തലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെന്താ വേണ്ടേ? സിൽവർ നൈട്രേറ്റ് കറണ്ട് പാസ് ചെയ്യുവാണ്. എന്തൊക്കെയാ സൊല്യൂഷനകത്ത് നിങ്ങളെ മനസ്സിലുള്ളത്? സിൽവർ അയോൺ ഉണ്ട്, നൈട്രേറ്റ് അയോൺ ഉണ്ട്, H+ ഉണ്ട്, OH- ഉണ്ട്. കാത്തോഡിലേക്ക് ഏതാ പോവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഹൈഡ്രജനേക്കാളും ആക്ടിവിറ്റി കുറവുള്ള സിൽവറാണ് കാത്തോഡിലേക്ക് ഓടിപ്പോവുക. അവനാണ് ഇലക്ട്രോണിനെ മേടിക്കാൻ ഇഷ്ടം കൂടുതൽ ഉണ്ടാവുക. മെറ്റാലിക് സിൽവർ കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളിതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ പൊസിഷൻ വെച്ച് മെറ്റൽ ഡിപ്പൊസിഷൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, ഹൈക്കോമർസി പ്ലാഗോ ഓർമ്മയില്ലേ? ഹൈഡ്രജൻ്റെ താഴെയാണ് സിൽവർ ഇരിക്കുന്നത്. അപ്പോൾ കാത്തോഡിലേക്ക് പോകുന്നത് സിൽവർ മെറ്റലാണ്. ആനോഡിലേക്ക് പോകുന്നതിൻ്റെ എളുപ്പപ്പണി നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്സിജൻ കുറവുള്ള ആളാണ് സാധാരണ പോകുക എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഓക്സിജനേ ഉള്ളൂ, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ കുറവുള്ള ആളല്ലേ പോണ്ടേ? OH- പോയാൽ എന്താ കിട്ടുക? O2 ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ O2 ഗ്യാസിൻ്റെ ലിബറേഷൻ കിട്ടും ആനോഡിൽ. കാത്തോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് സിൽവർ മെറ്റൽ ആയിരിക്കും. അടുത്തിലേക്ക് പോവാം. നേഴ്സ്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ എഴുതിയേ നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ? E = E0 - 0.059/n. n ഇവിടെ ആരാ? 2 അല്ലേ? ലോഗ് എന്താ വേണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് കമ്പാർട്ട്മെന്റ്. ആനോഡ് കമ്പാർട്ട്മെന്റിന്റെ കോൺസെൻട്രേഷൻ 0.004 അല്ലേ? കാത്തോഡ് കമ്പാർട്ട്മെന്റിന്റെ കോൺസെൻട്രേഷൻ 0.2 അല്ലേ? ഇവിടെ ആകെ E0 സെല്ല് കാണേണ്ട പണിയേ ഉള്ളൂ. എങ്ങനെയാ E0 സെല്ല് കാണുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാ? -0.403. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.763 മൈനസ് റിമൈനിങ് പാർട്ട് അങ്ങനെ തന്നെ. ഇത് ചെയ്താൽ നിങ്ങൾക്കറിയാം +0.36 ആ കിട്ടുന്നതെന്ന്. പിന്നെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഇട്ടത്? തേർഡ് വൺ അല്ലേ നിങ്ങൾക്ക് കിട്ടിയേ? അടുത്തലേക്ക് പോവാം. അടുത്ത് നോക്കിയോ, ഓരോ 10 ഡിഗ്രി സെൽഷ്യസിലും റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഡബിൾ ചെയ്യുമെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസിലും റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഡബിൾ ആവും അല്ലേ? അപ്പോൾ ആദ്യത്തെ 10 ഡിഗ്രി കഴിഞ്ഞപ്പോൾ റേറ്റ് ഡബിളായി, പിന്നെ ഒരു 10 ഡിഗ്രി, പിന്നെ ഒരു 10 ഡിഗ്രി. എത്ര 10 ഡിഗ്രികളാ കൂടിയേ? 5 10 ഡിഗ്രികളാ കൂടിയേ അല്ലേ? 5 10 ഡിഗ്രി കൂടി. ഓരോ പ്രാവശ്യം 2 ടൈംസ് കൂടി. ഇതിൻ്റെ ഡബിളായി വന്നു. അതായത് 2⁵5 ടൈംസ് കൂടി. 2⁵5 ടൈംസ് എന്ന് പറഞ്ഞാൽ 32 ടൈംസ് അല്ലേ? സംശയമില്ലല്ലോ. ഓരോ 10 ഡിഗ്രി കൂടുമ്പോഴും റേറ്റ് ഡബിൾ ആവും. അങ്ങനെ 5 10 ഡിഗ്രികൾ കൂടി. 5 10 ഡിഗ്രികൾ കൂടുമ്പോൾ 2⁵5 32 ടൈംസ് കൂടും. അടുത്തതിലേക്കൊന്ന് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 72 എന്താ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അവർ തന്നെ പറയുന്നുണ്ട് എയും ബിയും ചേർന്ന് എക്സ് ഉണ്ടാവാനാ കഷ്ടപ്പാട്. പക്ഷെ എക്സ് ഉണ്ടായാൽ പെട്ടെന്ന് AB ആയിക്കോളും. എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഉണ്ടായി കിട്ടാനാ പാട്. അതിന് ഭയങ്കര ആക്ടിവേഷൻ എനർജി വേണം. അതെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടാണ് ആ പ്രോസസ് സ്ലോ ആയി പോയത് അല്ലേ? പിന്നെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് വേഗം നടക്കുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾ എടുക്കരുത് കേട്ടോ. എന്താ കാരണം? ഇതിങ്ങനെ വരച്ചാൽ എൻഡോതെർമിക് ആണ്. പക്ഷെ ചോദ്യത്തിൽ പറയുന്നുണ്ട് എക്സോതെർമിക് ആണെന്ന്. അപ്പോൾ ആദ്യത്തെ ഹമ്പ് കൂടുകയും വേണം, രണ്ടാമത്തെ ഹമ്പ് കുറയുകയും വേണം, റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി പ്രോഡക്റ്റിന് കുറയുകയും വേണം കേട്ടോ. ഇത് കൺവേ ചെയ്യുന്ന ആൻസർ 2 ആണ്. അടുത്ത നോക്കൂ, എന്താ തന്നിരിക്കുന്നത്? ഇൻഡിക്കേറ്റ് വിച്ച് വൺ എമംഗ് ദം വിൽ ബ്രിങ് അബൌട്ട് കൊയാഗുലേഷൻ ഓഫ് ഗോൾഡ് സോൾ. ഗോൾഡ് സോളിൻ്റെ ചാർജ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ മെറ്റൽ സോളുകളും നമ്മൾ എന്തായിട്ടാണ് എടുക്കണ്ടേ? എല്ലാ മെറ്റൽ സോളുകളും നെഗറ്റീവാണ്. കാർബൺ, ഡസ്റ്റ് പാർട്ടിക്കിൾ, സൾഫൈഡ് സോളുകൾ ഇതെല്ലാം. പോസിറ്റീവ് കൊളോയിഡുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രോക്സൈഡുകൾ, പിന്നെയോ ബേസിക് ഡൈസ്, പിന്നെ ഏതാണ്? ബ്ലഡിലെ ഹീമോഗ്ലോബിനാണ്. ഇത് കേട്ടാൽ ചിലർ വിചാരിക്കും ബ്ലഡ് ആണെന്നല്ല. ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന് പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? നെഗറ്റീവ് ചാർജിലാണ്. അപ്പം നമ്മൾ ഹാർഡി ഷുൾസ് റൂൾ പ്രകാരം ഏത് കാറ്റയോണാണ് നോക്കണ്ടേ? പോസിറ്റീവ് കാറ്റയോണിൻ്റെ പോസിറ്റീവ്
അയോണിൻ്റെ അതായത് കാറ്റയോണിൻ്റെ വാലൻസ് ചെയ്യാൻ നോക്കേണ്ടത് Na+Mg2+Al3+. അപ്പോൾ Al3+ ആണ് നോക്കേണ്ടത്. ആരെങ്കിലും ഇത് എഴുതിയവരുണ്ടോ? അവിടെ ഏത് അയോണാ? അവിടെ നെഗറ്റീവ് അയോണാണ്. അതേസമയം നിങ്ങളെ കയ്യിൽ തന്നത് പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡ് ആയിരുന്നുവെങ്കിൽ ഇതാണ് എഫക്റ്റീവ് കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ്. പക്ഷേ നിങ്ങളെ കയ്യിൽ തന്നത് നെഗറ്റീവ് കൊളോയിഡാണ്. അപ്പോൾ ഇതിനാണ് ഏറ്റവും ശക്തമായ കൊയാഗുലേറ്റിംഗ് പവർ ഉള്ളത്. മിനിമം കോൺസെൻട്രേഷൻ ഇത് മതി, പെട്ടെന്ന് പ്രസിപ്പിറ്റേഷൻ നടത്തും. ഇവിടെ ചതിപ്പെടരുത് കേട്ടോ. ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൊയാഗുലേഷൻ വാല്യൂ എന്നാണെങ്കിൽ തെറ്റിക്കരുത് കേട്ടോ. കൊയാഗുലേഷൻ പവർ കൂടിയ ആൾക്ക് കൊയാഗുലേഷൻ വാല്യൂ കുറവാണ് എന്ന് ഓർത്തിരിക്കണേ. അടുത്തതിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് x/m = k × p⁻1/n എന്നല്ലേ പഠിച്ചേ അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഇതേതാ റിസൾട്ട് ഓർമ്മയുണ്ടോ? x/m = k × p⁻1/n എന്ന് പറയുന്നത് ഏത് റിസൾട്ടൻ്റാണ്? ലാങ്മിയർ ആണോ? നിങ്ങൾക്ക് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളതിൽ അഡ്സോർപ്ഷൻ കർവിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ കർവേ നമുക്ക് പഠിക്കാനുള്ളൂ. ലാങ്മിയർ ഇല്ല കേട്ടോ ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരം. അതുകൊണ്ട് ഇത് ഫ്രണ്ട്ലിച്ചിൻ്റെ ഇക്വേഷൻ തന്നെയാണെന്ന് അറിയാം. നിങ്ങൾ ലോഗ് എടുത്തോളൂ. log x/m = log k + 1/n log p എന്നാണ് കിട്ടുന്നത്. y = mx + c കമ്പയർ ചെയ്യുമ്പോൾ എമ്മിന് പകരം സ്ലോപ്പായിട്ട് നിൽക്കേണ്ടത് ഏതാണ്? സ്ലോപ്പായിട്ട് നിൽക്കേണ്ടത് 1/n ആണ്. y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് log k ആണ്. y ഇന്റർസെപ്റ്റ് log k ആണ് വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പാണ്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കറിയാം, 2 സൾഫൈഡ് ഓറുകൾ കലങ്ങി നിൽക്കുക വിചാരിക്കുക. PbS-ഉം ZnS-ഉം രണ്ടും സൾഫൈഡ് ഓറാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യണം. നിങ്ങൾ ഫ്രോത്തിങ് ഏജന്റ് ചേർക്കുന്നതിന് മുമ്പ് ഒരാളെ എന്ത് ചെയ്യണം? സപ്രസ് ചെയ്യണം അല്ലേ? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്രസൻ്റ് ആരാണ്? സോഡിയം സയനൈഡ് ആണ്. സോഡിയം സയനൈഡ് എന്താ സത്യത്തിൽ ചെയ്യുന്നത്? സോഡിയം സയനൈഡ് ZnS-നെ എന്ത് ചെയ്യുന്നില്ല? ZnS-നെ ഫ്രോത്തിങ് ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണ്. കാരണം എന്താ? സിങ്ക് സൾഫൈഡ് സോഡിയം സയനൈഡുമായി ചേർന്നൊരു സോല്യുബിൾ കോംപ്ലക്സ് ആയി മാറും. അതുകൊണ്ട് അവൻ ഫ്രോത്തിൻ്റെ കൂടെ പൊന്തി വരില്ല. PbS മാത്രമേ പൊന്തി വരുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അടുത്ത് നോക്കൂ. ഇത് അറിയാത്തവരുണ്ടാവില്ല, എങ്കിലും ഞാൻ പറയാം. ഹൈബ്രിഡൈസേഷൻ കാണാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തു കൂടി നോക്കണേ. ക്ലോറേറ്റ് അയോൺ. ക്ലോറേറ്റ് അയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? വാലൻസ് ഇലക്ട്രോൺ 7, 1 ഇലക്ട്രോൺ വന്നു ചേർന്നു, 8/2 4 വന്ന sp3 ആണ്. 3 ബോണ്ടഡ് ആറ്റങ്ങളെ കാണാനുള്ളൂ. ഒരാൾ പിരമിഡൽ, അപ്പോൾ ലോൺ പെയർ ആണ്. അമോണിയ പോലെ പിരമിഡലാണ്. ഇത് sp3 ടെട്രാഹീഡ്രലാണ്. ICl4- എന്താ? sp3d2. എങ്ങനെ വന്നു എന്ന് സംശയമുണ്ടോ? ഇല്ല. എന്തായിരിക്കും ജോമെട്രി? സ്ക്വയർ പ്ലാനാർ ആണ്. സ്ക്വയർ പ്ലാനർ ആവാൻ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം 2 ലോൺ പെയറുകൾ മുകളിലും താഴെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഷീസ് ആരാണ്? സ്ക്വയർ പ്ലാനാർ സ്പീഷീസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. ICl2- എന്താ? sp3d അല്ലേ? sp3d ആണ് ഹൈബ്രിഡൈസേഷൻ. പക്ഷേ അതിൽ ബോണ്ടഡ് ആറ്റങ്ങൾ 2 ഉള്ളൂ. sp3d എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ് അതിന്. ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ ആക്സിയൽ പൊസിഷനിൽ 2 ക്ലോറിൻ ഇരിക്കുക. അപ്പോൾ സ്പീഷീസ് എന്താ വേണ്ടത്? ലിനിയർ ആണ്. ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3d ആണ്. സോ ദ കറക്റ്റ് ആൻസർ 4 ഇട്ടായിരുന്നോ? അടുത്തതിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രിപ്പറേഷൻ ഓഫ് NCERT സെന്റൻസ് തന്നെ. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. ദീസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ എന്താണ്? ആക്ഷൻ ഓഫ് ഹാലജൻ ഓൺ ലോവർ ഇന്റർ ഹാലജൻ കമ്പൗണ്ട്. പ്രോഡക്റ്റ് ഫോംഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പെസിഫിക് കണ്ടീഷൻസ്. അപ്പോൾ ഏതാ നിങ്ങൾ എഴുതിയേ? 4 അല്ലേ? അടുത്തത് സെനോൺ ഫ്ലൂറൈഡ് ആർ നോട്ട്. അയ്യോ തെറ്റല്ലേ. സെനോൺ ഫ്ലൂറൈഡ് നല്ല ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ്. റിയാക്റ്റീവ് കോമ്പൗണ്ടുകളാണ്. XeF6 ഹൈഡ്രോലൈസ് ചെയ്താൽ എന്താ കിട്ടുക? XeF6 ഹൈഡ്രോലൈസ് ചെയ്താൽ ഫൈനൽ ഹൈഡ്രോലൈസ്ഡ് പ്രോഡക്റ്റ് തന്നെ XeO3 ആണ്. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹൈഡ്രോലൈസ് ചെയ്ത പ്രോഡക്റ്റുകൾ ഏതൊക്കെയായിരിക്കും? XeOF4 വരും. പിന്നെ ഏത് വരും? XeO2F2 വരും. ഇതിലേത് ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് എടുത്താലും സെനോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 മാത്രമാണ്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല, ഇത് റിയൽ ഹൈഡ്രോളിസിസ് റിയാക്ഷനാണ്. ഓൺലി പിന്നെ അപ്പോൾ ഇതെന്താ പറഞ്ഞത്? റിഡോക്സ് റിയാക്ഷൻ അല്ല, തെറ്റാണ്. ഓൺലി ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് നോബിൾ ഗ്യാസസ്. ശരിയല്ലേ?
നോബിൾ ഗ്യാസിന് വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, വീക്ക് അട്രാക്ഷനേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സായ ലണ്ടൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് മോളിക്കുലർ ഓക്സിജൻ വെരി ക്ലോസ് ടു ദാറ്റ് ഓഫ് സെനോൺ. അല്ലെ, ആരുടെ ഒബ്സർവേഷൻ ആയിരുന്നു ഇത്? നീൽസ് ബാർട്ട്ലെറ്റ്. O2ൽ നിന്ന് ഒരു ഇലക്ട്രോൺ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ട എനർജിയും സെനോണിൽ നിന്ന് ഇലക്ട്രോണിനെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ട എനർജിയും സെയിം ആണെന്ന് അയാൾ കണ്ടെത്തി. അതുകൊണ്ടാണ് അയാൾക്ക് മനസ്സിലായത് ഓക്സിജൻ O2-PT-F6 ഉണ്ടാക്കുന്നത് പോലെ സെനോണും Xe-PT-F6 ഉണ്ടാക്കുന്നു എന്ന്. ഈ പ്രാവശ്യത്തെ ചോദ്യം ഞാൻ നന്നേക്കട്ടെ. സെനോൺ ഇതാണ് ആദ്യത്തെ നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് പ്രിപ്പയർഡ്. അത് നീൽസ് ബാർട്ട്ലെറ്റ് ആണ്. അയാൾക്ക് അങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണം O2വിൻ്റെ അയണൈസേഷൻ എനർജിയും സെനോണിൻ്റെ അയണൈസേഷൻ എനർജിയും ക്ലോസർ ആയതുകൊണ്ടാണ്. അപ്പം 3ഉം 4ഉമാണ് ശരിയായി എഴുതിയത് അല്ലേ. അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താ ചോദിച്ചിരിക്കണേ? മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിയാൽ അയോണിക് ക്യാരക്ടർ ഡിക്രീസസ്. അത് കറക്റ്റ് അല്ലേ? ഒരു മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നല്ല കൂടുതലാണ് വിചാരിക്കുക. ഒരു മെറ്റൽ ഒരു +6 +7 ഒക്കെ പോയി വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എന്ത് ചെയ്യും? നൈബറിങ് ആനയോണിൽ നിന്ന് ഫെജാൻസ് റൂൾ പ്രകാരം ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും. അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ അതിന് എന്ത് ക്യാരക്ടറാണ് ഉണ്ടാവുക? ആ ഇലക്ട്രോൺ ഷെയർ ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ കോവാലൻ ക്യാരക്ടറാണ് ഉണ്ടാവുക. അപ്പോൾ ചാർജ് കൂടിയ കാറ്റയോൺ ആണെങ്കിൽ തീർച്ചയായും കോവാലൻ ക്യാരക്ടറാണ് ഉണ്ടാവുക, അയോണിക് ക്യാരക്ടർ കുറയും. Mn2O7 കോവാലൻ ഗ്രീൻ ഓയിൽ അല്ലേ, എക്സ്പ്ലോസീവ് ഓയിൽ എന്ന് കൂടി ചേർത്താൽ NCERT സെൻറ്റൻസ് ആയി. അത് ഹൈഡ്രോളൈസ് ചെയ്താൽ എന്താ കിട്ടുക? പെർമാംഗനിക് ആസിഡ് ആണ് കിട്ടുക. എന്താ കാരണം? ഹൈഡ്രോളിസിസിന്റെ സമയത്ത് മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാറ്റം വരരുത്. അങ്ങനെ വരുമ്പോൾ അത് പെർമാംഗനിക് ആസിഡ് ആയിട്ടാണ് മാറുക. V2O5 ഈസ് ആംഫോട്ടറിക് ടെക്സ്റ്റ് ബുക്ക് സെന്റൻസ് ആണ്. VO4 3- ആസ് വെൽ ആസ് VO2+ ഉണ്ടാകും. CRO ബേസിക്. Transition metal in the lower oxidation states are basic. In the intermediate oxidation states are amphoteric. അതേസമയം ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ അസിഡിക്. എല്ലാം ശരിയാണല്ലോ അല്ലേ? എഴുതിയായിരുന്നു ഒന്ന്. അടുത്തതിലേക്ക് പോകാം. ഇതൊന്ന് നോക്കിയേ, എന്താ വേണ്ടേ? അവർ പറയുകയാണ് PdCl2 4NH3 വെള്ളത്തിലിട്ട 2 ക്ലോറൈഡ് വരും. എങ്ങനെ മനസ്സിലായി 2 ക്ലോറൈഡ് വരുന്നത്? AgNO3 ഒഴിച്ചപ്പോൾ 2 മോൾ AgCl ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? 2 ക്ലോറിൻ പുറത്താ, അപ്പം 4 അമോണിയ അകത്താ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4. ലിഗാൻഡുകളുടെ എണ്ണല്ലേ കോർഡിനേഷൻ നമ്പർ, അപ്പോൾ അത് 4. അതായത് സെക്കൻഡറി വാലൻസി 4. അടുത്തത് നിങ്ങൾക്കറിയാം 6 വെള്ളവും അകത്താ അല്ലേ, 6 വാട്ടർ മോളിക്യൂൾ അകത്തായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാ? 6 ആണ്. അപ്പോൾ 6 6 ആദ്യത്തേന് 4 4 6 വരണം, 4 6. പിന്നെ അടുത്തതിൽ ക്ലോറിനൊന്നും പുറത്തില്ല. എങ്ങനെയാ മനസ്സിലായേ? സിൽവർ ക്ലോറൈഡ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? ഇതൊക്കെ കോർഡിനേഷൻ സ്ഫിയറിനകത്താണ്. അപ്പം ഇങ്ങനെയായിരിക്കുന്നത് എന്ന് വെച്ചാൽ പുറത്ത് ആരും തന്നെ ഇല്ല അല്ലേ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6. ആൻസറായോ? 4 6 6 അങ്ങനെയുള്ളൊരു ആൻസറേ ഉള്ളൂ അല്ലേ. ഏതായിരിക്കും? സെക്കൻഡ് വൺ അല്ലേ. ലാസ്റ്റ് വണ്ണിൽ 0 ആണ് ക്ലോറൈഡ് പുറത്ത്. അതിൻ്റെ അർത്ഥം എന്താ? 4 ലിഗാൻഡും അകത്ത് തന്നെയാണ്, 2 അമോണിയയും 2 ക്ലോറിനും അകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് പുറത്ത് ക്ലോറിൻ ഇല്ലാത്ത അല്ലേ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അടുത്ത് നോക്കൂ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാവുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? D8 ഹൈ സ്പിൻ ആണ്. D8 എന്ന് പറയുന്നത് ഹൈ സ്പിൻ ലോ സ്പിൻ എന്ന് പറയുന്നത് തന്നെ അബ്സേർഡായ വാക്കാണ് അല്ലേ. D8 എപ്പോൾ വെച്ചാലും ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. അതേതാ? T2Gയിൽ 6 എണ്ണവും EGയിൽ 2 എണ്ണം വെക്കാനേ സാധ്യതയുള്ളൂ, വേറെ ഒന്നും തന്നെയില്ല. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആർഗ്യൂ ചെയ്യാം. അകത്തെ D എന്തായാലും എന്തായിപ്പോയി? ഫില്ലായിപ്പോയി. അതുകൊണ്ട് D2sp3 എടുക്കാൻ പറ്റില്ല എന്ന് പറയാം. D2sp3 എന്ന് പറയുമ്പോൾ ലോ സ്പിന്നാണ് അല്ലേ. എന്തായാലും ഇതെടുക്കാൻ പറ്റില്ല, അകത്തെ D എന്നും അവൈലബിൾ അല്ല. പിന്നെ D4 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏതാണ് പോസിബിലിറ്റി വരിക? ലോ സ്പിൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 1 2 3 4 അവന് വേണമെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒക്ടാഹൈഡൽ ആവാം അല്ലേ. വേണമെങ്കിൽ ഈ 2D എടുത്തിട്ട് ഒക്ടാഹൈഡൽ ആയിക്കൂടെ? ആവാം. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാണ് നമുക്ക്. ഏതാ? D6 ലോ സ്പിൻ എന്ന് വെച്ചാൽ എന്താ? T2Gയിൽ 6ഉം EGയിൽ 2. T2Gയിൽ 6ഉം EGയിൽ 2 ഇങ്ങനെയുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ഉദ്ദേശിച്ചത്.
അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? തീർച്ചയായും ഇന്നർ 2D വേക്കൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതൊരു അബ്സേർഡായ വാക്കാണ്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? D2 ഉണ്ട്. D2 എങ്ങനെയാണ് ലോ സ്പിൻ വരുന്നത്? D2 എന്ന് പറഞ്ഞാൽ എന്തായാലും 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒരിക്കലും ഇതിനുള്ളിൽ കയറി പെയറിംഗ് ഒന്നും നടത്താൻ പറ്റില്ല, എത്ര ശക്തനായ ലിഗാൻഡ് വന്നാലും. അപ്പോൾ അതെപ്പോഴും ഹൈ സ്പിൻ തന്നെയാണ് എന്നറിയാം. ഇതൊരു അബ്സേർഡായ വാക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഫെമിലിയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആൻസർ 3 എന്ന് എഴുതി കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 82 ഒന്ന് നോക്കിയേ. C6H13Br ആണ്. അതിന് നിങ്ങൾ ആൽക്കഹോളിക് സോഡാമൈഡ് വെച്ചാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ആൽക്കീന് കിട്ടും. ബീറ്റ എലിമിനേഷനാണ്. ബീറ്റ എലിമിനേഷൻ നടത്തി കിട്ടിയ ആൽക്കീന് A എന്നും B എന്നും ഉണ്ട്. അതിനെ ഓസനോളിസിസ് നടത്തിയപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് നോക്കിയോ നിങ്ങൾ? അസിറ്റാൽഡിഹൈഡ്, പ്രൊപ്പനാൽ, 2-മീഥൈൽ പ്രൊപ്പനാൽ, അസിറ്റോൺ. അസിറ്റോൺ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ 1-നെയും 2-നെയും 3-നെയും ഓപ്ഷൻ ഒഴിവാക്കി. പോസിബിലിറ്റി 4-നേ ഉള്ളൂ. ഇനി 4 വെച്ചൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് അസിറ്റോണിൽ എത്തിയതെന്ന്. നോക്കൂ, ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് വിചാരിക്കൂ. ഇതിൻ്റെ ബീറ്റ എലിമിനേഷൻ നടത്താൻ 2 ഓപ്ഷൻ ഉണ്ട്. കാരണം ഇവിടെ ഒരു ബീറ്റ കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ബീറ്റ കാർബൺ ഉണ്ട്, ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് കിട്ടിയ 2 ആൽക്കീനുകൾ ഏതൊക്കെയാവാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൽക്കീന് കിട്ടാം, അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൽക്കീന് കിട്ടാം. ഇനി നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഇതിനെയൊന്ന് ഓസനോളിസിസ് നടത്തി നോക്കൂ. ഇതിനെയാണോ ഓസനോളിസിസ് നടത്തിയത് എങ്കിൽ നിങ്ങൾ മിക്സറിനെയാണല്ലോ ഓസനോളിസിസ് നടത്തിയത്. മിക്സറിനെ ഓസനോളിസിസ് നടത്തുമ്പോൾ കിട്ടിയ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? ഇവിടെയാണെങ്കിൽ CH3CHO എത്തനാൾ, അതവർ പറഞ്ഞിട്ടുണ്ട്. എത്തനാൾ വരുന്നല്ലേ, അസിറ്റാൽഡിഹൈഡ് വരുന്നു പറയുന്നുണ്ട്. പിന്നെ ഏതാണ്? ഇതാണ് എങ്കിൽ നിങ്ങൾക്കറിയാം 2-മീഥൈൽ പ്രൊപ്പനാൾ കിട്ടും എന്ന്. 2-മീഥൈൽ പ്രൊപ്പനാൾ വരുന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ ഏതാണ്? അസിറ്റോൺ എവിടുന്നാണ് കിട്ടിയേ? ഇതാ, ഇതിനെ ഓസനോളിസിസ് നടത്തുമ്പോൾ നമുക്ക് അസിറ്റോൺ കിട്ടുമെന്നും അറിയാം. അസിറ്റോൺ എന്ന് കിട്ടിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ബ്രോമിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കണം എന്ന്. വേറെ എവിടെ നിങ്ങൾ ബീറ്റ എലിമിനേഷൻ നടത്തിയാലും അസിറ്റോൺ വരില്ല കേട്ടോ. വേറെ എവിടെ ബീറ്റ എലിമിനേഷൻ നടത്തിയാലും നിങ്ങൾക്ക് അസിറ്റോണിൽ എത്താൻ പറ്റില്ലായിരുന്നു. സോ ദ കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. പിടികിട്ടിയായിരുന്നോ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ, ആരോമല്ല? ഓക്കെ അല്ലേ? അടുത്തത് ആസ്പിരിൻ ആരാ? ആസ്പിരിൻ നിങ്ങൾക്കറിയാലോ, 2-അസിറ്റോക്സി ബെൻസോയിക് ആസിഡ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. 2-അസിറ്റോക്സി ബെൻസോയിക് ആസിഡ് അതോ അസിറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അനൽജസിക്കും ആൻറ്റിപൈററ്റിക്കും ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, സൈറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് വിൽ നോട്ട് ബി ദ മേജർ പ്രോഡക്റ്റ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒന്ന് പ്രോഡക്റ്റ് ഒന്ന് എഴുതി നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് വണ്ണ് നിങ്ങൾ എന്താ ചെയ്തേ? ഈ പറയുന്ന കോമ്പൗണ്ട് എടുത്തു അല്ലേ, ആസിഡ് ഒഴിച്ചു. ആസിഡ് ഒഴിച്ചു എന്ന് കേട്ട പാതി നിങ്ങളുടെ മനസ്സിൽ എന്ത് വന്ന് കാണും? ഓക്സിജന്റെ ലോൺ പെയർ പ്രോട്ടോണേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓക്സോണിയോ ഉണ്ടാവും, വെള്ളം അറ്റുപോയി കഴിഞ്ഞാൽ കാർബോക്കേറ്റയോൺ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നു. കാർബോക്കേറ്റയോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്ത് കാണും? 1-2 ആൽക്കൈൽ ഷിഫ്റ്റ് നടത്തും അല്ലേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് എന്തായിരിക്കും? ടെർഷറി കാർബോക്കേറ്റയോൺ ആണ്. ഇതിനെ നിങ്ങൾ ഡീപ്രോട്ടോണേറ്റ് ചെയ്താൽ എന്താ പ്രോഡക്റ്റ് കിട്ടുക? ഇതിനെ നിങ്ങൾ ഡീപ്രോട്ടോണേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. തീർച്ചയായും ഈ ആൽക്കീന് ഹൈപ്പർ കോഞ്ചുഗേഷൻ കൂടുതലാണ്. ഇതാണ് കിട്ടാവുന്ന നല്ല സ്റ്റാബിളായ ആൽക്കീൻ. അപ്പം കിട്ടിയ ആൽക്കീൻ സ്റ്റാബിളാണ്. സ്റ്റാബിൾ പ്രോഡക്റ്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ സൈറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ആണ് അല്ലേ? സ്റ്റേബിൾ പ്രോഡക്റ്റിലല്ല. ഈ കൈനറ്റിക് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ നോക്കിയതെങ്കിൽ ഹോഫ്മാൻസ് പ്രോഡക്റ്റ് ആണ്. ഇത് നിങ്ങൾ നോക്കിയത് സ്റ്റാബിൾ പ്രോഡക്റ്റ് ആണ് കിട്ടിയത് അല്ലേ? നല്ലൊരു സ്റ്റാബിൾ ആൽക്കീനാണ്. ഒരു ആൽക്കീൻ്റെ ഡബിൾ ബോണ്ടിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ആരാ? ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണെന്ന് അറിയാലോ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, 3-ആൽഫ-CH, 6, 9, 12-ആൽഫ-CHന്റെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉള്ള ആൽക്കീനാണ് കിട്ടിയത്. ഇത് സൈറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് തന്നെയാണ് തരുന്നത്. അടുത്ത് നോക്കൂ, ആൽക്കഹോളിക് KOH ഒന്ന് എടുത്തു നോക്കിയേ. ആൽക്കഹോളിക് KOH എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതായിരിക്കും ബീറ്റ എലിമിനേഷൻ നടത്തുക? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം OH നെഗറ്റീവ് എന്ന് എബ്സ്ട്രാക്ട് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ബീറ്റ ഹൈഡ്രജനെ ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു ബീറ്റ കാർബൺ ഉണ്ടെങ്കിലും ആ ബീറ്റ കാർബണിൽ നിന്ന് ബീറ്റ എലിമിനേഷൻ നടത്തി ഇങ്ങനെയൊരു പ്രോഡക്റ്റ് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അങ്ങനെ ഒരു ആൽക്കീൻ ഉണ്ടായാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരേ ഒരു ആൽഫ-CHന്റെ ഹൈപ്പർ കോഞ്ചുഗേഷനാണ് അല്ലേ? ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് വേറൊരു അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൽക്കീൻ സത്യത്തിൽ ആരാണ്? നിങ്ങൾക്ക് കിട്ടിയ ആൽക്കീൻ സത്യത്തിൽ കിട്ടേണ്ടത് ഇതാണ്. ഈ ആൽക്കീൻ എത്ര ഹൈപ്പർ കോഞ്ചുഗേഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? 3, 6, 9.
തീർച്ചയായും പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്? സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് തന്നെയാണ്, അല്ലേ? എന്നാൽ അടുത്തതിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ സെറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എത്തുമോ? നിങ്ങൾക്ക് ബിയും സിയും തന്നിരിക്കുന്ന റിയാക്റ്റൻ്റ് സെയിം ആണ്, മാത്രമല്ല പ്രോസസ്സും സെയിം ആണ്, ബീറ്റ എലിമിനേഷനാണ്, അല്ലേ? രണ്ടിലെയും ബീറ്റ എലിമിനേറ്റിംഗ് ഏജന്റിന്റെ വ്യത്യാസം പിടികിട്ടിയോ? എന്താണ്? നിങ്ങൾക്കറിയാം, ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ബീറ്റ. നിങ്ങൾ എടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ ബീറ്റ എലിമിനേറ്റിംഗ് ഏജന്റ് ആരാണ്? OH- ആണ്. OH- എന്ത് ചെയ്തു? ഏത് ഹൈഡ്രജനെ എടുത്താലാണോ മോസ്റ്റ് സ്റ്റാബിൾ പ്രോഡക്റ്റ് കിട്ടുന്നത് അതെടുത്തു. അതാണ് സെയ്റ്റ്സ് ഓഫ് റൂൾ പ്രകാരമുള്ള എലിമിനേഷൻ. എന്നാൽ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ എടുത്ത ബേസ് ആരാണെന്ന് നോക്കൂ. നിങ്ങൾ രണ്ടാമത്തെ കേസിൽ എടുത്തത് ടെർഷറി ബ്യൂട്ടോക്സൈഡ് ആണ്, പൊട്ടാസ്യം ടെർഷറി ബ്യൂട്ടോക്സൈഡ് ആണ്. എന്താണ് ടെർഷറി ബ്യൂട്ടോക്സൈഡിന്റെ പ്രത്യേകത? ഭയങ്കര ബൾക്കി ബേസ് ആണ്, ഹൈലി സ്റ്റെറിക് ഉള്ള ബേസ് ആണത്, ഭയങ്കര ബൾക്കി ബേസ് ആണ്. ഇത്രയും ബൾക്കി ബേസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഹിൻഡേഡായ ഹൈഡ്രജനെ എടുക്കാൻ പറ്റുന്ന? ഒരിക്കലുമില്ല. ഹിൻഡേഡായ ഹൈഡ്രജൻ ആണത്, തടസ്സമുണ്ട് അവിടെയൊക്കെ. ഹിൻഡ്രൻസ് ഉള്ള ഹൈഡ്രജനെ എടുക്കാൻ ഒരിക്കലും ബൾക്കി ബേസിന് എടുക്കാനാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൻ ഏറ്റവും എളുപ്പത്തിൽ എടുക്കാവുന്ന ബീറ്റ ഹൈഡ്രജനെ എടുക്കും. ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ബീറ്റ ഹൈഡ്രജൻ ഇവിടെയാണ് ഇരിക്കുന്നത്, അല്ലേ? തീരെ ഹിൻഡേഡ് അല്ല അവനെയാണ് ബൾക്കി ബേസ് എടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് കിട്ടിയ ആൽക്കീൻ എങ്ങനെ ഇരിക്കും? നമുക്ക് കിട്ടിയ ആൽക്കീൻ ഇങ്ങനെ ഇരിക്കും, ഇതേ കിട്ടുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനെ എടുത്തിരുന്നുവെങ്കിൽ സ്റ്റാബിൾ പ്രോഡക്റ്റ് കിട്ടുമായിരുന്നു, നല്ല സ്റ്റാബിൾ ആയ ആൽക്കീൻ കിട്ടുമായിരുന്നു, സെയ്റ്റ്സ് ഓഫ് പ്രോഡക്റ്റ് കിട്ടുമായിരുന്നു. പക്ഷേ നിങ്ങൾ എടുത്തിരിക്കുന്നത് ബൾക്കി ബേസ് ആയതുകൊണ്ട് അവൻ എടുത്തത് ഏതാണ്? ലീസ്റ്റ് ഹിൻഡേഡ് ഹൈഡ്രജനെയാണ്. ലീസ്റ്റ് ഹിൻഡേഡ് ഹൈഡ്രജനെ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് തെർമോഡൈനാമിക് സ്റ്റാബിൾ പ്രോഡക്റ്റ് അല്ല, പകരമോ ഹോഫ്മാൻസ് എലിമിനേഷൻ ആണ്, കൈനറ്റിക് കൺട്രോൾ പ്രകാരമാണ്. സോ അവർ ആൻസർ ഏതാണ്? തീർച്ചയായിട്ടും സി നമുക്ക് ആൻസർ ആണ്. എന്നാൽ ഡി ഒന്ന് നോക്കൂ. ഡി ഏതാണ്? ആൾഡോൾ ആണ്. ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ടിനെ വെറുതെ ഹീറ്റ് ചെയ്തു. ബീറ്റ ഹൈഡ്രോക്സി കാർബണൈൽ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്താൽ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ നടക്കും, ആൾഡോൾ കണ്ടൻസ് ചെയ്തു പോകുന്നറിയാലോ. ആൾഡോൾ, ഇവന്റെ പേരെന്താ? ആൾഡോൾ. ആരാണ് ആൾഡോൾ? ബീറ്റയിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള കാർബണൈൽ ഗ്രൂപ്പാണ്. ബീറ്റയിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള ആൾഡിഹൈഡിന്റെ പേരാണ് ആൾഡോൾ. ആൾഡോളിനെ വെറുതെ ചൂടാക്കിയാൽ നിങ്ങൾക്കറിയാം ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ നടക്കും. ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് സ്റ്റേബിൾ ആണ്. കാരണം എന്താ? നിങ്ങൾക്ക് ഈ പൈ ഇലക്ട്രോണിന് ഓക്സിജന്റെ ഡബിൾ ബോണ്ടുമായി കോഞ്ചുഗേഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് സ്റ്റാബിൾ പ്രോഡക്റ്റ് ആണ്, സെയ്റ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് ഹോഫ്മാൻസ് പ്രോഡക്റ്റ് കിട്ടിയുള്ളൂ. അടുത്തതിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 85. ക്വസ്റ്റ്യൻ നമ്പർ 85 എന്താ കൊടുത്തിരിക്കുന്നത്? പാരാടൊളുഡിൻ ആണ്. പാരാടൊളുഡിൻ ഒന്ന് അസൈലേറ്റ് ചെയ്യാവോ? പാരാടൊളുഡിനെ നിങ്ങൾ അസൈലേറ്റ് ചെയ്താൽ എന്താ വരിക? അസിറ്റിക് അൻഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ അസിറ്റാനിലൈഡ് ഗ്രൂപ്പ് കിട്ടും, അല്ലേ? പാരാ മീഥൈൽ അസിറ്റാനിലൈഡ് കിട്ടി. എന്തിനാണ് അസൈലേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ബ്രോമിനിൻ അസിറ്റിക് ആസിഡ് എടുത്തു. അപ്പോഴെന്താ ഉണ്ടാവുക? നിങ്ങൾക്കറിയാലോ ആർക്കാ ഡയറക്റ്റീവ് പവർ കൂടുതൽ? ഡയറക്റ്റീവ് പവർ എങ്ങനെയാണ്? O- ഗ്രേറ്റർ ദാൻ NH2 ഗ്രേറ്റർ ദാൻ NHR ഗ്രേറ്റർ ദാൻ OH ഗ്രേറ്റർ ദാൻ OR ഗ്രേറ്റർ ദാൻ, അങ്ങനെയല്ലേ പഠിച്ചേ? അത് കഴിഞ്ഞിട്ടാണ് NHCO CH3 വന്നേ. അത് കഴിഞ്ഞാണ് CH3 ഒക്കെ പഠിച്ചേ. അപ്പോൾ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ആരുടെ കയ്യിലാണുള്ളത്? NHCO CH3യുടെ കയ്യിലാണ്. അവൻ പറയുന്നതേ കേൾക്കാൻ പറ്റുള്ളൂ. അവൻ വരുന്നവനോട് എന്താ പറയുക? എൻ്റെ പേരയിൽ ഇരിക്കൂ എന്ന് പറയും. പക്ഷെ അവൻ എന്ത് പറയും? പേര ഒക്യുപ്പൈഡ് ആണ്, ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം പിന്നെ അവൻ എന്താ പറയുക? എന്നാൽ പിന്നെ എൻ്റെ ഓർത്തോൽ ഇരുന്നു എന്ന് പറയും. അപ്പോൾ ഇവൻ്റെ ഓർത്തോല് വേണ്ടേ ബ്രോമിൻ ഇരിക്കാൻ? അവൻ്റെ ഓർത്തോലായിരിക്കും ബ്രോമിന് കയറിയിരിക്കാം. ഹൈഡ്രോലൈസ് ചെയ്താൽ നമുക്ക് തിരിച്ച് NH2 ഗ്രൂപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 അല്ലേ ഇട്ടത്? അടുത്തതിലേക്ക് പോകാം. അടുത്തത് ആരോമല ആരെയാണ് എൻകറേജ് ചെയ്യുന്നത്? വിഷ്ണുവിനൊക്കെയാണല്ലോ വിളിക്കുന്നത് ആരോമലെ. ശ്രദ്ധിച്ച് കേൾക്കണ്ടല്ലോ. അടുത്തത് നോക്കിയടാ, ഇതിൻ്റെ DNA കോഡിംഗ് ഒന്ന് പറയാമോ? സീക്വൻസ് ഏതാ? TATGACTG. എടാ ഇതിൻ്റെ കറസ്പോണ്ടിങ് DNA പെയർ എന്തായിരിക്കും? എല്ലാവർക്കും അറിയാലോ. ഒരു ഭാഗത്ത് നൈട്രജൻ ബേസ് ഇരിക്കുന്നത് തയമിനാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി
ബേസ് എന്തായിരിക്കണം? തൈമിന് അഡനിൻ അല്ലേ വരിക. അപ്പം തൈമിന് അഡനിൻ, അഡനിന് തൈമിൻ, തൈമിന് അഡനിൻ, ക്വാനിന് സൈറ്റോസിൻ, എക്ക് ടി, സിക്ക് ജി, ടിക്ക് എ, ജിക്ക് സി. എടാ ആർക്കെങ്കിലും ഈ ഓർഡർ കിട്ടിയോ? എ ടി എ 3 തുടങ്ങുന്നുണ്ട്, സി ടി ജി, എ ടി എ, സി ടി ജി അത് 2 ഉണ്ട്, എ സി 3 കിട്ടിയ ആൻസർ. അടുത്തതിലേക്ക് പോവാം. ഇതൊന്ന് പറഞ്ഞേ, എന്താ വേണ്ടേ? ക്ലാസിഫിക്കേഷനാണ്. പോളി ഐസോപ്രീൻ, സിസ് പോളി ഐസോപ്രീൻ ആണ് നാച്ചുറൽ റബ്ബർ അല്ലേ? അത് ഹോമോപോളിമർ അല്ലേ? തീർച്ചയായിട്ടും. ഒരു തരം മോണോമർ മാത്രമേ ഉള്ളൂ. ഏതാണ് ഐസോപ്രീൻ യൂണിറ്റ്? 2-methyl buta 1,3-ഡൈൻ. അങ്ങനെ ഒരേ ഒരാൾ പോളിമറൈസ് ചെയ്തിട്ടാണ് നാച്ചുറൽ റബ്ബർ കിട്ടിയത്. ഡാക്രോൺ ആരാ? ടെർലിനും. ഡാക്രോൺ എന്ന് പറഞ്ഞാൽ ടെർലിനാണ്. ടെർലിൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നതാ? ടെറി താലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോളും. ടെറി താലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോളും ഒരു ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പും ആൽക്കഹോളിക് ഗ്രൂപ്പും ചേർന്ന് എന്താ കിട്ടുക? ആസിഡും ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പും ചേർന്ന എസ്റ്റർ അല്ലേ കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും അത് എസ്റ്റർ ആണ്. കോപ്പോളിമർ ആണ്. 2 തരം മോണോമർ ഉണ്ട്. നൈലോൺ 6,6 ഹെക്സാം എത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 100 ക്വസ്റ്റ്യൻ സീരീസ് തന്നെ ഇതൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടൻസേഷൻ ആണ് അല്ലേ? ബ്യൂണായൻ ഹോമോപോളിമർ ആണോ? ബ്യൂട്ടാഡൈയിനും എക്രൈലോ നൈട്രൈലും 2 ആളായില്ലേ? ബ്യൂട്ടാഡൈയിനും വേണം, പിന്നെ ആര് വേണം? എക്രൈലോ നൈട്രൈലും വേണം. അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ അത് 2 തരം മോണോമറായി, കോപ്പോളിമറാണ്. ഇത് സ്റ്റെപ്പ് ഗ്രോത്തും അല്ല കേട്ടോ, ഇത് ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അത് ചെയിൻ ഗ്രോത്ത് ആണ്. അപ്പോൾ റോങ് ആണ് നമ്മളോട് ചോദിച്ചത്. 4ാമത്തെയാണ് ആൻസർ. ഓർത്തോബോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്തു. ഓർത്തോബോറിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് 2 തരത്തിലാണ് ഡീകമ്പോസിഷൻ കാണിച്ചത്. ഏതൊക്കെയാ? HbO2ഉം H2Oയും അല്ലേ? പിന്നെ വേറൊരു തരം ഹീറ്റ് ചെയ്തപ്പോൾ B2O3യും H2Oയും കിട്ടി. 9 മോൾസ് ഓഫ് H3BO3 ആണ് നിങ്ങൾ മൊത്തം എടുത്തത്. ഞാൻ എഴുതട്ടെ. H3BO3 എന്ന് പറയുന്നയാൾ ഹീറ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? HbO2ഉം വെള്ളവും കിട്ടുന്നുണ്ട്. പിന്നെ എന്താ കിട്ടുന്നതെന്ന് അറിയോ? H3BO3 ഓർത്തോബോറിക് ആസിഡ് ഹീറ്റ് ചെയ്തിട്ട് ബോറിക് അൺഹൈഡ്രേറ്റും വെള്ളവും കിട്ടുന്നുണ്ട്. 2ാമത്തെ ഇക്വേഷൻ ബാലൻസ് ചെയ്യണോ അല്ലേ? B2O3 കിട്ടാൻ 2 H3BO3 വേണം. അപ്പോൾ ഒരു B2O3യും കിട്ടും, 3 വെള്ളവും കിട്ടും. ശരിയല്ലേ ഞാൻ എടുത്തത്? ഞാൻ വിചാരിക്കാം ഒരു എക്സ് മോൾ H3BO3 എന്ന് പറയുന്നയാൾ B2O3യിലേക്ക് പോയി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 9 - X മോൾ H3BO3 എന്തിലേക്ക് പോയിട്ടുണ്ടാവും? മെറ്റാബോറിക് ആസിഡ് ഉണ്ടാവാൻ പോയിട്ടുണ്ടാവും. ശരിയല്ലേ? HbO2 എന്ന് പറയുന്ന ആളാവാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ കാരണം എന്താ? ആകെ ഞാൻ എടുത്തത് 9 മോൾ ഓർത്തോബോറിക് ആസിഡാണ്. അതിൽ എക്സ് മോൾ ഓർത്തോബോറിക് ആസിഡ് B2O3 ആയി. ഞാൻ ചോദിക്കട്ടെ, എക്സ് മോൾ H3BO3 B2O3 ആയാൽ എത്ര മോൾ B2O3 ഉണ്ടാവും? എടാ 2 H3BO3 1 ഉണ്ടാക്കാൻ പറ്റും. അപ്പം എക്സ് മോൾ നിങ്ങൾ എടുത്താൽ X/2 മോള് B2O3 ഉണ്ടാവും. നമ്മളോട് ചോദിച്ചത് ഈ X/2 എന്ത് എന്നാണ് അല്ലേ? നോക്കിയേ, ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോൾസ് ഓഫ് B2O3 എത്ര ഉണ്ടാവും എന്നാ ചോദിച്ചത്. എന്ന് വെച്ചാൽ ഈ X/2 എന്തെന്ന് കണ്ടാൽ മതി. പക്ഷെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ആകെ 11 മോള് വെള്ളം ഉണ്ടായിട്ടുണ്ട്. എടാ 1ാമത്തെ ഇക്വേഷൻ പ്രകാരം വെള്ളം എത്രയും ഉണ്ടാവും? ഇത് 1 ഒരു വെള്ളമല്ലേ ഉണ്ടാവുക അല്ലേ? അപ്പോൾ 9 - X മോൾ എടുത്താൽ എത്ര മോൾ വെള്ളം ഉണ്ടാവും? 9 - X മോൾ വെള്ളം ഉണ്ടാവും. 2ാമത്തെ ഇക്വേഷൻ എത്ര മോൾ വെള്ളം ഉണ്ടാവും? നോക്കിയേ, 2 H3BO3ന്റെ 3 വെള്ളം ഉണ്ടാവും. 2ന് 3 എന്ന് വെച്ചാൽ 1ന് 1.5. അപ്പോൾ എക്സിനോ 1.5x അല്ലേ? അതായത് 3/2x. 1.5x ആണ് വേണ്ടത്. അതായത് 3/2x എന്നിട്ടാൽ മതി. ശരിയല്ലേ? ഇതാണ് ആകെ ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ്. അതവർ ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ 11 ആണെന്ന്. ഇത് 11 ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. 9 - X + 3/2x 11 ആണ്. 9ന്ന് 1.5x പോയാൽ എത്ര ഉണ്ടാവുക? 1x അല്ലേ ഉണ്ടാവുക? അപ്പം അങ്ങനെയാണ് എങ്കിൽ ശരിയല്ലേ ഞാൻ ഈ പറയണതൊക്കെ? അപ്പോൾ 9 - 1/2x = ശരിയല്ലേ 11 എന്ന് കിട്ടും. അപ്പോൾ -1/2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? -2. -2ഓ? അതെങ്ങനെയാണ് ശരിയാവണേ? അല്ല, +x അവിടെ വേണ്ടത് അല്ലേ? 9 + ½ x = 11. അപ്പോൾ ½ x = 2. അപ്പോൾ x ആരാ? x4. x ആണ് ആൻസർ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഭാഗ്യത്തിന് അവിടെ 4 എന്നുള്ളൊരു ആൻസർ ഇല്ല. x കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. എത്ര B2O3 ഉണ്ടാവും? എന്നോട് ചോദിച്ചത് X/2 അല്ലേ? X/2 അന്നേരം എത്ര ഉണ്ടാവും? 4/2 എന്ന് പറയുമ്പോൾ 2 മോൾ. നിങ്ങൾ എഴുതിയായിരുന്നു ആൻസർ?
4 ആണ് ആൻസർ കിട്ടിയത്. സംശയം ഉണ്ടായോ? അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 89 ഒന്ന് നോക്കാവോ? ക്വസ്റ്റ്യൻ നമ്പർ 89 എന്താ പറഞ്ഞിരിക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ്ഡ് 4 ടൈംസ്. ഡീബ്രോയ് വേവ് ലെങ്ത്. ഡീബ്രോയ് വേവ് ലെങ്ത് എന്ന് കേട്ടതും ലാംഡ ഈക്വൽ ടു h/p. മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധം അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. p²/2m ആണ് കൈനറ്റിക് എനർജി എന്ന്. അപ്പോൾ p എന്ന് പറഞ്ഞാൽ √2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി നമുക്കറിയാം. എന്ന് വെച്ചാൽ ഡീബ്രോയ് വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജിയാണ് അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി എത്ര ടൈംസ് ആയി? 4 ടൈംസ്. അപ്പോൾ ഡീബ്രോയ് വേവ് ലെങ്തോ 1/2 ടൈംസ്. Cubic close packed structure of mixed oxides. The lattice is made up of oxide ion. ഞാൻ ആദ്യമേ പറയാറുണ്ട്, ആരാണോ ലാറ്റിസ് ഫോം ചെയ്തു എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നാം അത് 1 മോൾ എടുത്തു എന്ന് അസ്യൂം ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഓക്സൈഡ് അയോൺ 1 മോൾ ഉണ്ട് എന്ന്. ലാറ്റിസ് ഉണ്ടാക്കിയ ആൾ ആരോ അയാളാണ് 1 മോളായിട്ട് എടുക്കേണ്ടത്. അപ്പം ടെട്രാഹീഡ്രൽ വോയിഡ്സ് എത്ര കാണും? ടെട്രാഹീഡ്രൽ വോയിഡുകൾ 2 എണ്ണം കാണും, 2 മോൾ കാണും. കാരണം എന്താ? നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് സ്ഫിയേഴ്സ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സ്ഫിയർ 1 മോൾ ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡുകൾ 2 മോൾ ഉണ്ടാവും. അപ്പോൾ എക്സ് എത്രയുണ്ടാവും? എക്സ് അയോണുകൾ. ടെട്രാഹീഡ്രൽ വോയിഡിന്റെ 20% എക്സ് ഇരിക്കുന്നത്. ടെട്രാഹീഡ്രൽ വോയിഡ് 2 മോൾ, അതിന്റെ 20% എക്സ് ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ 4/10 മോൾ എക്സ് ഉണ്ട്. വൈ എവിടെയായിരിക്കണേ? ഒക്ടാഹീഡ്രൽ വോയിഡിൽ. നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സ്ഫിയേഴ്സ്. ഒരു മോൾ സ്ഫിയർ ഉണ്ടെങ്കിൽ ഒക്ടാഹീഡ്രൽ വോയിഡ് 1 മോൾ തന്നെ കാണും. അപ്പോൾ വൈ എത്ര കാണും? 1 മോൾ ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ട്, അതിൻ്റെ എത്ര ശതമാനം? 50% വൈ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ വൈ 1/2. അപ്പോൾ എക്സ് 4/10, വൈ 1/2, ഓ 1. 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് 4, വൈ 10/2 എന്ന് പറഞ്ഞാൽ 5, ഓ 1/1 × 10 വെച്ചാൽ 10. അപ്പോൾ എക്സ് 4, വൈ 5, ഓ 10 ആണോ ഇവിടെ കിട്ടിയേ? ആണല്ലോ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. കഴിഞ്ഞോ ക്വസ്റ്റ്യൻസ്? ഇനി ഉണ്ടായിരുന്നടാ, നമ്മൾ 90 ക്വസ്റ്റ്യൻ ആയല്ലോ, പക്ഷേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അല്ലേ? ഇനിയും ക്വസ്റ്റ്യൻസ് ഇല്ലടാ നിങ്ങളെ കയ്യിൽ? എടാ നീ ആ സ്ലൈഡ് ഒന്ന് എടുത്തു തരുടാ, ഓടിപ്പോയിട്ട് എൻ്റെ മേശപ്പുറത്തുണ്ടാവും. ക്വസ്റ്റ്യൻ തീർന്നോ നമ്മളത്? ഇല്ലല്ലോ. ഒന്ന് ഇവനെ ഒന്ന് വിളിക്കണേ പെട്ടെന്ന്, ചന്തുവിനെ വിളിച്ചോ. മക്കളെ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങളെ? ആരും ഒന്നും പറയണില്ലല്ലോ. നമ്മളെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇതല്ലല്ലോ എഴുതിയത്. ഇനിയും ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാവോ? ഇതിനകത്ത് ഒരു മിനിറ്റ് ഇതാ ഈ ക്വസ്റ്റ്യനും കൂടി ഒന്ന് എടുത്തേക്കാം. എന്താണാവോ ഇത് അങ്ങോട്ട് വന്നില്ല. ഞാൻ ഇതിനകത്തൊന്ന് സെൻഡ് ചെയ്യാം. മോനെ ഇതൊന്ന് സെൻഡ് ചെയ്യാൻ പറ്റൂടാ? അതാ ഈ ക്വസ്റ്റ്യൻസ് വരച്ചത് വന്നിട്ടില്ലായിരുന്നു. കാണാവോ? കുട്ടിയെ കാണാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ നമ്പർ 89 അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ? ക്വസ്റ്റ്യൻ നമ്പർ 90 പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 91ലേക്ക് പോട്ടെ ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 91ലേക്ക് പോവാം. ഓക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത്. The boiling point of water at 100 degrees C become 100.52 degree if 3 gram non-volatile solute is dissolved in 200 gram water. Molecular weight of solute is. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊല്യൂഷനിലെ ചോദ്യമാണ് അടുത്തതെന്ന്. ഓക്കെ, എല്ലാവരും ഉണ്ടോ? ആരൊക്കെ പോയോ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എങ്ങനെ നമ്മൾ കാണും മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്? ഏതാ ഫോർമുല? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം അല്ലേ? എന്താ കെ ബി ഇവിടെ? 0.6. മൊളാലിറ്റി എങ്ങനെ കാണും? WB/MB × 1000 ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. ഡെൽറ്റ ടി ബി എത്രയാണ് തന്നെ? 0.52. 0.6 ഇൻറ്റു WB 3 ഗ്രാം. മോളാർ മാസ് കണ്ടുപിടിക്കണം ഇൻറ്റു 1000 ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് 200 ഗ്രാം. ഇതിവിടെ കട്ട് ചെയ്താൽ 5 അല്ലേ? കണ്ടുപിടിക്കേണ്ടത് MB ആണ്. MB ഈസ് ഈക്വൽ ടു 0.6 × 3 × 5 ഡിവൈഡഡ് ബൈ 0.52 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എത്രയാടാ കിട്ടുക? 3×5 = 15, 6 90 ശരിയല്ലേ? അപ്പോൾ 0.52 എന്ന് കിട്ടും. അപ്പോൾ ഏകദേശം എത്രയായിരിക്കും ഏകദേശം വരാൻ സാധ്യതയുള്ള ഒരു വാല്യൂ? 17 പോയിൻ്റ് ആണോടാ കിട്ടിയേ?
17 പോയിന്റ് അല്ലേ കിട്ടിയെന്നൊന്ന് നോക്കാവോ? അല്ലേ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, ഗുഡ്. ആരോമൽ പറഞ്ഞത് കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92 എന്താ തന്നിരിക്കണേ? S1, S2, S3, S4 ആർ ദ സോലിബിലിറ്റി ഓഫ് AgCl ഇൻ വാട്ടർ. ഇപ്പൊ S1 എന്ന് പറയുന്നത് വെള്ളത്തിലെ സോലിബിലിറ്റിയാണ്. പിന്നെയോ S2 എന്ന് പറയുന്നത് എവിടെയുള്ള സോലിബിലിറ്റിയാണ്? S1 എന്ന് പറയുന്നത് വെള്ളത്തിൽ കലങ്ങുന്നത്, S2 എന്ന് പറയുന്നത് 0.01 മോളാർ കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ക്ലോറൈഡ് 0.01 എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് അയോൺ എത്രയുണ്ടാവും? 0.02 മോൾ ക്ലോറൈഡ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ S3യോ? S3 എന്ന് പറയുന്നതിൽ 0.01 മോൾ ക്ലോറൈഡ് ഉണ്ട്. S4 എന്ന് പറയുന്നതിലോ 0.05 മോൾ Ag+ ഉണ്ട്. ശരിയല്ലേ ഞാൻ പറയണേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആർക്കായിരിക്കും കൂടുതൽ കലങ്ങുക? നിങ്ങൾക്കറിയാം, കോമൺ അയോൺ എഫക്റ്റ് കാരണം കോമൺ അയോൺ ഉണ്ടെങ്കിൽ കലങ്ങുന്നത് കുറയും അല്ലേ? ഇപ്പം AgCl എന്ന് പറയുന്നത് ശുദ്ധവെള്ളത്തിൽ കലങ്ങുന്നതോളം മറ്റൊന്നിലും കലങ്ങില്ല. കാരണം എന്താ? ഇവിടെ 0.02 മോൾ ക്ലോറൈഡ് അയോൺ കോമൺ ആണ്. അതുകൊണ്ട് AgClന്റെ കലങ്ങൽ കുറയും. ഏറ്റവും കലങ്ങൽ കുറഞ്ഞ S4 ആണ്. കാരണം അവിടെയാണ് കോമൺ അയോൺ ഏറ്റവും കൂടുതലുള്ളത്. 0.05 മോൾ Ag+ ഉണ്ട്. അപ്പോൾ AgClന്റെ സോലിബിലിറ്റി നന്ന കുറവായിരിക്കും. കാരണം അവിടെ ആ കോമൺ അയോൺ കൂടുതലുള്ളത്. അപ്പോൾ ഏറ്റവും തീരെ കലങ്ങാത്തത് S4 ആണ്. നല്ലോണം കലങ്ങുന്നത് ഏതാ? വെള്ളത്തിലാണ്. ഇപ്പോൾ S1 ഏറ്റവും കൂടുതൽ, S4 ഏറ്റവും കുറവ്. പിന്നെ S2 ആണോ S3 ആണോ കൂടുതൽ കലങ്ങുക? S3യിൽ പിന്നെയും കലങ്ങും. എന്താ കാരണം? S2ൽ ക്ലോറൈഡിൻ്റെ എണ്ണം കൂടുതലാണ്. കോമൺ അയോൺ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? S1 > S3. S1 > S3, ഏറ്റവും കുറവ് S4. ഏതായിരിക്കും? സെക്കൻഡ് വൺ അല്ലേ എടുത്തേ? അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോകുന്നുണ്ടോ? വഹീദ എന്തൊക്കെയോ അടിച്ചിടുന്നുണ്ടല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 93ലേക്ക് ഒന്ന് പോയിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 93 ഏതാ വേണ്ടേ? സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. COF63-. സെൻട്രൽ ആറ്റം ആരാ? കൊബാൾട്ട്. ആറ്റോമിക് നമ്പർ 27. 27 എന്ന് കേട്ടാൽ 4s2 ആണ് അല്ലേ? കൊബാൾട്ട് ഇരിക്കുന്നത് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാ? 3+. ഏതാ ഇലക്ട്രോൺ പോയേ? 4s 2 പോയി, 3d 1 പോയി, 3d6. ഫസ്റ്റ് വണ് 3d6 ആ. അപ്പൊ എന്തായാലും ആദ്യത്തത് ഇതല്ല എന്ന് ഉറപ്പാ. ഡിയിൽ 6 വരണം. പിന്നെയോ ഈ D6 എങ്ങനെയാ ഇരിക്കുന്നുണ്ടാവുക? D6 ഫോഴ്സ്ഡ് പെയറിങ് നടക്കില്ല. കാരണം ഫ്ലൂറിൻ ദുർബലനായ ലിഗാൻഡാണ്. അപ്പൊ D6 ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? D6 ഇരിക്കുന്നത് 1, 2, 3, 4, 5, 6 അല്ലേ? അങ്ങനെയാ ഇരിക്കേണ്ടത്. അപ്പൊ T2Gയിൽ 4ഉം EGയിൽ 2ഉം ആ വരേണ്ടത്. എന്ന് വെച്ചാൽ അൺപെയ്ഡ് എത്ര കാണും? അൺപെയ്ഡ് 4 വരും. അൺപെയ്ഡ് 4 വന്നാൽ √n × n+2 എടുത്ത് എത്രയാ വരിക? 4 × 6 √24 അല്ലേ? അപ്പോൾ ഫസ്റ്റ് വണ്ണിന് T2G 4ഉം EG 2ഉം. അത് ശരിയാവും. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. എന്താ കാരണം? അടുത്ത ലാസ്റ്റ് വണ്ണ് നോക്കൂ നിങ്ങൾ. ലാസ്റ്റ് വണ്ണിൽ കൊബാൾട്ട് 3+ തന്നെയാണ് അല്ലേ? കൊബാൾട്ട് 3+ ആണ്. പക്ഷേ ആ D6 എങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? T2Gയിലായിരിക്കും 6 നിൽക്കുന്നുണ്ടാവുക. കാരണം സയനൈഡ് സ്ട്രോങ് ലിഗാൻഡാ. EGയിൽ ഇലക്ട്രോൺ ഉണ്ടാവില്ല. ബട്ട് D3D6 ആയിരിക്കും. കൊബാൾട്ട് 3+ എന്ന് പറയുന്നതിൽ ഫുള്ളി പെയ്ഡ് ആയിരിക്കും. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. പിടികിട്ടിയോ? സെക്കൻഡ് ഓപ്ഷനിൽ കൊബാൾട്ട് 2+ ആണ് കേട്ടോ. കൊബാൾട്ട് 2+ ആണ്. കൊബാൾട്ട് 2+ ആകുമ്പോൾ 5, 2, 7 ഇലക്ട്രോൺ ഉണ്ടാവണം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 94ലേക്ക് പോവാം. ഇതിലേതാ ന്യൂ CC ബോണ്ട് ഉണ്ടാവുന്നതെന്നാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ആൽക്കൈൻ്റെ പ്രിപ്പറേഷനകത്ത്, ഈത്തൈൻ്റെ പ്രിപ്പറേഷനകത്ത് കോൾബ്സ് ഇലക്ട്രോളിസിസ് എടുത്താൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈത്തൈനെ കോൾബ്സ് ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കിയത്? സോഡിയത്തിൻ്റെയോ പൊട്ടാസ്യത്തിൻ്റെയോ സാൾട്ട് ഓഫ് അസിറ്റിക് ആസിഡ് വെള്ളത്തിലിടുക. ഇത് വെള്ളത്തിലിട്ടാൽ എന്താവും? അസിറ്റേറ്റ് അയോണും ഉണ്ടാവും, Na+ അയോണും ഉണ്ടാവും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അസിറ്റേറ്റ് അയോൺ എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആനോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. ഈ മീഥൈൽ റാഡിക്കലും കാർബൺ ഡൈ ഓക്സൈഡും ഇലക്ട്രോണും ആവും. മീഥൈൽ റാഡിക്കൽ വേറൊരു മീഥൈൽ റാഡിക്കലുമായിട്ട് അപ്പോൾ തന്നെ ചേർന്നിട്ട് എന്താവും? ഈതെയിൻ എന്ന ആൽക്കേനായി മാറും. അപ്പോൾ ആൽക്കേൻ ഉണ്ടാക്കുമ്പോൾ കോൾബ്സ് ഇലക്ട്രോണിൽ CC ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിലേതാ ആരോമാറ്റിക് അല്ലാത്തതെന്നാണ്. ഇതിൽ ഫസ്റ്റ് വൺ ആരോമാറ്റിക് ആണ്, 6π സിസ്റ്റമാണ്. സെക്കൻഡ് വണ്ണ് നിങ്ങൾക്കറിയാം ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നതാണ്, തീർച്ചയായിട്ടും ആരോമാറ്റിക് ആണ്, 10π സിസ്റ്റമാണ്. തേർഡ് വണ്ണ് 6π സിസ്റ്റമാണ്. നാലാമത്തത് ആരോമാറ്റിക് അല്ല, ഫുള്ളി കോഞ്ചുഗേറ്റഡ് അല്ല, 4π ഇലക്ട്രോൺ സിസ്റ്റമാണ്. അടുത്ത നോക്കൂ,
എങ്ങനെയാണ് നമ്മൾ മെക്കാനിസം ഗസ് ചെയ്യുക? ആദ്യം തന്നെ നിങ്ങളെ കണ്ണുന്ന് പോയത് എവിടെയായിരിക്കും? ഈ കൂട്ടത്തിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏത് എന്നായിരിക്കും നോക്കിയത് അല്ലേ? അപ്പം നിങ്ങൾ സ്ലോ സ്റ്റെപ്പ് നോക്കിയപ്പോൾ ഏതാ കിട്ടിയേ? ഇതല്ലേ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ റേറ്റ് ലോ എങ്ങനെ എഴുതി കാണും? R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 എന്ന് എഴുതി കാണും. ഇതാണ് നിങ്ങളെ മനസ്സിൽ ആദ്യം വന്ന റേറ്റ് ലോ. പക്ഷേ ഇത് റേറ്റ് ലോ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താ കാരണം? നമുക്കറിയാം ഓവറോൾ റിയാക്ഷനിലുള്ള സ്പീഷീസ് മാത്രമേ റേറ്റ് ലോയിൽ പാടുള്ളൂ. ഇങ്ങനെ ഒരാൾ സത്യത്തിൽ എൻ്റെ റിയാക്റ്റൻറ്റിലോ പ്രോഡക്റ്റിലോ ഇല്ല. റിയാക്റ്റൻറ്റിലോ പ്രോഡക്റ്റിലോ ഓവറോൾ റിയാക്ഷനിൽ ഇല്ലാത്ത ഒരാളെ വെച്ചുകൊണ്ട് എനിക്ക് ഒരിക്കലും റേറ്റ് ലോ എഴുതാൻ പാടില്ല. അപ്പോൾ എനിക്ക് അയാൾ ഒഴിവാക്കണം. അയാൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അയാൾ വരുന്ന ഇക്വിലിബ്രിയത്തിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യും. ഞാൻ ഈ എക്സ്പ്രഷനകത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുത്താൽ എന്താ കിട്ടുക? K ഈക്വൽ ടു എന്തായിരിക്കും? NO2ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ NO കോൺസെൻട്രേഷൻ സ്ക്വയർ. ശരിയല്ലേ? അതിൽ നിന്ന് എനിക്ക് വേണ്ട ആളെ ഐസൊലേറ്റ് ചെയ്തു. എനിക്ക് വേണ്ട ആളാരാ? NO2ന്റെ കോൺസെൻട്രേഷൻ. അത് കിട്ടാൻ എന്ത് ചെയ്യും? K ഇൻറ്റു NO സ്ക്വയർ എടുക്കും. ശരിയല്ലേ? പിടികിട്ടിയോ? എനിക്ക് ഇയാളെ ഒഴിവാക്കണം. ഇയാളെന്ന് പറയുന്ന ആൾ പാടില്ല റേറ്റ് ലോയിൽ. കാരണം അയാൾ ഓവറോൾ റിയാക്ഷനിൽ ഇല്ല. അത് ഇല്ലാത്തതുകൊണ്ട് അയാൾ ഒഴിവാക്കണം. അത് ഓവറോൾ റിയാക്ഷനിലുള്ള ആൾ മാത്രമേ സ്ലോവസ്റ്റ് സ്റ്റെപ്പിലുള്ളൂ എങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് റേറ്റ് ലോ എഴുതാം. സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്താൽ റേറ്റ് ലോ കിട്ടിക്കോളും. പക്ഷേ ഇവിടെ ഞാൻ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ റേറ്റ് ലോ കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇയാൾ ഇൻ്റർമീഡിയറ്റാണ്. ഇയാൾ ഓവറോൾ റിയാക്ഷനിൽ ഇല്ല. അപ്പോൾ അയാൾ ഒഴിവാക്കണം. ഇയാൾ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്തേ? ഈ പറയുന്ന ഇക്വിലിബ്രിയയിൽ പോയിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയേ? ഇതാ കിട്ടിയേ. ഇനി ഞാൻ അതിനെ ഒഴിവാക്കി. അപ്പോൾ R ഈക്വൽ ടു എന്ത് വേണം? K ഇൻറ്റു ആരാ? NO2 എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് K ഇൻറ്റു NO സ്ക്വയറിന് ഈക്വലാണ് ഇൻറ്റു Cl2. ഇതാണ് നിങ്ങൾ എഴുതിയ റേറ്റ് ലോ അല്ലേ? പിടികിട്ടിയോ എല്ലാവർക്കും? അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരാണ്? പൊട്ടാസ്യം അമൈഡ്. വെരി പവർഫുൾ ബീറ്റ എലിമിനേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പം ആദ്യം എന്തുണ്ടായിട്ടുണ്ടാവും? ബെൻസൈൻ എന്ന ഇന്റർമീഡിയറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അവൻ ലിക്വിഡ് അമോണിയൻ്റെ കൂടെ ചേരുന്ന സമയത്ത് എന്താ വരിക? അമോണിയൻ്റെ ലോൺ പെയർ കയറി അറ്റാക്ക് ചെയ്യും. അങ്ങനെ അത് ആരായിട്ട് മാറും? അനിലിനായിട്ട് മാറും അല്ലേ? ക്ലോറിൻ പോയിട്ട് ആദ്യം ബെൻസൈൻ ഇന്റർമീഡിയറ്റ് വഴിയാണ് അനിലിലേക്ക് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 98ലേക്ക് ഒന്ന് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 98ൽ എന്താ തന്നിരിക്കണേ? കണ്ടുപിടിക്കേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റലാണ്. ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു N+ ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ N ഇലക്ട്രോണിനെ വാങ്ങിയാൽ ഒരു മോൾ മെറ്റൽ കിട്ടില്ലേ? സംശയമുണ്ടോ? അപ്പോൾ ഇതെന്താ കിട്ടിയത്? Mn+ എന്ന് പറയുന്ന മെറ്റൽ അയോൺ N ഇലക്ട്രോണിനെ മേടിച്ച് മെറ്റലായി മാറുന്നു അല്ലേ? ഒരു മോൾ മെറ്റൽ ഉണ്ടാവാൻ എത്ര മോൾ ഇലക്ട്രോൺ വേണം? N മോൾ ഇലക്ട്രോൺ വേണം. N മോൾ ഇലക്ട്രോൺ വെച്ചാൽ N ഫാരഡേ വേണ്ടേ? അപ്പോൾ N ഫാരഡേ ഉപയോഗിച്ച് N ഇൻറ്റു 96,500 കൊളൂം ഉണ്ടെങ്കിൽ എനിക്ക് 177 ഗ്രാം മെറ്റൽ ഉണ്ടാക്കാമായിരുന്നു. ഒരു മോൾ മെറ്റൽ ഉണ്ടാക്കാൻ എനിക്ക് N മോൾ ഇലക്ട്രോൺ വേണം. ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഒരു ഫാരഡേ. അപ്പോൾ N മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് N ഫാരഡേ. ഇപ്പോൾ N ഇൻറ്റു 96,500 കൊളൂം ക്യാൻ പ്രൊഡ്യൂസ് 177 ഗ്രാം മെറ്റൽ. ഇനി അവർ തന്നത് എന്താ നോക്കൂ ഡാറ്റ. 2 ആംപിയർ 5 മണിക്കൂർ നേരം പാസ് ചെയ്തപ്പോൾ 22.2 ഗ്രാം മെറ്റൽ ഉണ്ടായി. നമുക്കറിയാലോ Q ഈക്വൽ ടു I ഇൻറ്റു T ആണെന്ന്. I ആംപിയർ എത്ര? 2 ആംപിയർ കറണ്ട് 5 മണിക്കൂർ നേരത്തേക്ക് 5 ഇൻറ്റു 60 ഇൻറ്റു 60. ഇപ്പം ഇത്ര കൊളൂമ്പായി. ഇത്രയും കൊളൂമ്പ് പാസ് ചെയ്തപ്പോൾ അവർ പറയുന്നത് 22.2 ഗ്രാം മെറ്റൽ ഉണ്ടായി എന്നാണ്. എനിക്കറിയാവുന്നത് എന്താണ്? N ഫാരഡേ കൊണ്ട് 177 ഗ്രാം ഉണ്ടാക്കാം. എനിക്ക് Nൻ്റെ വിലയാ കാണണ്ടേ. തന്നത് എന്താണ്? 2 ഇൻറ്റു 5 ഇൻറ്റു 60 ഇൻറ്റു 60 കൊളൂമ്പ് കൊണ്ട് 22.2 ഗ്രാം ഉണ്ടാവുന്നു എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡ് ചെയ്താൽ പ്രൊപ്പോർഷണാലിറ്റി ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പം 96,500 ഇൻറ്റു N ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 60 ഇൻറ്റു 60 ഈക്വൽ ടു 177 ഡിവൈഡഡ് ബൈ 22.2 എന്ന് കിട്ടും. 0 കട്ട് ചെയ്തോളൂ. അപ്പോൾ Nൻ്റെ വില എന്തായിരിക്കും? N ഈക്വൽ ടു 177 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 6
divided by 22.2 into 965. എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇത് ഏകദേശം കട്ട് ചെയ്യാം. 22.2 177 വേണേൽ കട്ട് ചെയ്തോളൂ. ഏകദേശം എത്ര കിട്ടും? 8 പ്രാവശ്യം കിട്ടും അല്ലേ? അപ്പം നിങ്ങൾക്ക് അതിനെ 8 ടൈംസ് എടുത്തോളൂ, സംശയമില്ലല്ലോ. 965 എന്ന് പറഞ്ഞാൽ വേണേൽ നിങ്ങൾ 1000 എടുത്തോ. കാരണം എന്താ, കിട്ടാൻ പോകുന്ന ഒരു ഹോൾ നമ്പർ ആണെന്ന് അറിയാലോ. അപ്പം ഇത് 1000 എടുത്ത് ചെയ്താൽ എത്ര കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് 1000 10. അപ്പോൾ 8 × 10 × 36 ഡിവൈഡഡ് ബൈ 1000 എന്നാ കിട്ടുക. ഈ സീറോസ് ഒന്ന് കട്ട് ചെയ്തോളൂ അല്ലേ. 36 × 8 ഏകദേശം 6 48, 3 24, 4 28, 2 ഡെസിമൽ 2.88 എപ്രോക്സ് എന്ന് വെച്ചാൽ 3 + 3 അല്ലേ കിട്ടിയത് എല്ലാവർക്കും. അടുത്തതിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 99. സംശയം ഉണ്ടാവത്തില്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 99 എന്ന് നോക്കൂ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു. എല്ലാവർക്കും അറിയാം ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണെന്ന്. എപ്പോഴാണ് ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിന് ഈക്വൽ ആവുക? ഡെൽറ്റ എൻ ജി 0 ആയ. ഡെൽറ്റ എൻ ജി 0 ആയത് ഏതാ? സെക്കൻഡ് വൺ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജെം ഡൈ ഹാലൈഡ്. ജെം എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ രണ്ടും ഒരേ കാർബണിൽ ഇരുന്നാലല്ലേ ജെം ആവുള്ളൂ. നിങ്ങളൊന്ന് അതിനെ ഹൈഡ്രലൈസ് ചെയ്ത് നോക്കിയേ. ഹൈഡ്രലൈസ് ചെയ്താൽ എന്താ പ്രത്യേകത? ഒരേ കാർബണിൽ 2 OH കയറി വരും. ഒരേ കാർബണിൽ 2 OH വന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 OH കൂടി അവിടെ നിൽക്കുമോ? ഇല്ലല്ലോ. അവൻ എന്ത് ചെയ്യും? അവൻ അപ്പം തന്നെ വെള്ളം എടുത്ത് കളയണ്ടേ? അപ്പോൾ വെള്ളം എടുത്ത് കളഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് കീറ്റോണാ കിട്ടുക. ശരിയല്ലേ? ആർക്കാ എന്താ സംശയമുള്ളേ? സാർ ഒന്നുകൂടെ പറയാവോ? ഏതാ മോളെ ഖദീജ ചോദിച്ച നീ? ഖദീജയ്ക്ക് ഏതോ സംശയം ഉണ്ടല്ലോ. ഏതാണ് ചോദിക്കാവോ? ഖദീജയ്ക്ക് ഏതാ സംശയം വന്നേ? കാർബണൈൽ കോമ്പൗണ്ടാ കിട്ടുകയെന്ന് ഇത് മനസ്സിലായി അല്ലേ? ജെം ഡൈഹാലൈഡ് ആണെങ്കിൽ ജെം എന്ന് പറഞ്ഞാൽ 2 ഹാലജൻ ഒരേ കാർബണിൽ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം അത് കാർബണൈൽ കോമ്പൗണ്ട് കിട്ടും. ഖദീജ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 99 ആണോ? അത് ചോദിക്കാൻ സാധ്യതയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 98 ആണോ ഖദീജ? ക്വസ്റ്റ്യൻ നമ്പർ 98 ആണോ ചോദിച്ചേ? ഒന്നുകൂടെ പറയാവോ എന്ന് ചോദിച്ചത്? ഞാനിതൊന്നുകൂടെ പറയാം. ഇതാവാനാണ് സാധ്യത അല്ലേ? നോക്കൂ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചത് ഈ മെറ്റൽ അയോണിൻ്റെ ചാർജാണ് കേട്ടോ. മെറ്റൽ അയോണിൻ്റെ ചാർജ് കാണാൻ നീ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. മെറ്റൽ അയോൺ N ഇലക്ട്രോണിനെ മേടിച്ച് മെറ്റൽ ആവുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിനക്കറിയാം ഒരു മോൾ മെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി N മോൾ ഇലക്ട്രോൺ വേണ്ടേ? അപ്പം N മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ N ഫാരഡേ വേണ്ടേ? N × 96,500 കൊളൂംബ് ഉണ്ടെങ്കിൽ ഒരു മോൾ മെറ്റൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഒരു മോൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ 177 ഗ്രാമിന് ഈക്വാലൻ്റ് അല്ലേ? നിങ്ങൾക്ക് വേണേൽ പ്രൊപ്പോർഷണൽ നിന്ന് എടുക്കാം. ഇനി എൻ്റെ ചോദ്യത്തിൽ പറയുന്നു നോക്കൂ. 2 ആംപിയർ 5 മണിക്കൂർ പാസ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര കൊളൂംബ് ഉണ്ടാവും? Q = I × T അറിയില്ലേ? 2 ആംപിയർ 5 മണിക്കൂർ പാസ് ചെയ്തു, അതായത് ഇത്ര കൊളൂംബ് പാസ് ചെയ്തു. ഇത്ര കൊളൂംബ് പാസ് ചെയ്താൽ 22.2 ഗ്രാം കിട്ടുന്നും പറയുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡിവൈഡ് ചെയ്തോളൂ. N × 96,500 ഡിവൈഡഡ് ബൈ 2 × 5 × 60 × 60 ഈക്വൽ ടു 177 ബൈ 22.2. 22 × 8 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് തന്നെ ഏകദേശം 100 അല്ലേ? അപ്പോൾ 22.2 × 8 ഒന്ന് എടുത്തു നോക്കിയേ. 2 8 16, 2 8 16 1 17, 2 8 16 1 17, 177.6 അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഖദീജയ്ക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് 8 എന്ന് എടുത്തൂടെ? ഈ 2 0 കളഞ്ഞോളൂ കേട്ടോ. ഇപ്പോൾ 5 2s are 10 ഇവിടെ കിട്ടും, 6 6 36 ഇവിടെയും കിട്ടും അല്ലേ? അപ്പോൾ Nൻ്റെ വില എന്താ കിട്ടുക? 8 × 10 × 36 ഡിവൈഡഡ് ബൈ 965 എന്നല്ലേ ഖദീജ കിട്ടിയത്? ഞാൻ ചെയ്തത് ശരിയല്ലേ? ഇനിയിപ്പോൾ ഇതിന് വേണമെങ്കിൽ 1000 എടുത്ത് ചെയ്തൂടെ? പിടി കിട്ടിയോ? 98 ആണ്. ഇപ്പോൾ പിടി കിട്ടിയോ ഖദീജയ്ക്ക്? സംശയമുണ്ടോ? ഞാൻ പറഞ്ഞ ലോജിക്ക് പിടി കിട്ടിയില്ലേ? ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായോ ഇതിനകത്ത്? കാൽക്കുലേഷൻ തെറ്റി, അപ്രോക്സിമേഷൻ ഞാനെടുത്ത അപ്രോക്സിമേഷൻ കറക്റ്റ് അല്ലേ? ആരോമില്ലാണ് തെറ്റിയത്? ഓക്കെ. ഇനിയൊന്നും സംശയമില്ല. നിങ്ങൾക്ക് ഇനിയും ബയോളജി ക്ലാസ്സുകളുണ്ട്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യിക്കണ്ട, നമുക്ക് കൺക്ലൂഡ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ ആൾ. മോനു, ബയോളജി ക്ലാസ്സിൻ്റെ കാര്യം സാറിനോട് പറയണേ, പെട്ടെന്ന് വന്നോട്ടെ, കുട്ടികളധികം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം 101 till 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. So let us go for the first question. So what was that? Consider the following two statements. Okay, can you see the question here?
consider the following two statements. The first statement in the except for plants in shade or dense forest, light is rarely a limiting factor എന്ന് തന്നിട്ടുണ്ട് ശരിയല്ലേ photosynthesis എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണത് so photosynthesis if you take page number 222 of your text I'll write over here so page okay 222 എടുക്കുക അതിൽ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് നോക്കി ലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാം ആ ലൈറ്റിൻ്റെ ലാസ്റ്റ് 3 ലൈൻസ് വായിച്ചാൽ മതി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്താ ലാസ്റ്റ് 3 ലൈൻസ് പറയുന്നത് വിച്ച് സേസ് അബൌട്ട് ലാസ്റ്റ് 3 or 4 ലൈൻസ് യു ക്യാൻ റീഡ് ഓക്കെ അതേ പാരഗ്രാഫിൻ്റെ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താ എക്സെപ്റ്റ് ഫോർ പ്ലാന്റ്സ് ഇൻ ഷെയ്ഡി പ്ലേസസ് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് ലൈറ്റ് ഇസ് റെയർലി എ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് അവിടെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലൈറ്റ് സാച്ചുറേഷൻ ഒക്കേഴ്സ് അറ്റ് 10% ഓഫ് ഫുൾ സൺലൈറ്റ് എന്നാണുള്ളത് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ ഇവിടെ തന്നിരിക്കുന്നത് 50% ആണ് 50% അല്ല വേണ്ടത് NCERT ടെക്സ്റ്റിൽ ഏതാ ഉള്ളത് 10% ഓഫ് ഫുൾ സൺലൈറ്റ് ക്ലിയർ മനസ്സിലായോ സോ ആൻസർ ഏതാ വേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് സോ ആൻസർ ഷുഡ് ബി ദ തേർഡ് വൺ സ്റ്റേറ്റ്മെന്റ് 1 is correct and statement 2 is wrong എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയ 50% അല്ല വേണ്ടത് പകരം 10% ആണ് ഹോപ്സ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു യെസ് So moving to the second question. How many meiotic division is necessary to produce 600 pollen grains? ലാസ്റ്റ് മോക്കിൽ നമ്മൾ എങ്ങനെയാണ് മെയിൽ ഗാമിറ്റ് ഫോം ചെയ്യാന്നുള്ളതാണ് പഠിച്ചത് നൗ ദിസ് മോക്ക് ഇൻ വിച്ച് വി സേ ദാറ്റ് 600 pollen grains പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര meiotic division as you know that one pollen mother cell they undergo meiosis to produce 4 pollen grain ശരിയല്ല മക്കളെ ഒരു മദർ സെൽ മിയോസിസ് വഴി 4 പോളൻ ഗ്രെയിൻ ഉണ്ടാക്കും അതിൻ്റെ അർത്ഥം ഒരു മിയോസിസ് വഴി നമുക്ക് കിട്ടുന്ന 4 പോളൻ ഗ്രെയിൻ ആണ് അപ്പോൾ 600 പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മിയോസിസ് എന്നാണ് ചോദിച്ചാൽ 600 ഡിവൈഡ് ബൈ 4 ദ ആൻസർ വിൽ ബി 150 യെസ് ഓർ നോ ആൻസർ വിൽ ബി 150 സോ തേർഡ് ഇസ് ദ ആൻസർ ഓക്കെ യെസ് ഐശ്വര്യ അശ്വിനി വെരി ഗുഡ് Ishana. Okay, so what is the answer? We say that 150 meiosis because pollen grain number thannitte meiosis choikkaanengil divide by 4 cheya so answer will be 150 clear moving to the next one in meiosis the chromosome number reduced to half ആണ് എന്താ meiosis ഉം mitosis ന്റെ മെയിൻ ഡിഫറൻസ് പാരന്റ് സെല്ലിലെ ക്രോമസോം നമ്പർ ഈക്വലി ഡോട്ടർ സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൾഡ് മൈറ്റോസിസ് അപ്പോൾ ഒരു പാരന്റ് സെല്ലിൽ 46 ആണെങ്കിൽ രണ്ട് ഡോട്ടർ സെല്ലിനും കിട്ടുക 46 ക്രോമസോം ആണ് അല്ലേ ബട്ട് മിയോസിസ് അങ്ങനെയല്ല ഇറ്റ് ഇസ് കോൾഡ് റിഡക്ഷൻ ഡിവിഷൻ ദാറ്റ് മീൻസ് മിയോസിസ് 1 46 ക്രോമസോം ഗെറ്റ് റെഡ്യൂസ്ഡ് ഫ്രോം 23 ആൻഡ് 23 ശരിയല്ലേ മക്കളെ സോ വാട്ട് ഷുഡ് ബി ദ ആൻസർ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് പെർഫെക്റ്റ്ലി ദ ആൻസർ ഇസ് 1 okay very good okay moving to the next question the relationship between water potential solute potential and pressure potential if you take page number 180 of your text plus 1 text le transport enna chapter undu transport chapter inde page number 180 eduthu kanya you can see that oru cheriya box thannittund there is a formula called psi w is equal to psi s plus psi p psi w is equal to psi s plus psi p psi w stands for water potential psi s stands for solute potential and psi p stands for pressure potential so psi s value eppozhum negative aayirikkum and psi p value eppozhum positive aayirikkum so what is by psi s solute potential what is by psi p pressure potential water potentiality of a solution can be determined by psi w is equal to psi s plus psi p clear so answer edha makla vende psi w is equal to psi s plus psi p that is the second option moving to the next one numerically osmotic pressure is equivalent to osmotic potential eta osmotic pressure edine equivalent aanu choicha osmotic potential aanu പക്ഷെ വ്യത്യാസമുണ്ട് ഏതാ സൈനിൽ വ്യത്യാസമുണ്ട് ഓസ്മോട്ടിക് പ്രഷർ പ്ലസ് ആണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ മൈനസ് ആണ് നമ്മൾ പറയാറില്ലേ അല്ലേ കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ പൊട്ടൻഷ്യാലിറ്റി കുറഞ്ഞു വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതേപോലെ സോ ഓസ്മോട്ടിക് പ്രഷർ പോസിറ്റീവ് വാല്യൂ ആണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ ആണ് രണ്ടും ഈക്വലൻ്റ് ആണ് സൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ മനസ്സിലായോ സോ ആൻസർ ഷുഡ് ബി ദ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ അല്ല ഫസ്റ്റ് വൺ ഓക്കെ സോ ന്യൂമറിക്കലി ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വലൻ്റ് ടു we say that osmotic potential the next identify the beneficial element which are present ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഏതാ ബെനിഫിഷ്യൽ എലമെന്റ് നിങ്ങൾക്ക് അറിയാം എസെൻഷ്യൽ 17 എസെൻഷ്യൽ എലമെന്റ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണ് അല്ലേ
So if you take page number 196 of +1 mineral nutrition എന്ന ചാപ്റ്റർ കേട്ടോ. സോ മിനറൽ ന്യൂട്രീഷനിൽ പേജ് നമ്പർ 196 എടുത്തു കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻ എന്നൊരു ഹെഡിങ് കാണാം. ആ മൈക്രോ ന്യൂട്രിയൻ്റെ തൊട്ട് താഴെ ദാറ്റ് മീൻസ് സെക്കൻഡ് പാരഗ്രാഫിൽ ചെറിയൊരു 2 ലൈൻ തന്നിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു 17 എസെൻഷ്യൽ എലമെന്റ് പ്ലാന്റ് ഓൾസോ ഹാസ് ബെനിഫിഷ്യൽ എലമെന്റ് ലൈക്ക് ഏതൊക്കെ? സോഡിയം, സിലിക്കൺ, കൊബാൾട്ട് ആൻഡ് സിലീനിയം എന്ന ഓപ്ഷൻ കാണാവോ മക്കളെ? കാണാവോ? പെർഫെക്റ്റ്ലി ആൻസർ വന്നു തുടങ്ങി. എലിസബത്ത് വെരി ഗുഡ്, വെരി ഗുഡ്. വൈഷ്ണവി, ജീവ അല്ലേ, സൗദ, ദീപ വെരി ഗുഡ്. സോ വാട്ട് വി സെയ്ഡ് ഇസ് ദാറ്റ് പേജ് നമ്പർ 196 മൈക്രോ ന്യൂട്രിയൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദ 17 എസെൻഷ്യൽ എലമെന്റ് പ്ലാന്റ്സ് ഓൾസോ ഹാസ് ദ ബെനിഫിഷ്യൽ എലമെന്റ് ലൈക്ക് സോഡിയം, സിലിക്കൺ, കൊബാൾട്ട് ആൻഡ് സിലീനിയം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരും, സെക്കൻഡ് ഓപ്ഷൻ വരും. സോ ആൻസർ കീ വിൽ ബി ദ ഫോർത്ത് വൺ, ബോത്ത് 1 and 2. ഫൈൻ. നെക്സ്റ്റ് വൺ. Which of the following group contains sulfur in all members? Mineral nutrition page number 197 എടുക്കുക. 197 സൾഫർ എന്നൊരു ഹെഡിങ് കാണുന്നുണ്ട്. ആ സൾഫറിന്റെ ഹെഡിങ്ങിൽ ലാസ്റ്റ് ലൈൻ നോക്കുക. ലാസ്റ്റ് 2 ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? So sulfur is the main component of biotin, coenzyme A, thiamine ആണ് തന്നിരിക്കുന്നത്. thiamine is nothing but vitamin B1 ആണ്. And ferredoxin. അപ്പോൾ ആൻസർ ചെയ്താ വരിക? സെക്കൻഡ് ഓപ്ഷൻ ആണ് വരിക. The sulfur is present in all members called as biotin, coenzyme A, vitamin B1 which is called thiamine and also ferredoxin. അതേ പാരഗ്രാഫിന് വന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. സൾഫർ ഇസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് 2 അമിനോ ആസിഡ് കോൾഡ് സിസ്റ്റിൻ ആൻഡ് മെത്തിയോണിൻ. ഈ 2 ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫിന് വന്നിരിക്കുന്നത് കേട്ടോ. സിസ്റ്റിൻ ആൻഡ് മെത്തിയോണിനിൽ കാണുന്ന മെയിൻ കമ്പോണന്റ് ഏത്? സൾഫർ ആണ്. ഗോട്ട് ദ പോയിന്റ്? സോ ഹിയർ ആൻസർ ഇസ് 2. 4 അല്ല 2 ആണ് കേട്ടോ. തന്നിരിക്കുന്ന പേജ് ഒന്ന് എടുത്ത് നോക്കിയേ, കറക്റ്റ് ആൻസർ കിട്ടും. ആൻസർ ഇസ് 2. So next one. Which among the following phase of Calvin cycle utilizes ATP? അല്ലേ, കാൽവിൻ സൈക്കിൾ നിങ്ങൾ ഫോട്ടോസിന്തസിസിൽ പഠിച്ചതാണ്. സോ ടേക്ക് +1 ടെക്സ്റ്റ് ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ പേജ് നമ്പർ 217 എടുക്കുക. So if you take 217 you can see a cycle there. കാൽവിൻ സൈക്കിൾ തന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് കാണിച്ച 2 സ്റ്റെപ്പ് ഉണ്ട്. നോക്കിയാൽ മക്കളെ. ഡ്യൂറിങ് റിഡക്ഷൻ സ്റ്റെപ്പ് ATP is utilized. ഡ്യൂറിങ് റീജനറേഷൻ സ്റ്റെപ്പ് ATP is utilized. അല്ലേ, റിഡക്ഷൻ സ്റ്റെപ്പിൽ എന്താ? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആകുമ്പോൾ അവിടെ ATP യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് RUBPനെ റീജനറേറ്റ് ചെയ്യുമ്പോഴും ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് 2 സ്റ്റെപ്പിലാണ് കാൽവിൻ സൈക്കിളിൽ ATP യൂട്ടിലൈസ് ചെയ്യുന്നത്? വൺ is called റിഡക്ഷൻ സ്റ്റെപ്പ് ആൻഡ് സെക്കൻഡ് വൺ is called റീജനറേഷൻ സ്റ്റെപ്പ്. സൈക്കിൾ കണ്ടോ? Yes. So answer is 4, reduction as well as regeneration. അപ്പോൾ ആൻസർ കീ ഏതാ വരിക? That is the fourth option, both 2 and 3. Perfectly. Very good. Very good. കേട്ടോ. Moving to 109. Match column 1 and 2. So when you take column 1 and 2, metaphase chromosome. So metaphase chromosome is made up of 2 sister chromatids. Okay. ഇതാണ് centromere. So this is one chromatid and this is the second chromatid. അല്ലേ? മെറ്റാഫേസ് ക്രോമസോമിൽ എത്ര ക്രൊമാറ്റിഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 sister chromatids are there. 2 sister chromatids are there. Fine? Yes. അപ്പോൾ A matches with R. A matches with R 3 ഓപ്ഷൻ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ. മെറ്റാഫേസ് പ്ലേറ്റ് എന്താ? ദ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ഓഫ് ക്രോമസോം ഇൻ ദ മിഡിൽ ഓഫ് ദ സെൽ. അപ്പോൾ നിങ്ങൾ മെറ്റാഫേസ് പഠിച്ചപ്പോൾ എന്താ? എല്ലാ ക്രോമസോമും വരിവരിയായിട്ട് വന്ന സെല്ലിന്റെ നടുക്കേത്തെ ലൈനിൽ വന്ന് നിൽക്കും. ദാറ്റ് ഇസ് കോൾഡ് മെറ്റാഫേസ് പ്ലേറ്റ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ശരിയല്ല മക്കളെ? അല്ലേ? സോ ആൻസർ ഷുഡ് ബി B matches with P. So A matches with R, B matches with P. 2 ഓപ്ഷൻ അവിടെ ഉണ്ട്. So moving to the third one, anaphase, splitting of centromere that result in movement of sister chromatids to opposite pole. അല്ലേ, centromere split ചെയ്തിട്ട് sister chromatids opposite പോളിലേക്ക് പോകും. sister chromatidsനെയാണ് ഫ്യൂച്ചർ ക്രോമസോം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് ക്രോമസോം എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അതായത് അപ്പോൾ ഇതാണ് മെറ്റാഫേസ്. ഇത് കഴിഞ്ഞിട്ടാണ് അനഫേസ് നടക്കുക. ഇങ്ങനെ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റർ ക്രൊമാറ്റിഡും ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സിസ്റ്റർ ക്രൊമാറ്റിഡ് ആണ് ഫ്യൂച്ചർ ക്രോമസോമായിട്ട് മാറുന്നത്. സോ അനഫേസ് ദാറ്റ് മാച്ചസ് വിത്ത് സ്പ്ലിറ്റിംഗ് ഓഫ് ക്രോമസോം. കൈനറ്റോകോർ is a small disc-like structure that are present on the surface of centromere, at the side of centromere. അല്ലേ, അപ്പം നോക്കി, ഇതാണ് ഈ നടുക്കേത്ത പോയിന്റ് ആണ് സെൻട്രോമിയർ. ദിസ് ഇസ് സെൻട്രോമിയർ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഏത്? കൈനറ്റോകോർ. ഈ കൈനറ്റോകോറിലേക്കാണ് സ്പിൻഡിൽ ഫൈബർ വന്ന് അറ്റാച്ച് ചെയ്യുക. നോക്കി, ഇതാണ് കൈനറ്റോകോർ.
അപ്പോൾ ഇവിടുന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബറും ഇവിടുന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബറും അറ്റാച്ച് ചെയ്യുന്ന എവിടെയാണ് മക്കളെ? കൈനറ്റോകോറിലേക്കാണ്. ക്ലിയർ? സോ ആൻസർ ഷുഡ് ബി എ മാച്ചസ് വിത്ത് ആർ, ബി മാച്ചസ് വിത്ത് പി, C matches with S and D matches with Q. So fourth option ആണ് ആൻസർ വരിക. പെർഫെക്റ്റ്ലി നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് കോൾഡ് ഫോർത്ത്. വെരി ഗുഡ്. So moving to 110. ഓക്കെ, മാഷ് കോളം 1 and 2. അപ്പോൾ ഇത് ക്രെബ്സ് സൈക്കിളിന്റെ ബേസിസിലാണ് ഈ ക്വസ്റ്റ്യൻ. ആ ഓപ്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ക്രെബ്സ് സൈക്കിളാണ്. സോ റെസ്പിറേഷൻ ചാപ്റ്ററിൽ പേജ് നമ്പർ 232 എടുക്കുക. 232. So if you take page number 232, on the left side page you can see the Krebs cycle. ഓക്കെ, അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്താണ്? വാട്ട് യു മീൻ ബൈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ? ഫോർമേഷൻ ഓഫ് ATP is called as substrate level phosphorylation. നിങ്ങൾ ആ Krebs cycle നോക്കിക്കഴിഞ്ഞാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്, ഐ വിൽ റൈറ്റ് ഓവർ ഹിയർ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോൾ GDPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കമ്പൈൻ ചെയ്തിട്ട് GTP ഫോം ചെയ്യുന്നുണ്ട്. GTP later on that get converted to form ATP അല്ലേ? അപ്പോൾ ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ആൻസർ ഏതാ വേണ്ടേ? സോ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഇസ് നത്തിങ് ബട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് സക്സനിക് ആസിഡ് ആകുമ്പോൾ GTP ഫോം ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുക. അത് നമ്മൾ ആ ഫിഗറിൽ കാണാം. ഓക്കെ, FADH2 ഏത് സ്റ്റെപ്പിലാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആകുമ്പോൾ അതേ സൈക്കിൾ നോക്കിയ മക്കളെ. when succinic acid get converted into malic acid, what happen? Hydrogen will be removed, that is accepted by FAD and form FADH2. So FAD get reduced to form FADH2 during the conversion of succinic acid to malic acid. ശരിക്കും പറഞ്ഞാൽ സക്സിനിക് ആസിഡ് ടു ഫ്യൂമാരിക് ആസിഡ് ആവുന്ന സമയത്താണ് ഈ സ്റ്റെപ്പ് നടക്കുന്നത്. പക്ഷേ NCERT ഡയറക്ട്ലി തന്നിട്ടുണ്ട്, ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ വി സേ ദ സക്സിനിക് ആസിഡ് ടു മാലിക് ആസിഡ്. ഫൈൻ. അപ്പോൾ ബി മാച്ചസ് വിത്ത് പി. ഫോർകാർബൺ കോമ്പൗണ്ട്, ഓക്സാലോസ്റ്റിക് ആസിഡും ഫോർകാർബൺ ആണ്, മാലിക് ആസിഡും ഫോർകാർബൺ ആണ്. അപ്പോൾ ഈ രണ്ടിൽ ഏതാ മാച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഡി ഓപ്ഷൻ നോക്കിയാൽ എൻ്റെ ആൻസർ കിട്ടും. ഫസ്റ്റ് മെമ്പർ ഓഫ് ദ Krebs cycle is oxaloacetic acid. So which is the first member? Oxaloacetic acid. അപ്പോൾ ഫോർകാർബൺ കോമ്പൗണ്ട് ഏതാ? മാലിക് ആസിഡ് ആണ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. സോ ഫസ്റ്റ് മെമ്പർ ഓഫ് Krebs cycle is oxaloacetic acid. സോ ദാറ്റ് അത് DRH മാച്ച് ചെയ്യുമ്പോൾ C ഫോർകാർബൺ കോമ്പൗണ്ട് മാലിക് ആസിഡ് ആക്കാം. അപ്പോൾ ആൻസർക്ക് ഏതാ വരിക? A matches with Q, B matches with P, C matches with S and D matches with R. D matches with R. So option should be the second one. ശരിയാണോ? A matches with Q, B matches with P, C matches with S and D matches with R. So answer key is the second one. Alfia, very good. അല്ലേ? ആൻസർ വന്നിട്ടുണ്ടല്ലോ. What is the difference between bivalent and tetrad? See, bivalent are nothing but നമ്മൾ സൈഗോട്ടിൻ സ്റ്റേജിൽ എന്താ പറയണേ? pairing of homologous chromosome is called synapses. അപ്പോൾ ഈ ജോഡികളുടെ ഇടയ്ക്ക് സിനാപ്റ്റോണീമൽ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സിനാപ്സ്ഡ് ആയിട്ടുള്ള ക്രോമസോം അലോങ് വിത്ത് ദ സിനാപ്റ്റോണീമൽ കോംപ്ലക്സ് ദാറ്റ് ഇസ് കോൾഡ് ബൈവലന്റ്. ആ ജോഡീനെ നമ്മൾ എന്ത് വിളിക്കുക? ബൈവലന്റ്. പക്ഷെ പാക്കറ്റീൻ സ്റ്റേജിൽ ടെട്രഡ് ഫോർമേഷൻ ഉണ്ട്. ടെട്രഡ് എന്താ? ഒരു ക്രോമസോമിന് 2 ആംസ് ഉണ്ടാവും. ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ്സ് ആണ് കേട്ടോ. ആംസ് അല്ല, ഒരു ക്രോമസോമിന് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ് ഉണ്ട്. അതേപോലെ ജോഡിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഒരു ജോഡി അല്ലേ? ഈ ജോഡി ഉണ്ട്. ഇതാണ് സിനാപ്റ്റോണീമൽ കോംപ്ലക്സ് വെച്ച് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. നൗ ദിസ് ഇസ് കോൾഡ് ആസ് ബൈവലന്റ്. അപ്പോൾ പാക്കറ്റീൻ സ്റ്റേജിൽ ഈ ക്രോമസോമിന്റെ 2 ആംസും ഈ ക്രോമസോമിന്റെ 2 ക്രൊമാറ്റിഡ്സും, ഫസ്റ്റ് ക്രോമസോമിന്റെ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സും സെക്കൻഡ് ക്രോമസോമിന്റെ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ ടോട്ടൽ ഓഫ് 4 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആർ ദർ. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് ടെട്രാഡ്. മനസ്സിലായോ? ഓക്കെ, മുഹമ്മദ്, റിഷാദ്, ആൻസർ കിട്ടിയോ? സോ വാട്ട് വി സേ ദാറ്റ് ജോഡിയായിട്ട് നിൽക്കുമ്പോൾ അത് ബൈവലന്റും ഒരു ക്രോമസോമിന്റെ 2 സിസ്റ്റർ ക്രൊമാറ്റിഡും ജോഡിയായിട്ട് നിൽക്കുന്ന ഹോമോലോഗസ് ക്രോമസോമിന്റെ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്, ടോട്ടൽ ഓഫ് 4 സിസ്റ്റർ ക്രൊമാറ്റിഡ് ഇസ് വിസിബിൾ ഇൻ ദ പാക്കറ്റീൻ സ്റ്റേജ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് ടെട്രാഡ്. ഈ പറഞ്ഞ കോൺസെപ്റ്റ് പേജ് നമ്പർ 168 മിയോസിസിന്റെ പേജ് നമ്പർ 168 3rd പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, 111. In plant, the end product of photosynthesis is, okay, if you take photosynthesis chapter page number 208, so page 208 എടുക്കുക. ഫസ്റ്റ് 2 ലൈൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. ഏതാ? ഫോട്ടോസിന്തസിന്റെ പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് ആണ്.
ജൂലിയസ് വോൺ സാച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് ഉണ്ടാവുന്ന C6H12O6 ആണ്, ദറ്റ് ഇസ് കോൾഡ് ഗ്ലൂക്കോസ്. നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിന്റെ സമയത്ത് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നുണ്ട്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഷുഡ് ബി ദ ആൻസർ ഹിയർ? ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ, ദ ഫോർത്ത് ഓപ്ഷൻ. Okay, answer is the fourth one. Very good. Aromel, Elizabeth, Fatima, Ahalya, Jishana, very good. Vaishnavi, Sri Lakshmi. Okay, so what we said is that the product of photosynthesis is glucose as well as what is evolved? Oxygen. Answer fourth one. Okay, the formation of interfascicular cambium. So interfascicular cambium എവിടുന്ന ഉണ്ടാവുന്നത്? മെഡുലറി റേ എന്ന് പറഞ്ഞാൽ പാരൻകൈമ സെല്ല് ഡീഡിഫറൻസിയേഷൻ വഴി ഉണ്ടാക്കുന്നതാണ് ഇന്റർഫാസിക്കുലർ cambium. So interfascicular cambium is formed through the process called as de-differentiation of medullary rays. Medullary ray is a parenchyma cell. മനസ്സിലായോ? The formation of interfascicular cambium in plant is due to the process called as de-differentiation. അതായത് ഒരു സെല്ലിന് ഡിവൈഡിങ് കഴിവ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് de-differentiation. Differentiated cell എന്താ? Mature cell which perform function is called as differentiated cell. Differentiated cellന് ഡിവൈഡിങ് കഴിവില്ലാന്ന്. So when they regain the capability of division, it is called de-differentiation. അപ്പോൾ മെഡുലറി റേ ആയിട്ടുള്ള പാരൻകൈമ സെൽ de-differentiation വഴി കിട്ടിയതാണ് ഉണ്ടാക്കിയതാണ് ഇന്റർഫാസിക്കുലർ cambium. Clear? Next one. What is the site of perception of photo period necessary for the induction of flowering in plants? കേട്ടോ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഇഫ് യു ടേക്ക് പേജ് നമ്പർ 252, സോ 252 ഫസ്റ്റ് പാരഗ്രാഫ് 8th ലൈൻ ഒന്ന് എടുത്ത് നോക്കിയേ, കറക്റ്റ് ഇതേ ലൈൻ അവിടെ ഉണ്ടാവും കേട്ടോ. സോ പേജ് നമ്പർ 252 പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, ഫസ്റ്റ് പാരഗ്രാഫ് 8th ലൈൻ വിച്ച് സേസ് അബൌട്ട് ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇസ് ലീഫ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ ചെയ്താൽ മക്കള് ലീഫാണ്. മനസ്സിലായോ? 2 or 4 ഡൗട്ട് ആണ് മാം. ഏതാ 2 or 4? അശ്വതി. ഓക്കെ, ആൻസർ ഇസ് ലീഫ് ആണ് കേട്ടോ, ഡൗട്ടേ വേണ്ട. കറക്റ്റ് ലൈൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. 252 ഫസ്റ്റ് പാരഗ്രാഫ് 8th ലൈൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റ് ആയിക്കോട്ടെ ഡാർക്ക് ആയിക്കോട്ടെ പെർസീവ് ചെയ്യുന്നത് ലീഫാണ്. ആ ലീഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഷൂട്ടിന്റെ ടിപ്പിലേക്ക് കൊടുക്കുമ്പോഴാണ് അത് ഫ്ലോറൽ പാർട്ടായിട്ട് മോഡിഫൈ ചെയ്യുന്നത് കേട്ടോ. സോ ആൻസർ ഇസ് ലീവ്സ്. 114. Find out the incorrect statement. Find out the incorrect statement. The plant part used for tissue culture is called as explant. Exactly the statement is present in your NCERT. Second year text le strategy on the chapter. Strategies for the enhancement of food production. So if you take page number 177. ഫസ്റ്റ് പാരഗ്രാഫ് 5th ലൈൻ, 4th ഉം 5th ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ അവിടെ ഉണ്ട്. എക്സാക്ട്ലി എക്സ്പ്ലാൻ 5th ലൈനിലാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. സോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏത് പാർട്ട് ഓഫ് ദ പ്ലാന്റ് എന്നാണോ ടിഷ്യൂ കളക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് എക്സ്പ്ലാന്റ്. ദ പ്ലാന്റ് പാർട്ട് യൂസ് ഫോർ ടിഷ്യൂ കൾച്ചർ ഇസ് കോൾഡ് എക്സ്പ്ലാന്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? എക്സാക്ട്ലി. എബിലിറ്റി ഓഫ് ദ സെൽ ടു ഡെവലപ്പ് ആസ് എൻ എൻറ്റയർ ഓർഗാനിസം ഇസ് കോൾഡ് സോമാ ക്ലോൺ. സോ ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാ? അതേ പേജിൽ 177 ഫസ്റ്റ് പാരഗ്രാഫിൽ 8th ലൈൻ ഒന്ന് നോക്കിയാൽ മക്കളെ, അവിടെ ടോട്ടി പൊട്ടൻസി എന്നൊരു സാധനം കാണും അല്ലേ? വാട്ട് ഇസ് ടോട്ടി പൊട്ടൻസി? ഇതാണ് എബിലിറ്റി ഓഫ് എ സെൽ ടു ഡെവലപ്പ് ആസ് എൻ എൻറ്റയർ ഓർഗാനിസം ഇസ് കോൾഡ് ആസ് ടോട്ടി പൊട്ടൻസി. അപ്പോൾ 177 ഫസ്റ്റ് പാരഗ്രാഫ് 8th ലൈൻ ടോട്ടി പൊട്ടൻസിയാണ് വേണ്ടത്, സോമാ ക്ലോൺ അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിലെ തെറ്റ്. പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ് വിത്തിൻ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഇസ് കോൾഡ് മൈക്രോ പ്രോപ്പഗേഷൻ. എക്സാക്ട്ലി പ്രസന്റ് ഇൻ ദ സെയിം പേജ് ആസ് വെൽ ആസ് ടൊമാറ്റോ ഇസ് എൻ എക്സാമ്പിൾ ഫോർ സൊമാറ്റിക് ഹൈബ്രിഡ്. പൊട്ടറ്റോ പ്ലാന്റും ടൊമാറ്റോ പ്ലാന്റും ക്രോസ് ചെയ്ത് ഉണ്ടായതാണ് ഇത് ടൊമാറ്റോ. അത് സൊമാറ്റിക് ഹൈബ്രിഡിന് എക്സാമ്പിൾ ആണ്. ഫൈൻ. സോ ആൻസർ ഇസ് ദ സെക്കൻഡ് വൺ. അഭിഷേക്, വെരി ഗുഡ്. അലീന, അൽഫി. ഓക്കെ, next one. In a fully developed male gametophyte, number of nucleus is. Fully developed male gametophyte le 3 nucleus ഉണ്ടാവുക, 2 male gamete nucleusum, 1 tube nucleusum. So what about that? 3 nucleus ആണ്. So answer should be the third one. Answer should be the third one. അപ്പോൾ അതിന്റെ ആൻസർ ഞാൻ പറയാം, third one. Because first uninucleated pollen grain. യൂണിന്യൂക്ലിയേറ്റഡ് പോളിൻ ഗ്രെയിൻ നമ്മൾ വിളിക്കുന്ന പേര് ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. ഇതിൽ ഫസ്റ്റ് മൈറ്റോസിസ് നടക്കും. ഓക്കെ, സോ ഫസ്റ്റ് മൈറ്റോസിസ് നടക്കുമ്പോൾ ഇത് 2 സെല്ലാവും, ഒന്ന് ജനറേറ്റീവ് സെല്ലും ഒന്ന് വെജിറ്റേറ്റീവ് സെൽ. ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും. അപ്പോൾ 2 ന്യൂക്ലിയസ് ആയി. ആൻഡ് നെക്സ്റ്റ് വൺ, ദിസ് ജനറേറ്റീവ് സെൽ അഗെയിൻ അണ്ടർഗോ മൈറ്റോസിസ്.
mitosis, that means we say that second mitosis. ആര് മാത്രം? generative cell മാത്രം. Okay, and now they produce 2 male gamete nucleus and 1 vegetative. So 1, 2, 3 nucleus. So answer should be 3 nucleus. അപ്പോൾ ചോദിക്കാം മിസ്സേ 60% ഓഫ് ദ പ്ലാന്റ്സിൽ ടു സെൽഡ് പോളൻ ഗ്രെയിൻ അല്ലേ പുറത്തേക്ക് വരുന്നത്, എന്നാൽ പോലും പോളിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമറ്റ് ആവുന്നില്ലേ? അപ്പോൾ പോളിൻ ട്യൂബിൽ 3 ന്യൂക്ലിയസ് ഉണ്ടാവും. ഒന്ന് വെജിറ്റേറ്റീവിൻ്റെ ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് എന്ന് വിളിക്കും, 2 മെയിൽ ഗാമറ്റ്. ആൻസർ ഷുഡ് ബി 3. ക്ലിയർ? 3 ന്യൂക്ലിയസ്. സോ ആൻസർ ഇസ് 3. 116. Saccharum officinarum and Saccharum barbari are successfully crossed to sugarcane variety combining the desirable qualities of high yielding. Strategy. Same chapter on page number 173 എടുക്കുക. Page number 173. You can see sugarcane ഒരു ഹെഡിങ് അവിടെ കാണാം. ഷുഗർകെയിനിൽ 2 കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. Saccharum officinarum അത് സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ആണ് അല്ലേ? Saccharum officinarum is South Indian variety with thick stem and high sugar content. Thick stem plus high sugar content അല്ലേ? അതേപോലെ Saccharum barbari, that is called North Indian variety with thin stem and low sugar content plus low sugar content. ഇത് രണ്ടിനും ക്രോസ് ചെയ്തിട്ടുണ്ടായതാണ് നോർത്ത് ഇന്ത്യയിൽ വളരുന്ന എന്താണ് Saccharum പ്ലാന്റ് വിത്ത് തിക് സ്റ്റെം ആൻഡ് എബിലിറ്റി ടു ഗ്രോ ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ ചോദിക്കുക എന്തിനാ ക്രോസ് ചെയ്തത്? ഈ സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ആയിട്ടുള്ള Saccharum officinarum നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ അത് വളരുന്നില്ലാണ്. ഇറ്റ് ഇസ് നോട്ട് സൂട്ടബിൾ ഫോർ പെർഫെക്റ്റ് ഈൽഡ്. അതുകൊണ്ട് എന്താ ചെയ്തത്? സൗത്ത് ഇന്ത്യൻ വെറൈറ്റിയും നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയും ക്രോസ് ചെയ്തപ്പോൾ തിക് സ്റ്റെമ്മും കിട്ടി, എബിലിറ്റി ടു ഗ്രോ ഇൻ നോർത്ത് ഇന്ത്യ. സോ ആൻസർ ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. വെരി ഗുഡ്. ആൻസർ തന്നിട്ടുണ്ടല്ലോ എല്ലാവരും പെർഫെക്റ്റ്ലി. ഷിഫ, very good. Okay, so what should be the answer? Desirable quality of high yielding with thick stem ആണ് ഇവിടെ വേണ്ടത് and ability to grow in North India. So answer should be the second one. So next, the plant breeding is used to obtain disease resistant new crop variety of same chapter. Strategy എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 174 you can see this table. 174 ടേബിളും 175 ടേബിളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. അത് പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി വരും കേട്ടോ. ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് വെറൈറ്റിയോ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റിയോ അല്ലേ, പാത്തോജൻ ഏതെങ്കിലും ഒന്ന് വരും. ഓക്കെ, സോ ഫസ്റ്റ് വി സേ ദാറ്റ് വീറ്റിൻ്റെ ഏത് വെറൈറ്റിയാ? ഹിംഗിരി ഇസ് റെസിസ്റ്റൻറ്റ് ടു ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റെസ്റ്റ് അല്ലേ. സോ പ്യൂസ സ്വാർനെയിം ഇസ് നത്തിങ് ബട്ട് ബ്രാസിക്ക, okay, which is resistant to white rust, and cowpea Pusa komal bacterial blight disease ne resistant aanu, and Pusa snowball K1 enna cauliflower aanu. So answer should be the first one. Very good. Ellarum correct answer edindallo. Very good, very good. Bio namukku full score cheyande alle? Yes. So A is hemgiri, B is brassica, C is bacterial blight and D is cauliflower. A table nirbandhayittu padichu vekkanotta makkale. 174 ulla table. Okay, page. Let us go for the next question. 118. Number of hydrogen bond in the recognition site of echo R1. So second year le biotechnology alle, second year biotechnology principle and process enna chapter le if you take page number 197 right side page aanu, you can see echo R1 de sequence avade thannittund. Recognition site that is called GAATTC alle, adevole GAATTC പാലിൻഡ്രോമിക് സീക്വൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഇക്കോ ആർവൻ്റെ. നമുക്കറിയാലോ ചർഗാഫ് റൂൾ എന്താ പറയണേ അല്ലേ? ഓൾവേസ് എ പെയർ വിത്ത് തൈമിൻ, അഡിനൈൻ പെയർ വിത്ത് തൈമിൻ ആൻഡ് ഗ്യോണിൻ പെയർ വിത്ത് സൈറ്റോസിൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇല്ല, ഗ്യോണിനും സൈറ്റോസിനും 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് ബോണ്ട് ചെയ്യും. അഡിനൈൻ ആൻഡ് തൈമിൻ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ നമ്മൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്. ജിൻ്റെയും സിൻ്റെ ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടും എയും ടീൻ്റെ ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്താൽ എത്ര കിട്ടും നോക്കിയാൽ മക്കളെ. ലെറ്റ് us count with another color. So 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. So answer should be 14. Third option ആണ് ആൻസർ വരിക. ശരിയല്ലേ? So ആൻസർ ഏതാ വരിക? Third option. So 14 hydrogen bonds are there. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? വെരി ഗുഡ്. Jikku, who is that? Okay, fine. So 118 answer is the 14 hydrogen bond. So 119, which of the following is not a prerequisite for PCR? കേട്ടോ, ബയോടെക്നോളജിയിൽ പ്രിൻസിപ്പൽ ആൻഡ് പ്രോസസ്സിൽ PCR polymerase chain reaction is given in page number 202 of your NCERT.
അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള DNA സ്ട്രാൻഡ് വേണം അല്ലേ. അതേപോലെ തന്നെ അനീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് സെറ്റ് ഓഫ് പ്രൈമേഴ്സ് വേണം അല്ലേ. 2 സെറ്റ് ഓഫ് പ്രൈമേഴ്സ് ആർ റിക്വയർഡ് തന്നിട്ടുണ്ട്. എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് DNA പോളിമറേസ് എൻസൈം വേണം, വിച്ച് ഇസ് കോൾഡ് സ്റ്റാഗ് പോളിമറേസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം തെർമസ് അക്വാറ്റിക്കസ്. അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്? DNA പോളിമറേസ് വേണം, ദാറ്റ് ഇസ് കോൾഡ് ടാഗ് പോളിമറേസ് എൻസൈം. എവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഫ്രം തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന്. സോ ഇറ്റ് ഇസ് എ തെർമോസ്റ്റേബിൾ എൻസൈം അല്ലേ. അപ്പോൾ പ്രൈമർ വേണം നമുക്ക്, അതേപോലെ തന്നെ DNA സ്ട്രാൻഡ് വേണം, അതേപോലെ പോളിമറേസ് എൻസൈമും വേണം. ഏതാ വേണ്ടാത്തത്? DNA ligase. So what should be the answer key? The answer key is DNA ligase. It is not a prerequisite for PCR. So what are 3 steps of PCR? The first step is called denaturation, the second step is called annealing, and third step is called extension. Annealing the സമയത്ത് നമ്മൾ ഒരു set of primers ഉപയോഗിക്കും, with 2 set of primers ഉപയോഗിക്കും, that is called chemically synthesized oligonucleotide, which is present in page number 203, first paragraph, first line. കറക്റ്റ് പഠിച്ചോട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് ലൈൻ, സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ് ആർ കോൾഡ് as primers. ആയില്ലേ മക്കള്? ആൻഡ് ടാഗ് പോളിമറേസ് എൻസൈം വിച്ച് ഇസ് കോൾഡ് DNA പോളിമറേസ് വിച്ച് ആർ യൂസ് ഡ്യൂറിംഗ് എക്സ്റ്റൻഷൻ സ്റ്റെപ്പ്, അതായത് DNA സ്ട്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 120 ഹ്യൂമൻ ഇൻസുലിൻ is being commercially produced from a transgenic species of. As you know that E. coli ഉപയോഗിച്ച് Escherichia coli ടെക്സ്റ്റിലുണ്ട്. ഏതാ? ആപ്ലിക്കേഷൻ ചാപ്റ്ററിൽ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ. സോ ഇഫ് യു ടേക്ക് പേജ് നമ്പർ 211 ഓഫ് യുവർ NCERT കേട്ടോ, ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് താഴേന്ന് മുകളിലേക്ക് 3ാമത്തെ ലൈൻ നോക്കിയാൽ മതി. ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് താഴേന്ന് മുകളിലേക്ക് 3ാമത്തെ ലൈൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി E. coli, Escherichia coli അല്ലേ. ഇത് ഉപയോഗിച്ചിട്ടാണ് ആർട്ടിഫിഷ്യലി എന്താണ് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കിയത്, ഹ്യൂമുലിൻ ഉണ്ടാക്കിയത്. അമേരിക്കൻ കമ്പനി കോൾ ഏലിയൻ ലില്ലി. പഠിച്ചിട്ടില്ലേ? സോ ആൻസർ ഷുഡ് ബി വെരി ഗുഡ്. Answer should be Escherichia coli. So 121. The Indian Parliament has recently cleared the second amendment of Indian Patent Bill that takes such issues into consider including. അതായത് എമർജൻസി പേറ്റന്റ് എന്ന് പറഞ്ഞ സാധനം അല്ലേ, സെക്കൻഡ് അമെൻമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാ? വി സേ ദാറ്റ് ബയോടെക്നോളജിയിൽ തന്നെ, ബയോടെക്നോളജിന്റെ ചാപ്റ്ററിൽ ബയോപൈറസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല എൻ്റെ താഴെ. ദാറ്റ് മീൻസ് ഐ ടെൽ ദ പേജ് നമ്പർ 214. So page number 214 of your NCERT, last paragraph, last 4 line. ആ പേജിലെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് 4 ലൈൻ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഇതാണ്. ഏതാ? പേറ്റന്റ് ടേം. യെസ്, പേറ്റന്റ് ടേം, എമർജൻസി പ്രൊവിഷൻ ആൻഡ് ഓൾസോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്. ഇത് 2 ലൈൻ അവിടെ നിങ്ങൾക്ക് കാണാം. സോ ആൻസർ ഷുഡ് ബി ബോത്ത് 1 and 2 അല്ലേ. ഇന്ത്യൻ പാർലമെന്റ് റീസെന്റ് ഡിക്ലെയർ ചെയ്ത് അല്ലേ സെക്കൻഡ് അമെൻമെന്റിൽ ഇന്ത്യൻ പേറ്റന്റ് ബില്ല് എന്താ പറയുന്നത്? പേറ്റന്റ് ടേം, എമർജൻസി പ്രൊവിഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്. സോ ബോത്ത് 1 and 2 ആണ് വരിക. ആൻസർ കീ ഇസ് ദ തേർഡ് വൺ അല്ലേ. എലിസബത്ത് തോമസ്, സ്നേഹ, യെസ്, അരോമൽ. People call E. coli. Exactly. Escherichia coli is called as E. coli in short. Okay. So moving to the next one. How many of the given ecosystem are natural and man-made ecosystem respectively in the ecosystem chapter? If you take page number 241 second year അല്ലേ, 241 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് 4 ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആൻസർ കിട്ടും. പക്ഷെ അതിൽ ഇല്ലാത്ത എക്സാമ്പിൾ ഇതിലുണ്ട് അല്ലേ. അപ്പോൾ 241 ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് 4 ലൈൻ വിച്ച് സേസ് അബൌട്ട് ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, റിവർ, ഈസ്റ്ററീസ്, ലേക്ക്. ഇതൊക്കെ നാച്ചുറൽ ഫോം ഓഫ് ഇക്കോസിസ്റ്റം ആണ്. അപ്പോൾ കൗണ്ട് ഓൺ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5. അപ്പോൾ നാച്ചുറൽ ഫോം എത്രയുണ്ട്? 5 ഉണ്ട്. സോ മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം ആണ് ക്രോപ്പ് ഫീൽഡ്, ഗാർഡൻ ആസ് വെൽ ആസ് അക്വേറിയം. അപ്പോൾ എത്ര എണ്ണം? 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഐ മേക്ക് എ സ്റ്റാർ ഹിയർ. 1, 2, 3. So answer is 5, 3, the first option. Yes or no? Vinida. Okay, so what is the answer? 5 natural form and 3 is called man-made ecosystem. So answer is first option. 123 column 1 and 2 match ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. What do you mean by standing crop? Standing crop എന്താണെന്ന് അറിയണമെങ്കിൽ പേജ് നമ്പർ 247 എടുക്കുക കേട്ടോ. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്.
Ecosystem in chapter 247 at the second paragraph, second line, you can see that standing crop which says about living material which are present in an ecosystem. Or ecosystem living material. So amount of living material. See this amount of living material or matter present in an ecosystem is called a standing crop. So page number 247, second paragraph, second line, clear right part standing crop and the. Okay. So A matches with P. Appa adinte answer kitti. What do you mean by standing state? So if you take page number 253 of your NCERT, first paragraph, fourth line, which says about standing state. Page number 253, first paragraph, fourth line edukka. Ecosystem endha parnirikkunna avade? That means non-living matter, the nutrient which are present in the soil, that is called a standing state. Appa answer either standing state is nothing but the amount of nutrient present in the ecosystem is called a standing state. Appa B matches with R. Gaseous cycle nitrogen ആണ്. Automatically you know that gaseous cycle carbon, hydrogen, oxygen and nitrogen. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻ നൈട്രജൻ ആണ്. Sedimentary cycle phosphorus and sulfur ആണ്. ഇവിടെ phosphorus തന്നിട്ടുണ്ട്. So what should be the answer here? Can you tell me the answer? A matches with P, B matches with R, C matches with Q and D matches with S. So answer key is the third one. Estuaries, you know that plants water ഇപ്പോൾ നമ്മൾ പറയില്ല വാട്ടർ ഇങ്ങനെ തടാകം പോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ടും ചെറിയൊരു തടാകം പോലെയൊക്കെ നിൽക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഓക്കെ. So moving to 124, measurement of biomass in terms of dash is more accurate. ഇത് മിക്കപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റുഡൻസ് മിക്കപ്പോഴും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? NCERT text if you take page number 247 second year text 247 at the second paragraph fifth line നോക്കുക. second para fifth line നോക്കുക. അപ്പോൾ fourth line ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അത് വെച്ചാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. fourth line എന്താ പറയുന്നത്? ബയോമാസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ബോത്ത് ഫ്രഷ് വെയിറ്റ് ആൻഡ് ഡ്രൈ വെയിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ആ ഫ്രഷും ഡ്രൈയും തന്നിട്ടുണ്ടല്ലോ. വേഗം ആൻസർക്ക് നിങ്ങൾ അത് മാർക്ക് ചെയ്യും. അതല്ല, ഫിഫ്ത്ത് ലൈനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? മെഷർമെന്റ് ഓഫ് ബയോമാസ് ഇൻ ടേം ഓഫ് ഡ്രൈ വെയിറ്റ് ഇസ് മോർ അക്യുറേറ്റ്. അതേ ലൈൻ അവിടെ ഉണ്ടോ നോക്കി. കറക്റ്റ് ലൈൻ അവിടെ ഉണ്ട്. പേജ് നമ്പർ 247 സെക്കൻഡ് പാരഗ്രാഫ് ഫിഫ്ത്ത് ലൈൻ വിച്ച് സേസ് അബൌട്ട് ബയോമാസ് മെഷർ ചെയ്യുന്നത് മോർ അക്യുറേറ്റ് ആണെങ്കിൽ അത് ഡ്രൈ വെയിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ശരിയല്ലേ? Exactly. So answer is dry weight. 125. Genetic material in animal virus is. Okay. So first year biological classification page number 26 edukka. Last paragraph fourth line nokka. Eto. So page number 26 last paragraph fourth line. Correct parayana endha? Animal ne infect cheyna virus ne single stranded RNA avam, double stranded RNA avam or double stranded DNA avam. So answer should be all of this. Yes or no? Single stranded RNA, double stranded RNA or double stranded DNA. So answer all of this ആണ്. അപ്പോൾ answer should be the fourth one. ശരിയല്ലേ? ഓക്കെ. തെറ്റിച്ചാ? ഓക്കെ, കുഴപ്പമില്ല. ഫൈനൽ എക്സാം നമുക്ക് കറക്റ്റ് ചെയ്യാം. മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അതാ പറയുന്നത്. Xylem കണ്ടക്ട് ചെയ്യുന്ന മോഡൽ എക്സാം നിർബന്ധമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് മോർ എക്സ്പീരിയൻസ് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, തെറ്റിയതൊക്കെ നമുക്ക് കറക്റ്റും ചെയ്യാം. ഫൈനൽ എക്സാമിനേഷൻ ആണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. So moving to 126, which of the following group of marine algae is used as food? Okay, ഇത് പേജ് നമ്പർ 32 പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ അല്ലേ. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ പേജ് നമ്പർ 32 എടുക്കുക. 32ൽ ഫസ്റ്റ് പാരഗ്രാഫ് സിക്സ്ത് ലൈൻ. So you can see that Porphyra, Laminaria, Sargassum are among the 70 species of marine algae which are used as food in the text. ശരിയല്ലേ മക്കളെ? So page number 32, first paragraph, sixth line which says about Porphyra, Laminaria and Sargassum are among the 70 species of marine algae which are used as food. അപ്പോൾ ഏത് ആൻസർ? Porphyra, Laminaria, Sargassum. So answer should be the second one. Perfect, very good. Okay. So 127. The zoospores of Phaeophysi are characterized by one of the following feature. Identify it. So Phaeophysi are nothing but brown algae. Phaeophysi എന്താ വിളിക്കുക? Brown algae. So take plant kingdom chapter ആണ്. Page number 33 എടുക്കുക. First paragraph last two line നോക്കിയാൽ അതിന്റെ ആൻസർ കിട്ടും. Page number 33 first paragraph last two line which says about brown algae zoospores biflagellated pear shape ആണ് അവിടെ തന്നിട്ടുണ്ട്. കണ്ടോ ലൈൻ? So biflagellated and
pear shaped. So answer should be biflagellated pear shaped zoospore. Answer is third one. Yes or no? Okay, fine. Mithun, thank you for your comment. Next one. Edible part in potato and sweet potato are morphologically. Edible part of potato and sweet potato. Potato underground stem ആണ്. അപ്പോൾ underground stem ആകുമ്പോൾ നമ്മൾ stem tuber എന്ന് പറയും. ശരിയല്ലേ? Sweet potato root ആണ്. So we say that there is root tuber. അപ്പോൾ വെറും പൊട്ടറ്റോ നമ്മൾ സാധാരണ കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ എന്ന് പറയുന്ന സ്റ്റെം ട്യൂബറും അതേപോലെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ സാധനം ഏതാ റൂട്ട് ട്യൂബർ ആണ്. സോ ആൻസർ ഷുഡ് ബി ദ സെക്കൻഡ് വൺ. ആൻസർ ഇസ് സെക്കൻഡ് വൺ. ക്ലിയർ? 129. Ovary is one chambered, but it become two chambered due to the formation of false septa. The same line is present in your NCERT page number 75 of morphology chapter. Okay, if you take page number 75 of morphology, last paragraph നോക്കുക, താഴെ മുകളിലേക്ക് മൂന്നാമത്തെ ലൈൻ തന്നിട്ടുണ്ട്. ആർജിമോൺ ആൻഡ് മസ്റ്റേർഡ്. കണ്ടോ? ആർജിമോൺ ആൻഡ് മസ്റ്റേർഡ് പ്ലാസന്റേഷന്റെ പേജ് ആണത്. അതിൽ ലാസ്റ്റ് പാരഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാം ആർജിമോൺ ആൻഡ് മസ്റ്റേർഡ്. സോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ? ഓവറി ഈസ് വൺ ചേംബർ ബട്ട് ഇറ്റ് ബിക്കം ടു ചേംബർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫാൾസ് സെപ്റ്റ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കോൾഡ് പെറൈറ്റൽ പ്ലാസന്റേഷൻ. എന്താ വിളിക്കുക മക്കളെ? പെറൈറ്റൽ പ്ലാസന്റേഷൻ കേട്ടോ. പ്ലാസന്റേഷൻ ആൻഡ് ദ എക്സാമ്പിൾ ഇസ് മസ്റ്റേർഡ് ആൻഡ് ആർജിമോൺ. അപ്പൊ സെക്കൻഡ് ആണ് ആൻസർ കീ വരിക. ശരിയല്ലേ? ഓക്കെ. ആസ്റ്റർ ഫോർമേഷൻ ആൻഡ് സ്പിൻഡിൽ ഫൈബർ. മുഹമ്മദ് റിഷാദ് ഞാൻ പറഞ്ഞു തരാട്ടോ മോനു. അതായത് നമ്മൾ ആസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രിയോൾ ആൻഡ് സെൻട്രോസോം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എ സെറ്റ് ഓഫ് സെൻട്രിയോൾ ടുഗദർ ഫോർ സെൻട്രോസോം. ഈ സെൻട്രോസോമിനെ ചുറ്റും എന്താണ്? ഇപ്പൊ ഇതൊരു സെൻട്രിയോളാന്ന് വിചാരിക്കുക കേട്ടോ. ഒരു ഡൗട്ട് ചോദിച്ചത് പറഞ്ഞു കൊടുക്കാനേ. ഇത് സെൻട്രിയോൾ, ഇതൊരു സെൻട്രിയോൾ. എ സെറ്റ് ഓഫ് സെൻട്രിയോൾ ഓൾവേസ് ലൈ ഇൻ എ പെർപെൻഡിക്കുലർ മാനർ. നൗ ദേ ഫോം സെൻട്രോസോം. അപ്പൊ ഇതിന് ചുറ്റും പെരി അമോർഫസ് കണ്ടന്റ് ഇങ്ങനെ എന്താണ് ചുറ്റും വരും. അതിനുശേഷം മൈക്രോ ട്യൂബ്യൂൾ റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ മൈക്രോ ട്യൂബ്യൂൾ റേഡിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്റ്റാർ ലൈക്ക് അപ്പിയറൻസ് ആയിട്ട് കാണും. അതിനെയാണ് ആസ്റ്റർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ആസ്റ്റർ ഫോർമേഷൻ കാണുന്നത് ആർക്കാ? ആനിമൽ സെല്ലാണ്. ആസ്റ്റർ ഫോർമേഷൻ ഇസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ് സെൽ. അപ്പോൾ ക്ലിയർ ആയോ? സ്പിൻഡിൽ ഫൈബർ അങ്ങനെയല്ല. സ്പിൻഡിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ ട്യൂബിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായി അത് കൈൻഡോകോറിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പിൻഡിൽ ഫൈബർ. കിട്ടിയോ? ആൻസർ കിട്ടിയോ മുഹമ്മദ് റിഷാദ്? Okay, fine. So moving to the next concept. 130. Coconut is developed from coconut and mango. രണ്ട് കാര്യം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ മോർഫോളജി ചാപ്റ്ററിൽ പേജ് നമ്പർ 76 എടുക്കുക. പേജ് നമ്പർ 76 you can see the two pictures called as mango and coconut. അതിന്റെ തൊട്ട് താഴെ ഒരു പാരഗ്രാഫ് ഇല്ല മക്കള്? അതിന്റെ സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ വായിച്ചു നോക്കിയേ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ആൻഡ് വൺ സീഡഡ് ഫ്രൂട്ട് ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രൂപ്പ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് മാംഗോ ആൻഡ് കോക്കനട്ട്. അപ്പൊ ആൻസർ എന്താ വേണ്ടേ? കോക്കനട്ട്സ് ഡെവലപ്ഡ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ആൻഡ് വൺ സീഡഡ്. മനസ്സിലായോ? മോണോകാർപ്പലറി and also superior ovary and one seeded കേട്ടോ. അതേപോലെ ഡ്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയും കോക്കനട്ടും മാംഗോ ആണ്. സെക്കൻഡ് ആണ് ആൻസർ കീ അല്ലേ? സോ 130 ആൻസർ ഇസ് സെക്കൻഡ് വൺ. മൂവിങ് ടു 131. മാഷ് കോളം 1 and 2. ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ടിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അനാറ്റമി ചാപ്റ്ററിൽ പേജ് നമ്പർ 91 എടുക്കുക. So if you take page number 91 of anatomy chapter, you can see the two picture. Dicot root to monocot root picture അവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചർ വെച്ചിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. Yes or no? So as the case of dicot, you can see 2 to 4 xylem patch. എന്താണ് ടെട്രാക് ഡിസ്ട്രിബ്യൂഷൻ എന്നാ പറയാ. എന്താ വിളിക്കുക? ടെട്രാക് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അതേപോലെ തന്നെ പിത്ത് ഇസ് വെരി സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ്. സ്മോൾ പിത്ത് റീജിയൻ ആണ്. 4 xylem പാച്ചസ് ഉണ്ടാവുക. നടുക്ക് സ്മോൾ പിത്ത് റീജിയൻ ആണ്. ഡൈക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഏത് ക്യാൻസർ വരിക? ക്യൂ എസ് ആൻഡ് ടി. അപ്പൊ ക്യൂവും എസും ടിയും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരിക അല്ലേ? സോ ആൻസർ ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ. അശ്വതി തെറ്റിച്ചാ പോട്ടെ, ഇപ്പൊ പഠിച്ചോ. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിൽ നമ്മൾ തെറ്റിക്കില്ലല്ലോ കേട്ടാ. So what we said is that dicot root 2 to 4 number of xylem patches are there. Then pith is very small and inconspicuous and they undergo secondary growth. നേരത്തെ monocot root അങ്ങനെയല്ല. monocot root നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? We say that more than 6 xylem bundles are there. Polyarch condition ഉള്ള ടേം ഉണ്ട്. polyarch അല്ലേ? അതേപോലെ pith large ആണ്. So P and R. So answer will be the first ആണ് ആൻസർ കീ വരിക കേട്ടോ.
So 132, who concluded based on his study on plant tissue that the presence of cell wall is a unique characteristic feature of plant cell. The same line is present in your NCERT. Cell the unit of life എന്ന chapter ആണ്. Page number 126 എടുക്കുക. First paragraph, fourth line. So page number 126, first paragraph, fourth line clearly പറഞ്ഞിട്ടുണ്ട് ഏതാ പ്ലാന്റ്സിന് സെൽ വാൾ ആണ് യൂണിക് ഫീച്ചർ എന്ന് പറഞ്ഞത് Theodor Schwann ആണ്. Who was the person? Schwann. Actually Schwann was a zoologist. എന്നാലും പ്ലാന്റ്സിന് ആനിമൽ സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ബൗണ്ടറി പ്ലാസ്മ മെംബ്രെയിൻ ആണെന്നോ പ്ലാന്റ് സെല്ലിൽ ഇതിനെ ചുറ്റും ഒരു സെൽ വാളും കൂടി ഉണ്ട്. അതാണ് അവരുടെ യുണിക് നേച്ചർ എന്ന് പറഞ്ഞത് ആരാ? Schwann ആണ്. ഓക്കെ, സോ ആൻസർ കീ ഈസ് 2. കിട്ടിയാ? ഓക്കെ. So 133, which of the following is a function of mesosome? So cell the unit of chapter le page number 128 in the last paragraph 129 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. So page 128 and 129. So what do you mean by what is the function of mesosome? They help in respiration, secretion process. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഇത്. 129 ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചതിൻ്റെ ആൻസർ കിട്ടും. റെസ്പിറേഷൻ, സെക്രീഷൻ, സെൽ ഡിവിഷൻ, DNA ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡോട്ടർ സെൽ അല്ലേ, ആസ് വെൽ ആസ് ഇറ്റ് ഇൻക്രീസസ് ദ സർഫേസ് ഏരിയ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഫോർ എൻസൈമാറ്റിക് കണ്ടന്റ്. അതും പേജ് നമ്പർ 129 ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. സോ ആൻസർ ചെയ്താൽ വരാം ബോത്ത് 1 and 2. സോ ആൻസർ കീ ഷുഡ് ബി ദ തേർഡ് വൺ കേട്ടോ. ഒന്നും വരും രണ്ടും വരും. ആൻസർ കീ ചെയ്ത തേർഡ് വൺ ആണ്. So 134, animal like snails and fish go into dash, that is called estivation അല്ലേ. അപ്പോൾ ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ അല്ലേ. പേജ് നമ്പർ 225 എടുക്കുക. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ സെക്കൻഡ് ഇയർ ആണ്. പേജ് നമ്പർ 225 എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി സസ്പെൻഡ് എന്നൊരു ഹെഡിങ് കാണാം. മൈഗ്രേഷൻ്റെ തൊട്ട് താഴെ അല്ലേ സസ്പെൻഡ് എന്നൊരു ഹെഡിങ് കാണാം. അതിൽ പറഞ്ഞിട്ടുണ്ട് സ്നെയിൽസും ഫിഷസും സമ്മർ സീസണിൽ സമ്മർ സ്ലീപ്പിലേക്ക് പോകും, ദാറ്റ് ഇസ് കോൾഡ് ഈസ്റ്റിവേഷൻ. പോളാർ ബീർ ആണെങ്കിൽ വിന്റർ സീസണിലേക്ക് ദേ അണ്ടർഗോ വിന്റർ സ്ലീപ്പ്, ദാറ്റ് ഇസ് കോൾഡ് ഹൈബർനേഷൻ. സോ ഇവിടെ പോളാർ ബീറും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഈസ്റ്റിവേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഹൈബർനേഷൻ. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഈസ്റ്റിവേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഹൈബർനേഷൻ. അപ്പോൾ ആൻസർ കീ ഏതാ വരിക? ആൻസർ കീ ഇസ് ദ തേർഡ് വൺ. സോ 134 തേർഡ് ആൻസർ. The term terror of Bengal is used to represent ആരെ represent ചെയ്യുന്ന Iconia crassipus, which is called as water hyacinth. Why it is called terror of Bengal? It drains oxygen from the water body that result in mortality of fish. അല്ലേ, ഫിഷസ് ഡെത്ത് ഓഫ് ബിക്കോസ് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ BOD ക്രിയേറ്റ് ചെയ്യും. സോ ദേ കാൻ സർവൈവ്, they won't get dissolved oxygen from the water bodies. Yes or no? So that's why it is called as terror of Bengal, or even it is called water hyacinth. So first on answer key 135. Yes. Okay. Next one. Bacterium divides every 20 minutes. ഇതേ ക്വസ്റ്റ്യൻ വേറൊരു ഫോമിലും വന്നിട്ടുണ്ടായിരുന്നു ടെസ്റ്റിൽ. 35 minutes with 175 അത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം നമുക്ക്. Bacterium divides every 20 minutes in a culture containing 10⁵ cells per ml. Is grown for 120 minutes. What will be the cell concentration per ml after 120? ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 120 minutes എത്ര ബാക്ടീരിയ ഉണ്ടാവുന്ന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ദാറ്റ് മീൻസ് we say that 20 minutes ആണ് ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത്. സോ 120 ഡിവൈഡ് ബൈ 20. അപ്പോൾ 0 ക്യാൻസൽ ആയി 2 6 are 12 നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്പർ ഓഫ് ഡിവിഷൻ കിട്ടി, ദാറ്റ് ഇസ് n is equal to 6. കിട്ടിയില്ലേ? n is equal to 6. പറഞ്ഞത് മനസ്സിലായോ? 120 മിനിറ്റ്സിൽ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് 20 മിനിറ്റ്സിലാണ് ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു നോ ദാറ്റ് എവറി ബാക്ടീരിയ ഡിവൈഡ് ഫോം 2 സെൽ അല്ലേ. ഫസ്റ്റ് 20 മിനിറ്റ്സിൽ ഒരു ബാക്ടീരിയ 2 ആവും, അപ്പോൾ 2 4 ആവും. ഇങ്ങനെയല്ലേ മക്കളെ പോവുക. സോ നമ്പർ ഓഫ് ഡിവിഷൻ വി ഗോട്ട് n is equal to 6. സോ ഫോർമുല ഇസ് 2 raised to n. എന്താ 2 raised to n? എല്ലാ മൈറ്റോസിസിൽ ഒരു സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡോട്ടർ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദ ഫോർമുല ഇസ് 2 raised to n. n വാല്യൂ 6 ആണ്. സോ 2 raised to 6, ദാറ്റ് മീൻസ് വി സേ ദാറ്റ് 2 into 2 into 2 into 2 into 2 into 2 ഇങ്ങനെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യാം. So 2 2s are 4, 4 2s are 8, 8 2s are 16, 32, 64. Answer key is the fourth option, that is called 64. Clear ആയോ? Fourth option is the 64. Fine? Yes. So moving to 137. Identify the correct
Answer. The bivalent chromosome align on equatorial plate. എപ്പോഴാണ് ബൈവലൻ എന്ന് പറഞ്ഞാൽ ഒരു ജോഡിയാന്നറിയാം. ജോഡിയായിട്ട് നിൽക്കുന്നത് മിയോസിസ് 1-ലാണ് അല്ലേ? ജോഡിയായിട്ട് നിൽക്കുന്നത് എപ്പോഴാണ്? മിയോസിസ് 1-ലാണ്. അപ്പോൾ മിയോസിസ് 1-ന്റെ ഏതോ ഒരു ഫേസ് ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? സോ വി സേ ദാറ്റ് ബൈവലൻ നേരെ ഇക്വറ്റോറിയൽ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യും. ഇക്വറ്റോറിയൽ പ്ലേറ്റിലേക്ക് എപ്പോഴാണ് അറേഞ്ച് ചെയ്യുക? മെറ്റാഫേസിലാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ മിയോസിസ് 1 ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക? മെറ്റാഫേസ് 1 നടക്കുന്നുണ്ട്. സോ മെറ്റാഫേസ് 1 ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. The microtubule from the opposite pole of the spindle attached to the pair of homologous chromosome. ഒരു ജോഡിയായിട്ട് നിൽക്കുന്നതാണ് ഹോമോലോഗസ് ക്രോമസോം. മുകളിൽ നിന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബർ മുകളിലേത്തതും താഴെ നിന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബർ താഴെ അറ്റാച്ച് ചെയ്യും. സോ ഇപ്പോൾ ഇത് ഒരു ജോഡിയാന്ന് വിചാരിക്കുക. ഓക്കെ, സോ മുകളിൽ നിന്ന് വരുന്നത് മുകളിലത്തെ കൈനറ്റോകോറിലേക്കും താഴെ നിന്ന് വരുന്ന താഴത്തെ കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ മെറ്റാഫേസ് 1. അപ്പോൾ രണ്ടും മെറ്റാഫേസ് 1 ആണ്. ആൻസർ കീ 3 ആയിരിക്കും. ആൻസർ കീ ചെയ്താൽ മക്കളെ 3 ആണ്. If you want to confirm the two statement, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എൻ സി ആർട്ടിൽ അതേപോലെ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 168 എടുക്കുക. സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ പേജ് നമ്പർ 168. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫിൽ യു ക്യാൻ സി മെറ്റാഫേസ് 1. അതിൽ 3 ലൈൻ തന്നിട്ടുണ്ട്. ആ 3 ലൈനും ഈ കാര്യം പറയണത് ശരിയല്ലേ? So metaphase 1 that is present in page number 168 clearly says about the bivalent chromosome aligns on equatorial plate. The microtubule from the opposite pole of the spindle get attached to the homologous chromosome. So answer is third one. 138. The membrane system of grana is responsible for trapping the sunlight and producing ATP and NADPH, which is present in 209 of page number of photosynthesis. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 209 ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിൽ ഈ ലൈൻ പറഞ്ഞിട്ടുണ്ട്. മെംബ്രെയിൻ സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്രാന, സ്ട്രോമ ലാമെല്ല, മെട്രിക് സ്ട്രോമ, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ദ സൺലൈറ്റ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ATP ആൻഡ് NADPH. അപ്പോൾ ആൻസർക്ക് ഏതാ വരിക? 4th ഓപ്ഷൻ ആണ്. ആൻസർ ഏതാ? 4th one. Clear? So for light capture and also for the production of NADPH2 and ATP. 139 column 1 and 2. Pairing of homologous detail ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിനാപ്സിസ് ആണ്. പെയർഡ് ഹോമോലോഗസ് ദാറ്റ് ഇസ് കോൾഡ് ബൈവലന്റ്. സിനാപ്സിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനാപ്റ്റോണിമൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിനാപ്സ്ഡ് കോംപ്ലക്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ബൈവലന്റ് എന്ന് പറയും. അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ അല്ലേ? ദാറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാക്കറ്റീൻ സ്റ്റേജ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പാക്കറ്റീൻ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ. ക്രോസിംഗ് ഓവറും പാക്കറ്റീൻ സ്റ്റേജിലാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് റീകോംബിനേസ്. വാട്ട് വാസ് ദ എൻസൈം? റീകോംബിനേസ് എൻസൈം ഹെൽപ്സ് ഇൻ ക്രോസിംഗ് ഓവർ. അപ്പോൾ ആൻസർ ഏതാ വരിക? A matches with R, B matches with P, C matches with Q and D matches with S. So answer key should be the 4th one. Answer ഏതാ? 4th one ആണ്. അനാമിക അതും തെറ്റിയാ. 3rd option അല്ല. വൈഷ്ണവി 2nd option അല്ല. Answer should be the 4th one. Clear? 140th question. Which of the following is the product of the reaction which is followed by isomerization of fructose 1,6-bisphosphate? Respiration in higher plants. Page number 229 എടുക്കുക. Page number 229. Glycolysisന്റെ ഒരു 10 സ്റ്റെപ്പ് അവിടെ കാണാം അല്ലേ? 229 എടുത്താൽ യു ക്യാൻ സി ഗ്ലൈക്കോളിസിന്റെ 10 സ്റ്റെപ്പ്. അല്ല കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രക്ടോസ് 1,6-bisphosphate they break to form PGAL and DHAP. അപ്പോൾ ആൻസർ ഏതാ വേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വേണ്ടത്. ശരിയല്ലേ? ഓ അശ്വതി ഓക്കെ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചത് ഇതായിപ്പോയിട്ടാ. ഓക്കെ ഫൈൻ, രണ്ടാണെങ്കിൽ കറക്റ്റ്. ഓക്കെ ഓക്കെ. So fructose 1,6-bisphosphate split into DHAP and PGAL. Okay, answer ഏതാ? ഫസ്റ്റ് ആണ് ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്പ് കേട്ടോ. 141. Read the following statement and select the correct one. Conidia are asexual propagule restricted to fungus. കറക്റ്റ് ആണ്. കൊണീഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ അല്ലേ? സെക്കൻഡ് ഇയറിൽ റീപ്രൊഡക്ഷൻ ഓർഗാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പേജ് നമ്പർ 6 എടുത്താൽ പെനിസീലിയം എന്ന് പറഞ്ഞ പിക്ചർ തന്നിട്ട് പെനിസീലിയം എന്ന് പറഞ്ഞ ഫംഗസ് തന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണീഡിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. A piece of potato tuber having at least of one eye bud is capable of producing the younger one. ശരിയല്ലേ? പൊട്ടറ്റോ പേജ് നമ്പർ 7 നോക്കുക. അതേ റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തിൽ പൊട്ടറ്റോയിൽ ഐ ബഡ് കാണിച്ചിട്ടുണ്ട് ഗ്രീൻ കളറിൽ ദാറ്റ് ക്യാൻ ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് യങ്ങർ വൺ. ജിഞ്ചർ പ്രോപ്പഗേറ്റ് വെജിറ്റേറ്റീവ്ലി വിത്ത് അണ്ടർഗ്രൗണ്ട് റൂട്ട് അല്ല, അത് തെറ്റാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ജിഞ്ചർ എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? തേർഡ് വൺ ഇസ് റോങ്.
Okay, fleshy bud which take part in vegetative propagation and are called as bulbal. An example I gave ആണ്. അപ്പോൾ ഇതും correct ആണ്. So answer 1, 2 and 4 is correct while 3 is wrong. So 3 ൽ ginger underground root na തന്നിരിക്കുന്നത് അത് underground stem ആണ്. അപ്പോൾ ആൻസർ ചെയ്താ വരിക third option. ക്രോസിംഗ് ഓവർ പാക്കറ്റീൻ സ്റ്റേജിലാണ് നടക്കുന്നത് സബീന. ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഇൻ പാക്കറ്റീൻ സ്റ്റേജ് ഇറ്റ് സെൽഫ്. അതേ പാക്കറ്റീൻ സ്റ്റേജിലാണ് റീകോംബിനേഷൻ നൊഡ്യൂളും. അത് അവിടെ തന്നെയാണ് ഏതാ നമ്മൾ റീകോംബിനേസ് എൻസൈമും. അപ്പോൾ ഏതാ മാച്ച് വരുന്നത് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടാ. പേജ് നമ്പർ 168 എല്ലാ കോൺസെപ്റ്റും ഉള്ളത്. ഓക്കെ, സോ ആൻസർ ഇസ് തേർഡ് വൺ. 142. The young anther, the tissue occupying the center of microsporangia is called as. അല്ലേ, സെക്കൻഡ് ഇയറിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പേജ് നമ്പർ 21 എടുക്കുക. If you take page number 21, can you see microsporogenesis എന്ന ഹെഡിങ് കാണാലോ. അതിൻ്റെ തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ലൈൻ സ്പോറോജിനസ് ടിഷ്യൂ എന്ന് ബോൾഡ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, യങ്ങർ ആന്ത്രിൻ്റെ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് ഏതാ, സ്പോറോജിനസ് ടിഷ്യൂ ആണ്. ഈച്ച് ആൻഡ് എവറി സ്പോറോജിനസ് ടിഷ്യൂ ഇസ് capable of becoming a potential pollen mother cell which is also called as microspore mother cell. അപ്പോൾ ആൻസർ ചെയ്താൽ മക്കളെ സെക്കൻഡ് വൺ ആണ്. 142 സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ. നെക്സ്റ്റ് വൺ 143. Column 1 and 2. Insertional inactivation beta galactosidase gene. That is page number 200 of biotechnology. ബയോടെക്നോളജിയിൽ പേജ് നമ്പർ 200 എടുത്തു കഴിഞ്ഞാൽ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ തന്നിട്ടുണ്ട്. ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ സൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനാക്ടിവേഷൻ കാരണം അവർ ബ്ലൂ കളർ കോളനി പ്രൊഡ്യൂസ് ചെയ്യില്ല. എന്നാൽ ഫോറിൻ DNA ഇൻസേർട്ട് ഇല്ലെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദേ ഡു നോട്ട് ഹാവ് എൻ ഇൻസേർട്ട് ദേ വിൽ പ്രൊഡ്യൂസ് ബ്ലൂ കളർ. മനസ്സിലായോ? അതാണ് ഇവിടെ. Agrobacterium tumefaciens is a pathogen of several dicot plant which can cause tumor disease. നോർമൽ സെല്ലിനെ ട്യൂമർ സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ളതാണ് Agrobacterium tumefaciens. Retrovirus in animals they transfer the normal cell into cancer cell. So A matches with Q, B matches with R and C matches with P. അല്ലേ, അപ്പോൾ ആൻസർ ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ആൻസർ ചെയ്താൽ വരിക സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഫൈൻ. യെസ്. So 144. Which among the following is correct regarding bioreactor? Biotechnology പേജ് നമ്പർ 204 എടുക്കുക. യു ക്യാൻ സീ ദ ബയോറിയാക്ടറുടെ 2 പിക്ചേഴ്സ് അവിടെ കാണാം. അതിൻ്റെ തിയറി തൊട്ട് മുകളിലും കാണാം. ഓക്കെ, സോ 204 എടുക്കുക. ഇറ്റ് ക്യാൻ പ്രോസസ് ലാർജ് വോള്യൂം ഓഫ് കൾച്ചർ, കറക്റ്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ് ഓപ്റ്റിമം ടെമ്പറേച്ചർ, pH ആൻഡ് ഓക്സിജൻ, അതും ശരിയാണ്. അതേപോലെ ബയോടെക്നോളജി സെക്കൻഡ് പിക്ചർ ആണ്, അതായത് ബയോറിയാക്ടറിന്റെ സെക്കൻഡ് പിക്ചർ ആണ്. സ്പാർക്ഡ് സ്റ്റിർ ടാങ്ക്ഡ് ബയോറിയാക്ടർ ത്രൂ വിച്ച് സ്റ്റിറൈൽ എയർ ബബിൾസ് ആർ സ്പാർക്ഡ്. അത് ആ പിക്ചറിന്റെ തൊട്ട് താഴെ ലേബിൾ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. ഏതാ, സ്പാർക്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ത്രൂ വിച്ച് സ്റ്റിറൈൽ എയർ ബബിൾസ് ആർ സ്പാർക്ഡ്. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. സോ ആൻസർ ഷുഡ് ബി ദ ഫോർത്ത് വൺ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. സോ ആൻസർ ഷുഡ് ബി ദ ഫോർത്ത് വൺ കേട്ടോ. ഓപ്ഷൻ 4 ആണ്. 145. മാച്ച് കോളം 1 and 2. BT കോട്ടൺ, ദാറ്റ് ഇസ് ബാസിലസ് തുർജനൻസിസ് എന്ന് എടുത്ത ജീനാണ് കോട്ടൺ പ്ലാന്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് BT കോട്ടൺ അല്ലേ. അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി നിങ്ങൾ പഠിച്ചിട്ടുള്ള ജീൻ തെറാപ്പിയിൽ ഫസ്റ്റ് 4 years ഗേളിലാണ് ജീൻ തെറാപ്പി ചെയ്ത്. ഷി വാസ് സഫറിങ് ഫ്രം അല്ലേ സ്കിഡ് ഡിസീസ് ആൻഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അഡിനോസിൻ ഡി അമിനേസ്. സോ ഇറ്റ് മാച്ചസ് വിത്ത് ജീൻ തെറാപ്പി. പേജ് നമ്പർ 211 കേട്ടോ. പേജ് നമ്പർ 211 ജീൻ തെറാപ്പി. BT കോട്ടൺ ആണെങ്കിൽ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ പേജ് നമ്പർ 208 ആൻഡ് ദിസ് ഇസ് ജീൻ തെറാപ്പി. ഓക്കെ, next one, RNA interference which is present in page number 209 of your NCERT. RNA interference is a cellular defense in eukaryotes എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. It is a cellular defense in eukaryote. So PCR which molecular diagnosis ന്റെ സമയത്ത് it is used to detect HIV infection. അപ്പോൾ ആൻസർ ചെയ്താ A matches with 4, B matches with 1, C matches with 2 and D matches with 3. So answer should be the fourth option. So 145 answer is 4. കേട്ടാ. 146. Contagium vivum fluidum. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പേജ് നമ്പർ 26 ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഈ ഒരു കോൺസെപ്റ്റ് വൈറസിനെ കുറിച്ച് പറഞ്ഞത് ബേജർനിക്കാണ് കേട്ടോ. സോ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം ഇൻഫെക്റ്റസ് ലിവിംഗ് ഫ്ലൂയിഡ് നെയിം ഗിവൻ ടു എ ഫ്ലൂയിഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റ്. ഇൻഫെക്റ്റഡ് ടൊബാക്കോ പ്ലാന്റ് എന്നാണ് ഈ വൈറസ് എടുത്ത്. അപ്പോൾ ഈ വൈറസിനെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് ആരാ? ബേജർനിക്കാണ്. മനസ്സിലായോ?
147. Identify the tissues from the following statement. They provide mechanical support to growing parts of the plant. It consists of cells which has thick corners thickened. Answer കിട്ടി കോളൻ കൈമിയാണ്. ബിക്കോസ് പേജ് നമ്പർ അനാറ്റമിയിൽ പേജ് നമ്പർ 86 എടുക്കുക. പേജ് നമ്പർ 86 എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ടിഷ്യൂസ് നിങ്ങൾക്ക് കാണാം. സിമ്പിൾ ടിഷ്യൂവിൽ ഫസ്റ്റ് വൺ പാരൻ കൈമിയാണ്, സെക്കൻഡ് വൺ കോളൻ കൈമിയാണ്. കോളൻ കൈമിയിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ദ കോർണേഴ്സ് ആർ തിക്കൻഡ് വിത്ത് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് ആൻഡ് pectin. Intercellular space absent ആണ്. They often consist of chloroplast and also we say that patches ആയിട്ടോ അല്ലെങ്കിൽ homogeneous layer ആയിട്ടോ കാണാമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. So answer is the second one, colon chyma. Okay, yes. 148. Every winter the famous national park in Rajasthan hosts thousands of migratory birds. Organism and population page number 225 എടുക്കുക. 225. Okay. Organism and population അല്ല മൈഗ്രേഷൻ ഹെഡിങ്ങിൽ ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് 2 ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആൻസർ കിട്ടും. ഏതാ? ദാറ്റ് മീൻസ് thousands of migratory birds coming from Siberia and from other cold and northern region തന്നിട്ടുണ്ട് അവിടെ അല്ലേ. സോ ആൻസർ ഏതാ? Siberia and other extremely cold northern regions. Answer key should be the second one. So 148 answer is the second option. 149. Select the correct answer. Heat loss or heat gain is the function of surface area. Perfectly the line is present in NCERT. Organism and population. Page number 224 എടുക്കുക. Page number 224. Organism and population എടുത്തു കഴിഞ്ഞാൽ you can see a heading called confirm അല്ലേ. confirm എന്നൊരു ഹെഡിങ് കാണാം. അതിൽ 14th 15th 16th ലൈൻ നോക്കുക. 14th 15th and 16th ലൈൻ. ഷൂസ് ആൻഡ് ഹമ്മിങ് ബേർഡ് തുടങ്ങുന്നില്ലേ 14th ലൈൻ, അത് നോക്കിയാൽ കറക്റ്റ് കാണാം. ഏതാ പറഞ്ഞിരിക്കുന്നത് അവിടെ? സോ വി സേ ദാറ്റ് ഹീറ്റ് ലോസ് ഓർ ഹീറ്റ് ഗെയിൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് സർഫേസ് ഏരിയ. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്മോൾ ആനിമൽസ് ഹാവ് ലാർജർ സർഫേസ് ഏരിയ എന്നാണ് NCERT ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. സ്മോളർ അല്ല, ലാർജർ ആണ്. അതുകൊണ്ട് ആ ലൈൻ ഞാൻ നോക്കാൻ പറഞ്ഞത്. ബിക്കോസ് പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് എന്ന് വിചാരിച്ചു പോകും. പക്ഷെ അവിടെ എന്താ തന്നിരിക്കുന്നത്? That means smaller animals have larger surface area related to their body volume. They tend to lose heat. നല്ല തന്നിരിക്കുന്നത്. So first statement correct ആണ്, second statement തെറ്റാണ്. So only one statement is correct. So answer should be the first one. Answer is first one. കേട്ടോ? Okay. Last question of botany. ബോട്ടണിയിലെ ലാസ്റ്റ് ക്വസ്റ്റനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഓൾസോ കോൾഡ് എസ് ജും കൾട്ടിവേഷൻ കേട്ടോ. എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ പേജ് നമ്പർ 284 എടുത്ത സെക്കൻഡ് പാരഗ്രാഫ് 5th ലൈൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ജും കൾട്ടിവേഷൻ ഡീഫോറസ്ട്രേഷൻ ആണ്. സോ ഇറ്റ് ഇസ് പ്രാക്ടീസ്ഡ് ഇൻ ഏതാ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അവിടെയുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്ത് ആവശ്യമുള്ള പാർട്ടൊക്കെ എടുത്ത് ബാലൻസ് പാർട്ടെല്ലാം അവിടെ ഇട്ട് കത്തിച്ച് ആഷസ് ഉണ്ടാക്കി അത് മണ്ണിലേക്ക് എന്താണ് വളമാക്കി മാറ്റി അവിടെ വേറെ കൃഷി ചെയ്യുന്നതാണ് ജും കൾട്ടിവേഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഇസ് പ്രാക്ടീസ്ഡ് ഇൻ North Eastern state of India. That is called slash and burn or jum cultivation. Clear? So this is about the question which came today model examination. Perfect ആയിട്ടുള്ള എല്ലാ ആൻസർ കീയും along with the NCERT പറഞ്ഞു തന്നിട്ടുണ്ട്. And now it will be followed by zoology. Okay? Hello dear students. നമ്മൾ സുവോളജിയുടെ ക്വസ്റ്റ്യൻസ് 45 ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. 152ാമത്തെ ചോദ്യത്തിൽ in a population 1000 individuals 360 are RH positive capital D. The frequency of dominant allele capital D in that population is. ഇതാണ് ചോദ്യം. ഇത് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. P+Q the whole square is equal to P square plus 2PQ plus Q square is equal to 1. അത് വെച്ചുള്ളൊരു ചോദ്യമാണിത്. പക്ഷെ ഇതിനെ ലിങ്ക് ചെയ്തിരിക്കുന്ന RH-ലേക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 1000 ആണ് ടോട്ടൽ ഇൻഡിവിജ്വൽ. അപ്പോൾ അതിൽ ഡിയുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ 1000 എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.36 ആയിരിക്കും. 0.36 ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി. അതിൻ്റെ വാല്യൂ ആണ് 0.36. അപ്പോൾ ക്യാപിറ്റൽ ഡി അതായത് P സ്ക്വയർ ആണ് ക്യാപിറ്റൽ ഡി. അപ്പോൾ അതിൽ P കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 0.36 എടുത്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് 0.6 ആയിരിക്കും ആൻസർ. ഡി ആണ് ആൻസർ, സെക്കൻഡ് ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ആന്റിബോഡി ദാറ്റ് മീഡിയസ് അലർജിക് റിയാക്ഷൻ. അലർജിക് റിയാക്ഷന് കാരണക്കാരനുള്ള ആന്റിബോഡി, അതായത് അതിനെതിരെ ഉണ്ടാക്കുന്ന ആന്റിബോഡി IgE ആണ്. IgE നമുക്കെല്ലാം അറിയാം. IgE ഇത് NCERT ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് ഇൻ സെക്രീറ്ററി ഫേസ്, ഓവറി ഹാസ്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എടുത്താൽ അതിൽ ഓവുലേഷന് ശേഷമുള്ള സ്റ്റേജ് ആണ് സെക്രീറ്ററി ഫേസ്. അപ്പോൾ ആ സമയത്തും നമ്മുടെ ഓവറിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ കോർപ്പസ് ലൂട്ടിയം ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. കാരണം ഓവുലേഷന് മുമ്പാണെങ്കിൽ ഗ്രാഫിൻ ഫോളിക്കിളാണ്. ഗ്രാഫിൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് കോർപ്പസ് ലൂട്ടിയായിട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ഇക്തിയോസോറസ്, ഫിഷ് ലൈക്ക് റെപ്റ്റൈലാണ്. ഫിഷ് ലൈക്ക് എവല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ആലോചിക്കുക. ബി അതായത് സീലക്കാന്ത്, അതിനാദ്യമായിട്ട് ജീവനോടെ പഠിച്ചത് 1938 ജയന്റ് ടെറിഡോഫൈറ്റ്, അവരാണ് പിന്നീട് ഈ കൽക്കരിയായിട്ട് മാറിയത് മണ്ണിനടിയിൽ. അപ്പം ക്യൂ ആണ് ആൻസർ. ഡൈനോസോറസ്, ദിനോസോറുകൾ ഡിസപ്പിയർ ചെയ്തത് 65 മില്യൺ ഇയർ ആണ്. ഇത് കൃത്യമായിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. ആൻസർ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിഫ്റ്റ്, ഗമീറ്റ്, ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ ആൻഡ് IVF ഈസ് ദാറ്റ്. ഇതാണ് ചോദ്യം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ IVF ആൻഡ് ഗിഫ്റ്റ്, ഇതാണ് ചോദ്യം. അതായത് നമ്മൾ IVF എന്ന് പറയുന്നത് ഒരു സ്പേമും ഓവും കൂടി ഒരു മീഡിയത്തിലിട്ടിട്ട് വെളിയിൽ, അതായത് അമ്മേൻ്റെ ബോഡിൻ്റെ വെളിയിൽ ഒരു ബീക്കർ വെച്ച് ഫ്യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഫ്യൂസ് ചെയ്തിട്ട് അതിനെ സൈഗോട്ടാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻവിട്രോ എന്ന് പറയും, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. പക്ഷെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഓവം വാങ്ങിയിട്ട് അവരുടെ ബോഡിയിൽ വെച്ചിട്ട് അതിനെ ഫെർട്ടിലൈസ് ചെയ്യും. ഗമീറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഇൻ ഗിഫ്റ്റ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ വൈവോ. ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ. ആൻസർ 4 ആയിരിക്കും. അടുത്ത ചോദ്യം 157. നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. എ, ആക്റ്റീവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തോജൻ, ഒരു ആൻറ്റിജൻ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. An example, direct contact with a pathogen that have entered inside the body. അടുത്ത രണ്ടാമത്തേത് ബി, ഫസ്റ്റ് ടൈം ഡിഫൻസ്. ബി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ ഡിഫൻസ് വിളിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 ബാരിയർ, ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ, സൈറ്റോകൈൻ. ഇവരെ വിളിക്കുന്ന പേര് ഫസ്റ്റ് ലൈൻ ഡിഫൻസ് വിളിക്കും. അടുത്തത് പാസീവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അപ്പം അത് സി ആണ്. നമ്മുടെ മറ്റൊരാളുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ആൻറ്റിബോഡി പാസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് അമ്മയുടെ പ്ലാസൻ്റ്, അമ്മയുടെ ബോഡിയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസൻ്റ് ത്രൂ ആൻറ്റിബോഡി പാസ് ചെയ്യും, IgG. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ടാക്കുന്നത് ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ DQ ആയിരിക്കും ആൻസർ. ഇവിടെ ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പാത്വേ ഓഫ് മിൽക്ക് ഫ്ലോ ഇൻ ദ മാമറി ഗ്ലാൻഡ്. ഇത് കൊടുത്തിരിക്കുന്ന ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. അതായത് ആദ്യം അൽവിയോളയിൽ മിൽക്ക് ഉണ്ടാകും, 1. 2, അത് മാമറി ട്യൂബ്യൂളിലേക്ക് പാസ് ചെയ്യും. 3, അത് മാമറി ഡക്റ്റിലേക്ക് പാസ് ചെയ്യും, 3. 4, അത് മാമറി ആംപുലയിലേക്ക് പാസ് ചെയ്യും. പിന്നീട് ലാക്ടിഫറസ് ഡക്റ്റ് വഴി കുട്ടിയുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആൻസർ 1 ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ സെക്രീറ്റ് എ ഗ്ലൈക്കോപ്രോട്ടീൻ ഹോർമോൺ കോൾഡ് ഇൻഹിബിൻ വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദി നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ ഓഫ് സ്പേം പ്രൊഡക്ഷൻ. ചില ആൾക്കാരുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ, മെയിൽസിൻ്റെ ബോഡിയിൽ സ്പേംസിൻ്റെ കൗണ്ട് കൂടിയാൽ, ഞാനത് കാണിച്ചു തരാം. ഹൈപ്പോതലാമസ് GnRH ഉണ്ടാക്കും. ഈ GnRH പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? FSHും LHും ഉണ്ടാക്കും. ഇവരാണ് സ്പെമാറ്റോജെനിസിസ് നടത്തുക. എവിടുന്നാണ് സ്പെമാറ്റോജെനിസിസ് നടക്കുക? ദാറ്റ് ഈസ് ഫ്രം ജേം സെൽ.
ജാം സെല്ലിന്റെ തൊട്ടടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുണ്ട് സെർട്ടോളി സെൽ. സെർട്ടോളി സെൽ. ഈ സെർട്ടോളി സെൽ എന്ത് ചെയ്യും? ഈ സ്പേമിന്റെ കൗണ്ട് കൂടുതലാണെങ്കിൽ, ഇഫ് സ്പേംസ് ആർ എക്സസ് ആണെങ്കിൽ ഈ സെർട്ടോളി സെല്ല് ഇൻഹിബിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കും. ഇൻഹിബിൻ എന്ത് ചെയ്യും? ഹൈപ്പോതലാമസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? GnRHനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ GnRH പിറ്റ്യൂട്ടറിയെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ FSH LH ഇൻഹിബിറ്റഡ് ആവും. സ്പെമാറ്റോജെനിസിസ് കുറയും, സ്പേം കൗണ്ട് കുറയും. ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇതിന്റെ ആൻസർ അപ്പോൾ വരുന്നത് സെർട്ടോളി സെൽ ആയിരിക്കും. സെർട്ടോളി സെൽ അയാളാണ് ഇൻഹിബിൻ ഉണ്ടാക്കുന്നത്. 160ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി. ഇൻ മെന്റലിൻ ക്രോസ് ബിറ്റ്വീൻ ആക്സിൽ ആൻഡ് ടെർമിനൽ ഫ്ലവേഡ് പീ പ്ലാന്റ് F1 പ്രോജനി ഷോസ്. മക്കൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആക്സിയൽ ഡോമിനന്റ് ആണ്. ഇപ്പൊ നമുക്കിത് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ടെർമിനൽ എന്ന് പറയുന്നത് റെസസീവ് ആണ്. അപ്പൊ നമുക്കതിനെ എന്ത് ചെയ്യാം? സ്മോൾ എ എന്ന് വിളിക്കാം. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻറ്റു സ്മോൾ എ ക്യാപിറ്റൽ എ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എ ആരെ എക്സ്പ്രസ് ചെയ്യാം? ലോ ഓഫ് ഡൊമിനൻസ് വെച്ചിട്ട് ആക്സിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം ആക്സിലായിരിക്കും. സോ ദ ആൻസർ ഷുഡ് ബി 1 ആയിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അടുത്തത് ടെസ്റ്റ് ക്രോസ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ. നമ്മളിപ്പോൾ ഒരു ക്രോസ് എടുത്തു. ഇപ്പം ഞാൻ പഠിപ്പിച്ച അതേ ക്രോസ് എടുത്തു. ആക്സിയൽ ഇൻറ്റു ടെർമിനൽ, ക്യാപിറ്റൽ എ ഇൻറ്റു സ്മോൾ എ. അപ്പം നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ക്യാപിറ്റൽ എ സ്മോൾ എ ആയിരിക്കും. ഇതിന് റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ ആൻസർ ഡോമിനന്റ് F2 പ്ലാന്റ് ആൻഡ് റെസസീവ് പേരന്റ്. ഇറ്റ് ഈസ് കോൾഡ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ, ഡോമിനന്റ് F2 പ്ലാന്റ് അതിന് റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. 162. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഓസ്പ്രിംഗ് ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ദ റെഡ് കളേർഡ് ആൻഡ് വൈറ്റ് കളേർഡ് ഫ്ലവേഴ്സ് ഓഫ് മിറാബിലിസ് ജാലപ്പ F1 ജനറേഷൻ? മിറാബിലിസ് ജാലപ്പയിൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, അതായത് റെഡ് മിറാബിലിസിനെ ക്യാപിറ്റൽ ആർ വൈറ്റ് മിറാബിലിസുമായിട്ട് ക്രോസ് ചെയ്താൽ സ്മോൾ ആർ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ആർ പിങ്ക് ആയിരിക്കും. റെഡും വൈറ്റൂടെ മിക്സ് ചെയ്ത് കിട്ടും. കാരണം ഇവിടെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം 162ന്റെ ആൻസർ ഓൾ പിങ്ക് ആയിരിക്കും. 163ാമത്തെ ചോദ്യം. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആൻഡ് കോ ഡൊമിനൻസ് ഈസ് സിമിലർ ഇൻ ഹാവിംഗ് ഐഡന്റിക്കൽ. അതായത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് പറഞ്ഞാൽ ഡൊമിനന്റ് ജീൻ. ഇപ്പം ഞാൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഴുതി നമ്മുടെ മിറാബിലിസിൽ. ഈ ക്യാപിറ്റൽ ആറിന് സ്മോൾ ആറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. ഇനി നമ്മൾ AB ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ IA IB ഈ രണ്ട് ജീനും ഈക്വലി ഡൊമിനന്റ് ആണ്. അപ്പൊ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. എന്താ വ്യത്യാസം? ഇവിടെ ഡൊമിനന്റ് ജീന് റെസസീവിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് രണ്ടുപേരും എക്സ്പ്രസ് ചെയ്തു. ഇവിടെ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും, രണ്ടുപേരും ഡൊമിനന്റ് ആണ്, അത് കോഡൊമിനൻസ്. ഇവിടെയുള്ള പ്രത്യേകത ഫീനോടൈപ്പിക് റേഷ്യോ ജീനോടൈപ്പിക് റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോൾ ഫീനോടൈപ്പിക് റേഷ്യോ ഇൻ F2 ജനറേഷനും ജീനോടൈപ്പിക് റേഷ്യോ ഇൻ F2 ജനറേഷനും സെയിം ആണ്. അപ്പം 163ാമത്തെ ചോദ്യം ആൻസർ ബോത്ത് 1 and 2 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം 164ാമത്തെ ചോദ്യം. ഇൻ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് S35 ലേബിൾഡ് ആൻഡ് P32 ലേബിൾഡ് റെസ്പെക്റ്റീവ്ലി. ഹെർഷിയും ചേസും ചെയ്തത് ബാക്ടീരിയോഫേജിലുള്ള എക്സ്പെരിമെന്റ് ആണ്. ബാക്ടീരിയോഫേജിൽ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഫേജിന്റെ പ്രോട്ടീൻ ലേബൽ ചെയ്യാൻ വേണ്ടി S35 ഐസോട്ടോപ്പ് ഉപയോഗിച്ചു. DNA ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് P32 ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് S35 ഫോർ പ്രോട്ടീൻ ആൻഡ് P32 ഫോർ DNA. അപ്പോൾ ആൻസർ വരും, ഏത് വരും? ആൻസർ 3 വരും, പ്രോട്ടീൻ ആൻഡ് DNA റെസ്പെക്റ്റീവ്ലി. അടുത്ത 165ാമത്തെ ചോദ്യം. ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്സ് ഓൺ സ്ട്രെപ്റ്റോകോക്കസ് വാസ് പെർഫോംഡ് ബൈ.
നമ്മുടെ ജനറ്റിക്സിലെ മോളിക്കുലർ ബയോളജി തുടങ്ങുമ്പോൾ എക്സ്പെരിമെൻ്റ് ആണ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ്. അത് ചെയ്ത് ഡോക്ടർ ഗ്രിഫിത്ത് ആണ്, ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ്. സോ ആൻസർ ഈസ് 3 ആണ് റൈറ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുള്ള R ടൈപ്പും S ടൈപ്പും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ് അത് 3 ആണ്. 166ാമത്തെ ചോദ്യം, ടൈലർ കണ്ടക്ടഡ് ഹിസ് എക്സ്പെരിമെന്റ്സ് ടു പ്രൂവ് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ ഓൺ. ശരിക്കും സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്ത് മിസ്സെൽസൺ ആൻഡ് സ്റ്റോളാണ്. പക്ഷെ അത് കൂടാതെ ടൈലറും ചെയ്തിട്ടുണ്ട്. അത് NCERT കൊടുത്തിട്ടുണ്ട്. വിസിയ ഫാബ എന്ന് പറഞ്ഞ ചെടിയിലാണ്. അപ്പം 166ന്റെ ആൻസർ 2 ആയിരിക്കും. അടുത്തത്, സെലക്ട് ദ കറക്റ്റ് ആൻസർ. വൈൻ ആൻഡ് റം ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ. തെറ്റാണ്. റം ഉണ്ടാക്കുന്നത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. വിസ്കി, ബ്രാൻഡി ആൻഡ് ബിയർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്റ്റിലേഷൻ. തെറ്റാണ്. ബിയർ ഡിസ്റ്റിലേഷൻ വഴിയല്ല ഉണ്ടാക്കുക. അപ്പൊ 2 ആൻസറും 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ആൻസർ ബോത്ത് ആർ ഇൻകറക്റ്റ് ആണ്. 4th ഓപ്ഷൻ ആയിരിക്കും. ബോത്ത് ആർ ഇൻകറക്റ്റ്. 168ാമത്തെ, ലിപ്പേസസ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ പറയുന്നുണ്ട്. ലിപ്പേസ് പറഞ്ഞ എൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വാഷിംഗ്, അതായത് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഡിറ്റർജൻറ്റിൽ യൂസ് ചെയ്യും, കറകൾ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 168ാമത്തെ ആൻസർ 4th ഓപ്ഷൻ, ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻസ്. ഓക്കെ, അടുത്തത്, ഐഡന്റിഫൈ ദ എലമെന്റ് വിച്ച് ഈസ് നെഗ്ലിജിബിൾ ഇൻ ലിവിംഗ് മാറ്റർ. നിങ്ങൾ ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡിയിലെ എലമെന്റ്സിന്റെ. അതിൽ ഏറ്റവും കുറവ് കാണിക്കുന്നത് 169ാമത്തെ ചോദ്യത്തിൽ സിലിക്കൺ ആണ്. 4 ആണ് ആൻസർ. അടുത്തത്, ഐഡന്റിഫൈ ദ അമിനോ ആസിഡ് കണ്ടെയ്നിങ് ഹൈഡ്രോക്സി മെഥൈൽ ആസിഡ്സ് ആർ ഗ്രൂപ്പ്. ബയോമോളിക്യൂളിന്റെ 3rd പേജിൽ ഒരു പേജ് കംപ്ലീറ്റ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഇങ്ങനൊരു സ്ട്രക്ചർ കാണും. ഇങ്ങനൊരു സ്ട്രക്ചറാണ്. ദാ ഹൈഡ്രോക്സി മെഥൈൽ, CH2OH CH2COH. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു സ്ട്രക്ചർ കാണും. ഹൈഡ്രോക്സി മെഥൈൽ CH3OH CH2COH. ഈ സ്ട്രക്ചർ സെറീൻ ആണ്. 1 ആണ് ആൻസർ. 171 ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഫസിയോള ലിവർ ഫ്ലൂക്ക്, ടീനിയ ഫ്ലാറ്റുവം, അതായത് നമ്മുടെ ടേപ്പുവം. ഹുക്കുവം എന്ന് പറഞ്ഞാൽ ആഷൽമിന്താണ്. പ്ലാനേറിയ പ്ലാറ്റിഹെൽമിന്താണ്. ആൻസെലസ്റ്റോമയാണ് ഹുക്കുവം. സോ 3 ഈസ് റൈറ്റ് ആൻസർ. അത് പ്ലാറ്റിഹെൽമിന്തല്ല, ആഷൽമിന്തായിരിക്കും. 172ാമത്തെ ചോദ്യം നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. 172, ഗ്ലൂട്ടാമിക് ആസിഡ് അത് അസിഡിക് അമിനോ ആസിഡാണ്. ലൈസീൻ അത് ബേസിക് അമിനോ ആസിഡാണ്. വാലൈൻ ന്യൂട്രൽ അമിനോ ആസിഡാണ്. ട്രിപ്റ്റോഫാൻ അരോമാറ്റിക് അമിനോ ആസിഡാണ്. അപ്പം 172ന്റെ ആൻസർ 2 ആണ്. AQBPCSDR. അടുത്ത ചോദ്യം വീണ്ടും മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ മാച്ച് ചെയ്യുന്നത് ഫെരറ്റിമ. ഫെരറ്റിമ എന്ന് പറഞ്ഞാൽ എർത്തുവമാണ്. അതിന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആയിരിക്കും. AR ആണ്. പ്ലാനേറിയ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി BP ആണ്. പ്ലൂറോബ്രാക്കിയ അത് ടെനോഫോറയാണ്. അതിന് ബയോലൂമിനിസെൻസ് ഉണ്ട്. ഒറേലിയ ഒരു സീലൻഡ്രേറ്റ് ആണ്. അതിന് നെഡോബ്ലാസ്റ്റ് ഉണ്ട്. ഓപ്ഷൻ 1 ആണ് ആൻസർ. 173 ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ലേബ്രം ഇത് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ആണ്. ലേബ്രം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ലിപ്പായിരിക്കും. ലാബിയം ലോവർ ലിപ്പായിരിക്കും. ഹൈപ്പോഫാരിങ്സ് ടങ് ആയിരിക്കും. അപ്പോൾ 174ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 2nd ഓപ്ഷനാണ്. ഇത് പഠിക്കണം. ഇത് നിർബന്ധമായിട്ടും മൗത്ത് പാർട്സ് ഒരു ക്വസ്റ്റ്യൻ വരാം. 175, എക്സോറിയേഷൻ ഓഫ് മ്യൂക്കോസൽ എപ്പിത്തീലിയം ബൈ HCl ഈസ് പ്രിവെന്റഡ് ബൈ. നമ്മുടെ സ്റ്റൊമക്കിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതുണ്ടാക്കുന്നത് പെറൈറ്റൽ സെല്ലാണ്. എന്നിട്ട് നമ്മുടെ സ്റ്റൊമക്കിന് കുഴപ്പം വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തിക് മ്യൂക്കസും ബൈകാർബണേറ്റ് അയോൺസും ഉണ്ട്. അത് ഈ HClനെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും. സോ ആൻസർ ഈസ് 2nd ഓപ്ഷൻ. മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. 176, കാർബോക്സി പെപ്റ്റിഡേസ് ഈസ് സെക്രീറ്റഡ് ബൈ. സ്റ്റൊമക്
പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, ഇൻഡസ്റ്റൈൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, അമിലേസ്, ലിപ്പേസ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് ആണ്. സോ 176 ആൻസർ പാൻക്രിയാസ്. വിച്ച് മെംബ്രെയിൻ ഈസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ലങ് സർഫസ്? ലങ്സിന്റെ സർഫസിൽ രണ്ട് കവറിംഗ് ഉണ്ട്. പ്ലൂറ എന്ന് പറയും. ഒന്ന് ഔട്ടർ പ്ലൂറ, ഒന്ന് ഇന്നർ പ്ലൂറ. ലങ്ങുമായിട്ട് ചേർന്ന് വെക്കുന്നത് ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ആയിരിക്കും. നമ്പർ 2 ആണ് ആൻസർ. 178 നമ്പർ 2. 179 ഡിക്രീസ്ഡ് ഇൻട്രാപൾമണറി പ്രഷർ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ഈസ് കോസ്ഡ് ബൈ. ഇതാണ് 179ാമത്തെ ചോദ്യം. നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അപ്പൊ റിബ്സ് ഡയലേറ്റ് ചെയ്യും, സ്റ്റേണം മുമ്പോട്ട് നീങ്ങും, ഡയഫ്രം ഫ്ലാറ്റ് ആവും, അപ്പൊ തൊറാസിക് ചേംബർ ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ പ്രഷർ കുറയും, വോളിയം കൂടും, പ്രഷർ കുറയും, അപ്പൊ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഓരോ ചോയ്സ് വായിച്ച് ഇൻക്രീസ്ഡ് പൾമണറി വോളിയം ആൻഡ് തൊറാസിക് വോളിയം, contraction of diaphragm and intercostal muscle, ribs and diaphragm sternum are raised. അപ്പോൾ ഇവിടെ all of these ആണ് ആൻസർ. അടുത്ത 180ാമത്തെ ചോദ്യം മാച്ച് ചെയ്യാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ ECG ഗ്രാഫാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ECG ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. നോക്ക്, 4 വേവ്സ്, 5 വേവ്സ് ഉണ്ട്. P, Q, R, S, T. പി എന്ന് പറയുന്നത്, അപ്പൊ ECG എന്താ നോക്കാം. ECG എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ടാണ്, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. പി എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രി ആയിരിക്കും. QRS നമ്മളിതാ ഇത് മൂന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ QRS എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആയിരിക്കും. ടി വേവ് എന്ന് പറഞ്ഞാൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആയിരിക്കും. ഇത് നമ്മൾ ഇതേപോലെ തന്നെ NCERT പഠിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 181 ഓസ്മോ റെഗുലേറ്റേഴ്സ് ആക്ടിവേറ്റഡ് ഇൻ റെസ്പോൺസ് ടു എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ബോഡി സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ്. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ വെള്ളം തിരിച്ചു പിടിക്കുന്ന ഹോർമോണാണ് ADH. അതുണ്ടാക്കുന്ന പിറ്റ്യൂട്ടറിയുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് പോസ്റ്റീരിയർ പാർട്ടായിരിക്കും. അപ്പോൾ ആൻസർ 4 ആണ്, ADH ഫ്രം ന്യൂറോ ഹൈപ്പോഫൈസിസ്. 182 സ്റ്റിമുലസ് ഫോർ ആക്ടിവേഷൻ ഓഫ് ജെക്സ്റ്റാ ഗ്ലോമുറുലാർ സെൽസ് ടു റിലീസ് റെനിൻ ഈസ്. 182 ആണ്. എപ്പോഴാണ് റെനിൻ റിലീസ് ചെയ്യുക? നമ്മുടെ ഗ്ലോമുറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോഴാണ്, GFR കുറയുമ്പോഴാണ്. അപ്പൊ റെനിൻ വന്നിട്ട് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിനാക്കും, ആൻജിയോടെൻസിൻ BP കൂട്ടും, ആൽഡോസ്റ്ററോണിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ആൽഡോസ്റ്ററോൺ കൂടുതൽ സോൾട്ട് തിരിച്ചെടുക്കും, BP കൂടും. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 183ാമത്തെ ക്വസ്റ്റ്യൻ. 183 ആണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ടൈം വളരെ കുറവാണ്, ഒരുപാട് വൈകി. തലാമസ് ഈസ് ഫോർ. തലാമസിന്റെ ജോലി എന്താണ്? തലാമസിന്റെ ജോലി എന്ന് പറയുന്നത് റിലേ സ്റ്റേഷനാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ബ്രെയിനിലേക്ക് പോകുന്ന സെൻസറി ഇമ്പൾസും ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മോട്ടോർ ഇമ്പൾസിനെയും എന്താ പറയുക കടന്നു പോകുന്ന സ്ഥലമാണ് തലാമസ്, റിലേ സ്റ്റേഷനാണ്. അപ്പൊ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. ലാസ്റ്റ് ഓപ്ഷൻ 4 ആണ് ആൻസർ. വീണ്ടും നമുക്ക് മാച്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതിൽ നോക്ക്, അമീബോയിഡ് മൂവ്മെന്റ് അത് കാണിക്കുന്ന ആരൊക്കെയാ നോക്കി. അമീബോയിഡ് മൂവ്മെന്റ്, മാക്രോഫേജസ് ആൻഡ് ല്യൂക്കോസൈറ്റ്, നമ്മുടെ ബോഡിയിലെ മാക്രോഫേജും ല്യൂക്കോസൈറ്റും. അടുത്തത് ബി, സിലിയറി മൂവ്മെന്റ്, ട്രക്കിലുള്ള സിലി ആയിരിക്കും, BR. സി, മസ്കുലർ മൂവ്മെന്റ്, നമ്മുടെ കൈകാലുകളിൽ മൂവ്മെന്റ്സ് ഓഫ് ലിംസ്, ഫ്ലജല്ലാർ മൂവ്മെന്റ്. Q, സ്പെർമറ്റോസോവ. അപ്പൊ 184ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സെക്കൻഡ് ആണ്, 2 ആണ് ആൻസർ. 184. അടുത്ത 185 ഗ്ലൂക്കോ നിയോജനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് പ്രോസസ്സസ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ. ഗ്ലൂക്കോ നിയോജനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ എവിടുന്ന, ലിപ്പിഡിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും ഗ്ലൂക്കോസിനെ എടുക്കും. അങ്ങനെ ലിപ്പിഡ് ലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും, പ്രോട്ടീൻ ലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. അതിൻ്റെ പേരാണ് ഗ്ലൂക്കോ നിയോജനസിസ്.
ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ നമ്മുടെ കെമിക്കൽ കോഡേഷൻ എന്നുള്ള ചാപ്റ്ററിലുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആയിരിക്കും. കോർട്ടിസോൾ എന്നുള്ള പേരിൽ അറിയപ്പെടും. 186 മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചാർട്ട് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. ആ ചാപ്റ്ററിൽ ഇത് വരുന്നതാണ്. പിഗ്മെന്റ്സ് അത് കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയാനിൻ. അതുപോലെ ടോക്സിൻ അബ്രിൻ ആൻഡ് റിസിൻ BA ആണ്. ലെക്റ്റിൻസ് കോൺകലാവാലിൻ A. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റ് ആൻഡ് കുർക്കുമിൻ. അപ്പോൾ ഇവിടെ ആൻസർ ഒന്ന് നോക്കിയേ. AD ഉള്ള 3 ഓപ്ഷൻ ഉണ്ട്. BA AD BA. ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. സെക്കൻഡ് പെട്ടെന്ന് എത്താൻ പറ്റും ഇതിലേക്ക്. നമ്മൾ ആദ്യത്തെ 1-2 ഓപ്ഷൻ തന്നെ മാച്ച് ചെയ്യുമ്പോൾ കിട്ടും. CB കണ്ടോ, CB DC. ഓക്കെ, വെരി ഗുഡ്. അടുത്തേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ എക്സാമ്പിൾസ് ഫോർ അനബോളിക് പാത്വേ? അനബോളിക് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആണ് അനബോളിക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. കൺവേർഷൻ ഓഫ് അമിനോ ആസിഡ് ടു പ്രോട്ടീൻ. അമിനോ ആസിഡ് കൂടിച്ചേർന്ന് പ്രോട്ടീൻ ആകുക കൺസ്ട്രക്ഷനാണ്. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ലാക്റ്റിക് ആസിഡ് ഒരിക്കലും വരില്ല. അത് കൺസ്ട്രക്ഷൻ അല്ല, ജസ്റ്റ് കൺവേർഷൻ മാത്രമാണ്. കൺവേർഷൻ ഓഫ് അസറ്റിക് ആസിഡ് ടു കൊളസ്ട്രോൾ. അസറ്റിക് ആസിഡ് ഒരു സിമ്പിൾ കോമ്പൗണ്ടും കൊളസ്ട്രോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു സ്ട്രക്ചർ കൂടിയ കോമ്പൗണ്ടുമാണ്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ബോത്ത് 1 and 3 ആണ് കറക്റ്റ് ആൻസർ. 187. 188 നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ഹോളോ എൻസൈം മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി കോൾഡ്. നോൺ പ്രോട്ടീൻ പാർട്ട്. നമ്മൾ ഒരു എൻസൈം എടുത്തു കഴിഞ്ഞാൽ എൻസൈമിന് 2 പാർട്ടുണ്ട്. ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്. ഈ പ്രോട്ടീൻ പാർട്ടിന്റെ പേര് എപ്പോ എൻസൈം എന്നാണ്. ഒരു നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്, അതിന്റെ പേര് കോഫാക്ടർ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വിളിക്കുന്ന പേരാണ് ഹോളോ എൻസൈം എന്ന് പറയും. അപ്പോൾ ഇവിടെ നോൺ പ്രോട്ടീൻ പാർട്ടിന്റെ പേര് സെക്കൻഡ് കോഫാക്ടർ എന്ന് വിളിക്കും. 189 ലാക്കോപ്രോൺ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ ഐജീൻ എന്ന് പറഞ്ഞ ജീൻ ഉണ്ടാക്കുന്നത് റെപ്രസർ പ്രോട്ടീൻ ആയിരിക്കും. എജീൻ ഉണ്ടാക്കുന്നത് ട്രാൻസ് അസറ്റൈലേസ് പറഞ്ഞ എൻസൈമാണ്. വൈജീൻ ഉണ്ടാക്കുന്നത് പെർമിയസ് ആണ്. അതുപോലെ സഡ്ജീൻ ഉണ്ടാക്കുന്നത് ബീറ്റ ഗാരക്ടോസിലാണ്. ZYA ഇങ്ങനെയാണ് 3 ജീൻ വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക. 190 ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആദ്യത്തേത് നാച്ചുറൽ സെലക്ഷൻ ഈസ് ആൻ ഔട്ട്കം ഓഫ് ഡിഫറൻസസ് ഇൻ സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ എമംഗ് ഇൻഡിവിജ്വൽസ് ദാറ്റ് ഷോ വേരിയേഷൻസ്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ എടുക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട വേരിയേഷൻ ഉള്ള ആൾക്കാർ സ്ട്രഗിളിൽ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഡാർവിൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Adaptive forms in habitat tends to become more common and less adaptive ones become less common. ഒരു പോപ്പുലേഷനിൽ നല്ല അഡാപ്റ്റേഷൻ ഉള്ള ആൾക്കാർ സെലക്റ്റഡ് ആവും, അല്ലാത്തൊരു എജക്റ്റഡ് ആവും. അതാണ് ലെസ് കോമൺ എന്ന് പറഞ്ഞത്. മറ്റേത് മോർ കോമൺ. ഇതും ശരിയാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 3 ആയിരിക്കും ആൻസർ. 193 ആണ്. ഇനി 191 എടുക്കാം. 191 നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനെ ബേസ് കൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് ക്രേനൽ കപ്പാസിറ്റി ഹോമോ ഹാബിലിസിന്റെ അത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 650 cc ആയിരിക്കും. അപ്പൊ തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഹോമോ സാപ്പിയൻസിന്റെ ടൈം ഓഫ് അപ്പിയറൻസ് 1 lakh to അപ്രോക്സിമേറ്റ് 40 lakhs ആയിരിക്കും. 40,000 ആയിരിക്കും. ഇനി 900 cc ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് ചോദിച്ചാൽ ഹോമോ എറക്ടസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. അടുത്തത് പൗച്ച്ഡ് മാമൽസ്, മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന കങ്കാരു ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് ഓസ്ട്രേലിയയിലാണ്. പക്ഷെ അത് വേറെ ഒരു കൺട്രിയിലും കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അവർക്ക് സാധാരണ മാമൽസുമായിട്ട് കോമ്പറ്റീഷൻ ഇല്ല ഓസ്ട്രേലിയയിൽ. അതുകൊണ്ടാണ്. മറ്റ് സ്ഥലങ്ങളിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവർ എലിമിനേറ്റഡ് ആയിപ്പോയി. സോ ആൻസർ 3, ദ ലാക്ക്ഡ് കോമ്പറ്റീഷൻ ഫ്രം അതർ പ്ലാസന്റൽ മാമൽസ്. 193 അവിടെ
സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. IUT, embryo transferred into the fallopian tube after in vitro fertilization. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എംബ്രിയോ ഫലോപ്പിൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. IUT, ഇൻട്രാ യൂറ്ററൈൻ ട്രാൻസ്ഫർ എന്നാണ്. അത് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. തെറ്റാണ്. ഗിഫ്റ്റ്, സൈഗോട്ട് ഈസ് കളക്റ്റഡ് ആൻഡ് ഇൻജക്റ്റഡ് ഇൻ ടു ഫലോപ്പിൻ ട്യൂബ്. അല്ല, ഓവത്തെ വാങ്ങുന്നതിൻ്റെ പേരാണ്. അപ്പം അതും തെറ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ടേക്കിംഗ് സെമൻ ഫ്രം a donor and transferring it to female genital tract. ശരിയാണ്. സിഫ്റ്റ്, zygote introduced into the fallopian tube. zygote intra fallopian tube. ശരിയാണ്. ICSI, one sperm is injected into the ovum. Intracytoplasmic sperm injection. ശരിയാണ്. അപ്പോൾ ഇവിടെ 3 ചോയ്സ് ഓപ്ഷൻ ശരിയാണ്. 3ഉം 4ഉം 5ഉം. ഓപ്ഷൻ 3 is the right answer. Based on the following statements, mark the correct option. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കറക്റ്റ് കണ്ടുപിടിക്കാം. സെക്കൻഡറി ഫോളിക്കിൾസ് ഇൻ ദി ഓവറി ഡു നോട്ട് ഹാവ് ആൻഡ്രം. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ്രം എന്ന് പറഞ്ഞാൽ ഫോളിക്കിളിൻ്റെ അകത്തുള്ള സ്പേസ് ആണ്. സെക്കൻഡറി ഫോളിക്കിൾസിൻ്റെ ഉള്ളൊരു സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ല. അതിന് ഇത് കറക്റ്റാണ്. സെക്കൻഡറി ഫോളിക്കിൾ. സെക്കൻഡറി ഊസെറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പോളാർ ബോഡി. തെറ്റാണ്. 1 പോളാർ ബോഡി. ഫോളിക്കിൾ ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് ഓൾസോ കോൾഡ് സെക്രീറ്ററി ഫേസ്. അത് തെറ്റാണ്. അത് ലൂട്ടിയൽ ഫേസ് ആണ്. പെരിവിറ്റ്ലൈൻ സ്പേസ് ലൈസ് ബിറ്റ്വീൻ കൊറോണ റേഡിയേറ്റ ആൻഡ് സോണ പെല്ലുസറ. തെറ്റാണ്. സോണ പെല്ലുസറ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ ആൻസർ only 1 is correct. 4th option. If Michelson and Stoll experiment is continued for 5 generations in bacteria, the ratio of N15 and N14 is to N14 and 14 containing DNA in 5th generation would be. ഞാനത് കാണിച്ചു തരാം. നോക്ക്, N15 DNA. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യിക്കുന്നു. അപ്പം നമുക്ക് N15 N14 എന്ന് പറഞ്ഞു ഒരു DNA കിട്ടും. അതുപോലെ N15 കിട്ടും. അതേപോലെ വീണ്ടും N15 കിട്ടും. അതുപോലെ ഞാൻ ഈ സ്ഥലം ഒന്ന് മാറ്റിക്കോട്ടെ. 1 മിനിറ്റ് നോക്കിക്കോ. ഫസ്റ്റ് N15 ഇതിനെ കൾച്ചർ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് N15 N14 കിട്ടി. അടുത്തത് N14 കിട്ടി. അടുത്തത് N14 കിട്ടി. അടുത്തത് N15 N14 കിട്ടി. നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ DNA ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് മീഡിയത്തിലിട്ടാണ് ഡിവൈഡ് ചെയ്തത്? N14 മീഡിയത്തിലിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് N15 N14 കിട്ടുന്നത് ഈ 2 അറ്റത്തായിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയത് എത്രണ്ണ? 1 2 3 4. ആ 4ൽ 2 ആയിരിക്കും. അടുത്ത ജനറേഷനിൽ സെക്കൻഡ് 8 എണ്ണം കിട്ടും. ആ 8ൽ 2 എണ്ണം N15 N14 ആയിരിക്കും. അടുത്ത ജനറേഷനിൽ 16 എണ്ണം കിട്ടും. അതിൽ 2 എണ്ണം N15 N14 ആയിരിക്കും. ബാക്കി 14 എണ്ണം N14 ആയിരിക്കും. അപ്പോൾ അടുത്തത് 3, നാലാമത് നമുക്ക് 32 എണ്ണം കിട്ടും. ആ 32ൽ 2 എണ്ണം N15 N14 ആയിരിക്കും. ബാക്കി N14 ആയിരിക്കും. അടുത്തത് 5ാമത്തെ ഡിവിഷൻ കഴിയുമ്പോൾ 64 DNA കിട്ടും. അതിൽ 2 എണ്ണം N15 N14 ആയിരിക്കും. ബാക്കി എത്ര എണ്ണമായിരിക്കും നമുക്ക് കിട്ടുന്നത്? നോക്ക്, ഞാൻ അതൊന്ന് എണ്ണാൻ പോവാണ്. 1 2 3 4 5 64 കിട്ടി. ആ 64ൽ 2 എണ്ണം N15 N14 ആയിരിക്കും. ബാക്കി എത്ര? 62 എണ്ണം N14 ആയിരിക്കും. ആ റേഷ്യോ എടുത്ത് നമുക്ക് കിട്ടുന്നത് 1:15 ആയിരിക്കും. 1:15. ഓക്കെ, ആൻസർ ഈസ് 1:15 ആയിരിക്കും. സോ 4th ഓപ്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസേണിംഗ് ലിപ്പിഡ് ഈസ് കറക്റ്റ്?
cholesterol is the most common steroid produced in animal. Correct. An increase in number of double bonds increases melting point. DNA ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും എടുത്താൽ ഡബിൾ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, ട്രിപ്പിൾ ബോണ്ട് പതുക്കെ ബ്രേക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുക. ഇത് തെറ്റാണ്. ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് കൊളസ്ട്രോൾസ് ആർ ഫോസ്ഫോലിപ്പിഡ്. തെറ്റാണ്. അത് ലെസിതിനാണ് ഫോസ്ഫോലിപ്പിഡ്. Fatty acids are long hydrocarbon chain that contains an alkene group at one end. തെറ്റാണ്. It contains COOH group at one end. So answer, right answer 1 ആണ്. 1 ആണ്. ഇനി നമ്മൾ പോകുന്നത് 197ാമത്തെ ചോദ്യത്തിലേക്കാണ്. Consider the following 4 statements 1 to 4 and select the option which includes all the correct ones only. Fecal accumulation in the small intestine initiate neural reflex causing an urge for its removal. ഫീക്കസ് നിറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലല്ല, രക്തത്തിലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റിഫ്ലെക്സ് ആക്ഷൻ ഫോർ വോമിറ്റിംഗ് ഇസ് കൺട്രോൾഡ് ബൈ മെഡുല്ല. ശരിയാണ്. അബ്നോർമൽ ഫീക്കൽ മൂവ്മെന്റ്, ബവൽ മൂവ്മെന്റ് കോസ്ഡ് ഡയറിയ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ ഡയറിയ ആയിരിക്കും, ലൂസ് മോഷൻ. അപ്പോൾ അത് കറക്റ്റാണ്. ഇറഗുലർ ബവൽ മൂവ്മെന്റ് കോസ് വോമിറ്റിംഗ്. ഒരിക്കലുമല്ല. ബവൽ എന്ന് പറഞ്ഞാൽ ഫീക്കസ് പോകുന്നതാണ്, വോമിറ്റിംഗ് അല്ല. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ ശരിയായ ആൻസർ 2ഉം 3ഉമാണ്. സ്റ്റേറ്റ്മെന്റ് 4 ആണ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫോൾസ് അബൌട്ട് ഹൈൻഡ് ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും ലോവർ സൈഡ്, അതിനെ സംബന്ധിച്ച് തെറ്റായതാണ്. സെറിബെല്ലം ഹാസ് കൺവല്യൂഷൻസ്. നമ്മുടെ സെറിബ്രത്തിന്റെ കൂട്ട് സെറിബെല്ലത്തിന്റെ മുകളിൽ ഇങ്ങനെ ഫോൾഡിങ്സ് ഉണ്ട്, അത് കറക്റ്റാണ്. പോൺസ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ട് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെന്റ് റീജിയൻ ഓഫ് ബ്രെയിൻ. ഓർമ്മിക്കുക, ന്യൂറൽ കൺട്രോളില് പോൺസ് ആൻഡ് മെഡുല്ല. പോൺസിന് ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിന്റെ പല പാർട്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അത് ശരിയാണ്. മെഡുല്ല ഇസ് കണക്റ്റഡ് ടു സ്പൈനൽ കോഡ്. മെഡുല്ലയുടെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ തെർമോ റെഗുലേഷൻ, ഹങ്കർ ആൻഡ് സ്ലീപ്പ്. അത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതലാമസ് ആണ്. സോ ഇത് തെറ്റാണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 4 ആയിരിക്കും. അടുത്ത ചോദ്യം നമ്മൾ ഇമാജിൻ ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഏലിയൻ സ്പീഷീസ് ഇൻ ഇന്ത്യ. ഏത് ചാപ്റ്ററാണ്? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. നൈൽ പെർച്ച്, സിക്ലിഡ് ഫിഷ്, ക്ലേരിയസ് ഗാരിപ്പൈനസ്, ബോത്ത് 2 and 3. ഓപ്ഷൻ 3 ആണ്. ക്ലേരിയസ് ഗാരിപ്പൈനസ് ആണ്. നമ്മൾ ആഫ്രിക്കൻ മുഷി എന്ന് പറയും. അതൊരു ഏലിയൻ സ്പീഷീസ് ആണ്. 200ാമത്തെ ചോദ്യം. സിവറോ ഓർഷോ എൻസൈമീസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, DNA പോളിമറേസ്, പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ്, DNA ലിഗേസ്. ഗിവൺ ഇൻ യുവർ NCERT. സിവറോ ഓർഷോ എൻസൈം എന്ന് പറയുന്നത് ഓർമ്മിക്കുക, പോളിന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഇത് നമ്മൾ ഇൻ വിട്രോ ആയിട്ട് RNA ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈമാണ്. 3 ആണ് ആൻസർ. അപ്പം നമ്മൾ വളരെ വൈകിയത് കൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇതെടുത്തത്. കാരണം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പം നമുക്ക് വേണ്ടത് കീ മാത്രമാണ്. അപ്പം കീ ഞാൻ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു. അപ്പം രാത്രി ഇപ്പോൾ 11:40 അപ്പം നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്നതിന് വളരെ നന്ദി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സൈലത്തിൻ്റെ ലൈവ് അവസാനിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ലൈവുകൾ നിങ്ങളിതുപോലെ കാണണം. താങ്ക് യു വെരി മച്ച്.